माधव मामव देवा कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देवा कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देवा कृष्ण साधुजनाधार सार्वभौम साधुजनाधार सार्वभौम श्रीधर केशव राधारमण श्रीधर केशव राधारमण माधव मामव देवा कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देवा कृष्ण अम्बुजलोचन कम्बुशुभग्रीव बिम्बाधर चन्द्र बिम्बानन अम्बुजलोचन कम्बुशुभग्रीव बिम्बाधर चन्द्र बिम्बानन चाम्बेय नासाग्र रत्नसुमौक्तिग चाम्बेय नासाग्र रत्नसुमौक्तिग शारदचन्द्रजनितमदना शारदचन्द्रजनितमदना माधव मामव देवा कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देवा कृष्ण हरे राम 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 हरे 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 कृष्ण 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 हरे हरे गोविन्दनाम संकीर्तनं यो अन्धप्रवेश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं गोविन्दनाम സങ്കീർത്തനം. ഭാഗവത്തിലെ നവമസ്കന്ധം ആരംഭിക്കുന്നു. രണ്ട് വംശങ്ങളുടെ കഥയാണ് പ്രധാനമായിട്ടും വർണ്ണിക്കുന്നത്. വംശാനുചരിതം എന്നാണ് നവമസ്കന്ധത്തിലെ വിഷയം. സൂര്യവംശവും സോമവംശവും വർണ്ണിക്കുകയാണ്. അതിലെ വൈവസ്വത മനുവിൻ്റെ കഥയാണ് ആദ്യം പറയുന്നത്. ആ കഥയൊക്കെ വളരെ പ്രസിദ്ധമാണ്, നമുക്കറിയാം. ആൺകുട്ടി വേണമെന്ന് വിചാരിച്ചു രാജാവ്. എന്നാൽ രാജ്ഞിയാവട്ടെ പെൺകുട്ടി വേണമെന്ന് വിചാരിച്ചു. ഉണ്ടായത് പെൺകുട്ടിയാണ്. ഇള എന്നാണ് അവളുടെ പേര്. പിന്നീട് ബ്രാഹ്മണർ അവരുടെ അനുഗ്രഹം അവരൊന്ന് ജപിച്ചു കൊടുത്തു. അതോടുകൂടി ആ പെൺകുട്ടി ആരായി മാറി? ആൺകുട്ടിയായിട്ട് മാറിയെന്നാണ്, സുദ്യുമ്നനായി. അതാണ് കഥ. ഇള ആരായി മാറി? സുദ്യുമ്നനായി. ചില പണ്ഡിതന്മാരൊക്കെ അതിന് വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. ഈ ഒരു കഥ ബോധിപ്പിക്കണം എന്താ വെച്ചാൽ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സ്ത്രീകളാണ്. ജനിക്കുമ്പോൾ എല്ലാവരും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾ തന്നെയാണ്. അത്ര പ്രകൃതിയോട് ചേർന്നും കൊണ്ടാണ് നമ്മളൊക്കെ. ജഡപ്രകൃതിയാണ്. പ്രകൃതിയോട് ചേർന്നതിനെയാണ് നമ്മൾ സ്ത്രീ എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം എന്നാണ്. അപ്പം അതിൻ്റെയൊക്കെ ആദ്യത്തെ അക്ഷരം എടുത്താൽ എന്തായി? സ, ത, ര. അതിലെ സ്വരാക്ഷരം ഒഴിവാക്കിയാലോ സ് പ്ലസ് ആയാണെന്ത്? സ. അപ്പം ആ ഒഴിവാക്കിയാലോ സ്. ത് പ്ലസ് ആയാണെന്ത്? ത. ആ ഒഴിവാക്കിയാലോ ത്.
അപ്പോൾ സ് ത് സ്തൃ സ്ത്രീനായി ഇനി ര സ്ത്ര നായി. സ്ത്രീ എന്നാക്കിയാൽ സത്വ രജ തമോ ഗുണങ്ങളോട് കൂടിയത് എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പുരുഷന്മാരില്ലല്ലോ, എല്ലാവരും സ്ത്രീകളാണ്. നമ്മളിനി എന്താ ആവേണ്ടത്? പുരുഷനാവുകയാണ് വേണ്ടത്. പുരുഷൻ എന്ന് പറഞ്ഞ താല്പര്യം ഇവിടെ ചൈതന്യം എന്നാണ്. ഭഗവാനായി മാറാനുള്ള ശ്രമം അത് ആവശ്യമാണ്. ഇനി മാറൊന്നും വേണ്ട, നമ്മളൊക്കെ ഭഗവാൻ തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിയണില്ല, പ്രകൃതിയോട് ചേർന്ന് നിന്നിട്ടാണ്. അപ്പം അവിടെ ആ സജ്ജനങ്ങളുടെ കാരുണ്യം കൊണ്ട് പുരുഷനായി. പക്ഷേ പുരുഷനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നായാട്ടിന് പോയപ്പോൾ വീണ്ടും പെണ്ണായി എന്നാണ്. നായാട്ടിന് പോകുക എന്ന് പറഞ്ഞാൽ പൊതുവേ നായാട്ട് എന്ന് പുരാണങ്ങളിലൊക്കെ പറയുമ്പോഴും അതിനെ ജ്ഞാനതലത്തിലേക്ക് അല്ലെങ്കിൽ താത്വികമായിട്ട് പറയുമ്പോഴൊക്കെ നായാട്ട് പറഞ്ഞാൽ വിഷയങ്ങളുടെ പിന്നാലെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇതിനെ പറഞ്ഞയക്കുന്നത് ഞാനെന്ത് പറയുക? നായാട്ട് എന്ന് പറയും. എന്താണ് നായാട്? നായാട്ടിന് പോവുക പറഞ്ഞാൽ വിഷയസുഖങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോവുക, കണ്ടിട്ട് മതിയാവാതെ പോവുക, കേട്ടിട്ട് മതിയാവാണ്ടതിൻ്റെ പിന്നാലെ പോവുക, ഇങ്ങനെയുള്ള സ്വഭാവം കാണിക്കുന്നതിനെയാണ് നായാട്ടെന്ന് പറയാം. അതിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അറിവുള്ളവനാണെങ്കിലും എന്ത് സംഭവിക്കും? വീണു പോകും. വീണ്ടും അയാളെന്തായി? സ്ത്രീയായി മാറി എന്നാണ് കഥ. പിന്നെ വസിഷ്ഠൻ്റെ അനുഗ്രഹം കൊണ്ട് തൻ്റെ ഗുരുനാഥനെ ആശ്രയിച്ചു. തനിക്ക് ആ പഴയ പൗരുഷം വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ ആ വസിഷ്ഠൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും പുരുഷനാവാൻ സാധിച്ചു. അവിടെ ഈശ്വരൻ്റെ പരമശിവൻ്റെ അനുഗ്രഹം ഉണ്ടായി. ഗുരുവിൻ്റെയും ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ഗുരുനാഥൻ്റെയും ഈശ്വരൻ്റെയും കൊണ്ട്. ഏറ്റവും വലിയ ഗുരു ആരാ? ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരൂപിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജ്ഞാനത്തിൻ്റെ സ്വരൂപമായിട്ടാണ് ദക്ഷിണാമൂർത്തിയെ പറയുക. അങ്ങനെയുള്ള ജ്ഞാനം ആർജിക്കണമെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ സ്ത്രീകളാണ്. പുരുഷനാവണമെങ്കിൽ എന്ത് വേണം? പൗരുഷം വേണമെങ്കിൽ ഗുരുനാഥനെ ആശ്രയിച്ച് ഭഗവാനെയും ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യണം? തൻ്റെ ശരിക്കുള്ള സ്വരൂപം അത് പുരുഷനാണ്. അതിലേക്ക് ഉയരണം എന്നാണ് ആ കഥ വ്യംഗ്യമായിട്ട് പറയണതെന്നാണ്. പ്രത്യക്ഷത്തിൽ നോക്കി അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷേ ഇതിനെപ്പറ്റിയൊക്കെ വിസ്തരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അത് വാഴൂർ ആശ്രമത്തിൽ നടക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഭാഗവത ഹൃദയമല്ല, എൻ്റെ പേരിപ്പം കിട്ടുന്നില്ല. വലിയൊരു പുസ്തകമാണ്. ഇതിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ അത് ഒരു അമ്മയാണത് വ്യാഖ്യാനിച്ചത്. രസം. അതൊരു ഉത്തരേന്ത്യയിലുള്ളൊരു സ്വാമിജിയാണ് ഇങ്ങനെ താത്വികമായിട്ട് ഓരോ കഥയെയും അദ്ദേഹം വിവരിക്കുന്നത്. അത് കേരളത്തിലുള്ള ഒരു അമ്മ അത് മലയാളത്തിൽ വ്യാഖ്യാനിച്ചു. വലിയൊരു പുസ്തകമാണ്. അതിപ്പോഴും അവർ ഇറക്കണുണ്ട്. ഇപ്പം കിട്ടാണ്ടോ നിശ്ചയില്ല. ഇടക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിനൊന്നും ആവശ്യക്കാരില്ല. പിന്നെ അങ്ങനെ പല പുസ്തകങ്ങളും നിർത്തിയിട്ടുണ്ട്. കാരണം ഇതിനൊന്നും വലിയ ആവശ്യക്കാരൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട്. കാരണം അങ്ങനെയൊന്നും അറിയണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല. പക്ഷെ അങ്ങനെ ആ രീതിയിൽ നോക്കിക്കാണാൻ സാധിക്കും ഈ ഒരു കഥയൊക്കെ. അല്ലെങ്കിൽ ഈ കഥയ്ക്കൊന്നും വലിയ അർത്ഥമുണ്ട് തോന്നില്ല എന്നാണ്. അങ്ങനെയുള്ളൊരു കഥ വർണ്ണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആ വൈവസ്വത മനുവിൻ്റെ മറ്റ് കഥകൾ വർണ്ണിച്ചു വരുമ്പോഴാണ് സുകന്യയുടെ കഥ, ച്യവനൻ്റെ കഥ. ച്യവനൻ എന്ന് പറഞ്ഞാൽ വീണവൻ എന്നർത്ഥം. എന്താണ് ച്യവനം എന്ന് പറഞ്ഞാൽ? ച്യുതി വന്നവൻ എന്നാണ്, വീണുപോയവൻ എന്നാണ് അർത്ഥം. ആ വീഴ്ചയിൽ നിന്ന് അയാളെ രക്ഷിച്ചതാരാ ചോദിച്ചാൽ സുകന്യ ആണ്. അയാളുടെ ഭാര്യ സുകന്യ. സുകന്യ പറഞ്ഞാൽ നല്ല കുട്ടി എന്നാണ്. നല്ല സ്ത്രീ, നല്ല സ്വഭാവമുള്ളവൾ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സ് എന്നാണ് അത്ര താല്പര്യം. എന്താണ് വീഴ്ചയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്? നല്ല മനസ്സാണ്, ധാർമ്മികമായ മനസ്സാണ്, ന്യായം നീതി അതിനോട് ചേർന്ന മനസ്സാണ്. അതിൻ്റെ ആ ഒരു സഹകരണം കൊണ്ടാണ് ച്യുതി വന്നുപോയ ജീവൻ, അധപ്പതനം വന്ന ജീവൻ ശുദ്ധാവണത്, നേരെയാവണത് എങ്ങനെയാണ്? നല്ല ബുദ്ധി ഉണ്ടാകുമ്പോഴാണ്, സദ്ബുദ്ധി ഉണ്ടാകുമ്പോഴാണെന്നാണ് ആ കഥയുടെ താല്പര്യം. ഇതിനപ്പോൾ ഇങ്ങനെ മറ്റേ കഥയൊക്കെ കുറേ കേട്ടില്ലേ? നമ്മളെ 10 പ്രാവശ്യം പറഞ്ഞു. ഇനിയിപ്പോൾ ആ കഥ തന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ താല്പര്യം പറയാത്തൊരു ഭാഗം പറയണം. അതാണ് ആ ച്യവനൻ്റെ കഥയുടെ താല്പര്യം. പിന്നീട് ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ അതിൽ മറ്റ് രാജാക്കന്മാരുടെ കഥയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കഥ വർണ്ണിച്ച് വരുമ്പോൾ നഭകൻ്റെ കഥ, നാഭാഗൻ്റെ കഥ, അംബരീഷൻ്റെ കഥ അതൊക്കെ വളരെ പ്രസിദ്ധമാണ്. നാഭാഗാദ് അംബരീഷോ ഭൂൻ മഹാഭാഗവതകൃതി. നാഭാഗൻ്റെ മകനാണ് അംബരീഷൻ. വലിയ ഭാഗവതനാണ് അംബരീഷൻ. നാഭാഗൻ അയാൾക്ക് പേര് വരാൻ കാരണം ഭാഗം കിട്ടാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നഭകൻ്റെ മകനായതുകൊണ്ട് നാഭാഗൻ എന്ന് പറയൂട്ടോ. എന്നാലും അർത്ഥം ചിലർക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. അദ്ദേഹം പഠിപ്പ് കഴിഞ്ഞ് വരുമ്പം സ്വന്തക്കാരൊക്കെ, ബന്ധുക്കളൊക്കെ, തൻ്റെ സഹോദരന്മാർ ഭാഗം വെപ്പ് കഴിഞ്ഞു. ഇദ്ദേഹത്തിനൊന്നും കൊടുത്തില്ല. അവരൊക്കെ കുറച്ച് ആർത്തിയുള്ളവരാണെന്ന് കൂട്ടിക്കോളും. ഇദ്ദേഹം എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഭാഗമൊന്നുമില്ല. എനിക്കെന്താ വെച്ചത്? സഹോദരന്മാരെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചത് അച്ഛനെയാണ്. അതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കഷ്ണം മുറിക്കണോ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആര് വന്നത്? സഹോദരൻ വന്നത്. നേരെ അയാളുടെ തലയ്ക്ക് കെട്ടിവെച്ചു. പക്ഷെ അദ്ദേഹം പിന്നെ സ്നേഹത്തിനും
മനുഷ്യത്വത്തിനൊക്കെയാണ് വില കൽപ്പിച്ചത്, കാശിനും സ്വത്തിനും അല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു ദുഃഖമായിട്ടോ തന്നെ സഹോദരന്മാർ പറ്റിച്ചു എന്നോ അദ്ദേഹത്തിന് തോന്നിയില്ല. അച്ഛനെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അച്ഛൻ ഇദ്ദേഹത്തിന് ശുദ്ധ മനസ്സ് കണ്ടപ്പം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കണ്ട, നീ കാട്ടിലേക്ക് പോയിക്കോളൂ. ഇപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അവിടെ പോയി എന്താ ലാഭം വെച്ചാൽ നമുക്കിപ്പോൾ കഴിഞ്ഞുകൂടാൻ ഒരു വകയില്ല, ഒന്നുമില്ല കയ്യിൽ. അവിടെ ഇരിക്കുകയാണെങ്കിൽ എന്താ ഗുണം വെച്ചാൽ ഇടയ്ക്ക് ബ്രാഹ്മണരൊക്കെ വന്ന് യാഗം ചെയ്യും. യാഗം ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകുമ്പോൾ എല്ലാ സാധനവും എടുത്തോളന്നില്ല. പണ്ടത്തെ ബ്രാഹ്മണരല്ലേ, വലിയ ആർത്തിയൊന്നുമില്ല, എന്താ വെച്ചാൽ ഇപ്പോഴത്തൊന്നും അങ്ങനെയല്ലേ, പണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവർ കിട്ടിയത് കൊണ്ടുപോകും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ എടുത്തിട്ടില്ല എന്നും വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിഷമമില്ലാണ്ട് കഴിയാം, എന്തെങ്കിലും ലേശമൊക്കെ കിട്ടിയാൽ അങ്ങനെ കഴിഞ്ഞു കൂടാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം ശരിയാണല്ലോ തോന്നി. അങ്ങനെ മകൻ നാഭാഗൻ ആ കാട്ടിൽ പോയി അങ്ങനെ ഇരുന്നു. കുറച്ച് ബ്രാഹ്മണർ വന്നു, യാഗം ചെയ്തു. അതിനിടയ്ക്ക് വെച്ച് പെട്ടെന്ന് അവർക്കൊരു മന്ത്രം തോന്നണില്ല, കിട്ടണില്ല. അവർ പരസ്പരം അങ്ങനെ ചോദിക്കുന്നു, ആർക്കും ഈ മന്ത്രം ഓർമ്മ വരണില്ല. അതങ്ങോട്ട് ചെല്ലിയില്ലെങ്കിൽ നേരാവണ്ണം ഈ യാഗം പൂർത്തിയാകില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത് പരിചയമുണ്ട്, ഈ മന്ത്രം ആർക്കറിയാം, നാഭാഗനറിയാം, ഇപ്പം പഠിപ്പ് കഴിഞ്ഞ് വന്നതല്ലേ. പക്ഷെ അത് എങ്ങനെയപ്പം ഇവിടെ പറയുക? കാരണം ഈ വിദ്വാൻമാരെടുത്ത് വന്നിട്ട് താനാണെച്ചാൽ അത്ര കേമനല്ല, വർണ്ണത്തിൽ താഴ്ന്നവനാണ്. അപ്പം അതുകൊണ്ട് താൻ ക്ഷത്രിയനല്ലേ, താൻ ഇനി അവിടെ പോയി പറഞ്ഞാൽ ഇവർക്കത് ഇഷ്ടാവും. അപ്പോൾ ഒരു സംശയമുണ്ട്. എന്നാലും കുറച്ച് ലജ്ജയോടുകൂടി അടുത്ത് വന്ന് അദ്ദേഹം വളരെ മാന്യമായിട്ട് വിനയത്തോടെ എന്ത് പറഞ്ഞു, ഈ ഒരു മന്ത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അതെങ്ങാനും ആണോ നിങ്ങൾ തന്നെ ഈ നിശ്ചല്യം ഇട്ടോ താൻ അതാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പം അവർക്കത് ഇഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് പറയായിരുന്നു, നിങ്ങളൊക്കെ കുടുങ്ങിയിരുന്നില്ലേ, ഞാൻ പറഞ്ഞിരുന്നോ മന്ത്രയ്ക്ക് നിശ്ചയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അവർ കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഇയാളുടെ ഈ ഭാവം മട്ടും കണ്ടപ്പോൾ മനസ്സിലായി ഇത് ശുദ്ധന. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരാ ബാക്കി സംഭാരങ്ങളൊക്കെ താൻ എടുത്തോളും, ഞങ്ങൾക്കതിൻ്റെ അവകാശമൊന്നുമില്ല. കാരണം ഇതിപ്പം മുടക്കല്ലാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞത് താൻ കാരണം. അതുകൊണ്ട് ഈ യാഗത്തിൻ്റെ സംഭാരമൊക്കെ താൻ എടുത്തോളൂ, ബാക്കി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു, സ്വർണ്ണത്തിൻ്റെ പാത്രം ഉണ്ട് പലതുണ്ട്, അതൊക്കെ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ച് അവർ പോയി. ഇയാൾ എടുക്കാൻ പുറപ്പെട്ടപ്പോൾ അവിടെ ഒരു രൂപം, ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്, ചോദിക്കാണ്ട് എടുക്കരുത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റും. അച്ഛനോട് ചോദിക്കുക സംശയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ ഞാൻ എടുക്കാൻ പുറപ്പെട്ടപ്പം ഇങ്ങനെ രൂപം കണ്ടു അയാളുടെ എന്ന് പറയുന്നുണ്ട്, എന്തു ചെയ്യും? അച്ഛൻ ചോദിച്ചു, എങ്ങനെയാണ് കാണാൻ? അങ്ങനെ ഇപ്പം ഈ വസ്തുക്കളൊക്കെ തൻ്റെന്ന് പറയാൻ ഇപ്പോൾ ആരാളുള്ളത്? അപ്പം വിസ്തരിച്ച് വർണ്ണിച്ചു കൊടുത്തു. കാണാൻ എങ്ങനെയാണ് ചോദിച്ചാൽ വെള്ളി നിറാണ്, ഭസ്മം തേച്ചിട്ടുണ്ട്, നെറ്റിയിൽ ആദ്യം കരുതി പൊട്ടാണ്, പിന്നെ നോക്കിയപ്പോൾ അല്ല കണ്ണ, മുടിയൊക്കെ ഒതുക്കി വെച്ചത് ആദ്യം കരുതി വല്ല ക്ലിപ്പോ സ്ലൈഡോ ഒക്കെയാണ്, അല്ല ചന്ദ്രകലയാണ്. കഴുത്തിലുള്ളതെന്താ, അത് പാമ്പാണ്. ആനത്തോലോ പുലിത്തോലോ എന്തോ ലേശം അങ്ങനെ എടുത്തിട്ടുണ്ട്. കയ്യിൽ ശൂലമാണ്. അച്ഛനെ മനസ്സിലായി അത് പരമശിവനാണ്. ആർക്കും ദർശനം തന്നെ കൊടുക്കാറില്ല. അദ്ദേഹത്തിന് ആരെയും കാണുന്നത് വലിയ താല്പര്യമില്ല. അധികം ആളില്ലാത്ത ദിക്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുക പതിവ്. ഇതിപ്പം നിന്നെ കണ്ടപ്പോൾ ഒന്ന് കാണണം തോന്നിച്ചാൽ നിൻ്റെ ആ ഗുണം കണ്ടിട്ടാവും, നിഷ്കളങ്ക മനസ്സ് കണ്ടിട്ടാണ്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഇതൊക്കെ ആരുടെയാണ്? ഈശാവാസ്യമിതം സർവം, ഇതൊക്കെ ഈശ്വരൻ്റെ അല്ലേ, നമ്മുടേതായിട്ട് ഒന്നുമില്ല എന്ന് കേട്ടതും താൻ തെറ്റു ചെയ്തല്ലോ എന്നുള്ള വിഷമത്തിൽ അദ്ദേഹം ഓടി വന്ന് ആ പരമശിവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, പറ്റിപ്പോയി, അറിയാണ്ട ഞാൻ അങ്ങയോട് ലേശം ഒന്ന് മോശമായിട്ട് പെരുമാറിയില്ലേ, എൻ്റെയാന്ന് പറഞ്ഞില്ലേ, ആ പറയുടെ വലിയ തെറ്റാ, എന്താണ് എൻ്റെയാണ് ഓക്കെ അങ്ങനെ പറയാ, ഒക്കെ എൻ്റെന്ന് പറയും. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എൻ്റെ അമ്മയെ പറയും, രണ്ട് മക്കളും. വലുതായ നിൻ്റെ അമ്മയാണ് നിൻ്റെ അമ്മ നോക്കാൻ വയ്യ. ഇങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു സ്വഭാവം, അങ്ങനെയാണ്. തുടക്കത്തിലൊക്കെ എൻ്റെ ഉണ്ടാവും, തമ്മിൽ മത്സരം. എൻ്റെ എന്നുള്ളത് പറയുന്നത് ഭഗവാന്റെ എന്നാണ് പറയേണ്ടത്. പക്ഷേ എൻ്റെ എന്നുള്ളത് ഉണ്ടായില്ലേ, അത് പാടില്ല. അതാണ് പറഞ്ഞു. ഈശാവാസ്യം പരമശിവ അങ്ങയുടെയാണ് കേട്ടോ, പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഏയ് നിനക്കൊന്നും പറ്റിയില്ല, നീ അബദ്ധമൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ നീ എടുത്തോളൂ കേട്ടോ, നിൻ്റെ അച്ഛൻ ധർമ്മിഷ്ഠനാണ്, നീ സത്യസന്ധനാണ്, അച്ഛൻ്റെ സ്വഭാവം കിട്ടിയത് നിനക്കാ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച്, ഈ സംഭാരങ്ങൾ മാത്രമല്ല എൻ്റെ വകയും കൂടി കുറച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പരമശിവൻ കുറച്ച് അധികം അവർക്ക് കൊടുത്തു. അതുകൊണ്ട് ആ വംശം സമ്പന്നരായിട്ട് മാറി. പറ്റിക്കുകയുണ്ടായത് കുടുംബക്കാർ. എന്നിട്ടോ ഭഗവാൻ രക്ഷിക്കാനുണ്ടെങ്കിൽ ആര് കൂട്ടിയാലും കൂടില്ല, പറ്റിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ അവരെങ്ങനെയായാലും രക്ഷപ്പെടുന്നു കാണിക്കണം. പിന്നീട് ആ സഹോദരന്മാരുടെ കഥയൊന്നും വർണ്ണിക്കണില്ല. അവരിപ്പോൾ എവിടെയാണ് ഭരിക്കണു, എന്താ കഥ ഒന്നും നിശ്ചയില്ല. പിന്നെന്താ ഉണ്ടായിച്ച ഇയാളുടെ മകൻ, അയാളാണ് പിന്നെ രാജ്യം മുഴുവൻ ഭരിച്ചത്. ആ വലിയ രാജ്യം ആരുടെ കയ്യിലാണ്? അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതീം മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വ വിഭവം ചാതുലം ഭുവി. അംബരീഷൻ വലിയ ഭക്തനാണ്, കേമനാണ്.
എങ്ങനെയാണ് ഇപ്പം ഗൃഹസ്ഥധർമ്മവും ഭക്തിയും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പറ്റും. അതിനുള്ള തെളിവാണ് ആര്? അംബരീഷൻ. ഭജനമുണ്ട്, ഭരണവുമുണ്ട്. രണ്ടും സാധിച്ചിട്ട് പറ്റില്ല കേട്ടോ. ഭജനം ഉണ്ടെങ്കിൽ ഭരണം പറ്റില്ല, ഭരണം ഉണ്ടെങ്കിൽ ഭജനം പറ്റില്ല. അല്ലല്ല, രണ്ടും പറ്റും. അത് ആദ്യമൊക്കെ നമുക്കും തോന്നും കർപ്പൂരം ഒഴിയലും മണി കളിക്കലും രണ്ടും കൂടി പറ്റില്ല തോന്നും. ആദ്യം പ്രയാസമാണ്. കുറച്ച് കാലത്തെ അഭ്യാസം കൊണ്ട് എന്ത് പറ്റും? ഇത് രണ്ട് കൈ ഒരുപോലെ ആവുകയെ, അങ്ങനെ വയ്യ. ഒരു കൈ കൊണ്ട് മണി കളിക്കുന്നു, മറ്റേ കൈ കൊണ്ട്. അത് ശീലം കൊണ്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് ചോദിച്ചാൽ ശീലം കൊണ്ടാണ്, അഭ്യാസം കൊണ്ട് അത് സാധിക്കും. ഇതുപോലെ ഭജനവും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു പ്രയാസവുമില്ല. അഭ്യാസം കൊണ്ട് അത് സാധിക്കുന്ന കാണിച്ചു തരികയാണ് ആരും. അതാണ് ഈ അംബരീഷൻ്റെ കഥ തന്നെ. ആ അംബരീഷൻ വലിയ യോഗ്യനാണ്. ധാരാളം സമ്പത്തുണ്ടെങ്കിൽ പോലും ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ലേശം പോലും ബാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് തൻ്റെയും തോന്നിയിട്ടില്ല. അത് തോന്നുമ്പോൾ വലിയ കുഴപ്പമുള്ളൂ. തനിക്ക് തൻ്റെ എന്നുള്ള വിചാരമില്ല. ഈ സമ്പത്ത് ഒക്കെ ഭഗവാന്റെ താൻ നോക്കി നടത്തണം എന്നുള്ള വിചാരം മാത്രമാണ് അദ്ദേഹത്തിന്. സവൈമന കൃഷ്ണപദ അരവിന്ദയോഹോ, എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാനിൽ തന്നെയാണ്. വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനി, നാം എപ്പോഴും ഈശ്വര വിഷയങ്ങൾ മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും നാമം ജപിക്കുക എന്നർത്ഥമല്ല. അങ്ങനെ രാജാവ് എപ്പോഴും നാമം ജപിച്ചിരുന്നാൽ പറ്റുമോ? അത് പറ്റില്ല. അപ്പം രാജാവ് രാജ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്താണ്? അത് ഈശ്വര പൂജ എന്നുള്ള മട്ടില്ല. താൻ ശാസിക്കുന്നതും താൻ നേരെ ഈ പ്രജകളെ നടത്തുന്നതൊക്കെ ഈശ്വരധർമ്മമാണ്. ഈശ്വരൻ സന്തോഷിക്കട്ടെ, ഭഗവാൻ സന്തോഷിക്കട്ടെ, തൻ്റെ ധർമ്മമാണത്, അത് ഈശ്വര പൂജ അങ്ങനെ ചെയ്തു. അതാണ് താല്പര്യം. അല്ലാണ്ട് എപ്പോഴും നാരായണ നാരായണ ജപിച്ചിരുന്നാൽ മതിയോ? രാജാവ് അത് വയ്ക്കും, പണിയെടുക്കാണ്ട് അങ്ങനെ അത് ശരിയാവില്ല. തൻ്റെ ധർമ്മമൊക്കെ ഈശ്വരാർപ്പണമായിട്ട് അദ്ദേഹം ചെയ്തു. കരൗഹരേർ മന്ദിരമാർജനാദിഷു, കൈകളെ കൊണ്ട് അവിടെയുള്ള അമ്പലമൊക്കെ വൃത്തിയാക്കും അദ്ദേഹം. മന്ദിരമാർജനാദിഷു, അടിച്ചു വരാം. മാർജനം എന്ന് പറഞ്ഞാൽ അടിച്ചു വരാം. അവിടെയൊക്കെ പണിക്കാരുണ്ട് കുറേ, പക്ഷേ അദ്ദേഹം തന്നെ ചെയ്യാം. ചില അമ്പലങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ ഉണ്ട്. അവിടുത്തെ രാജാവാണ് അടിച്ചു വരിക. വലിയ വലിയ അമ്പലങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില നിയമങ്ങൾ കാണാം. ഹരേർ മന്ദിരമാർജനാദിഷു എന്നാണ്. ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ. ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ടും അദ്ദേഹം ഈശ്വര കഥകൾ കേൾക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു. മുകുന്ദലിംഗാലയ ദർശനേ ദൃശവും, എപ്പോഴും ഭഗവത് സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടിരുന്നത്. എന്ത് കാണുമ്പോഴും എങ്ങോട്ട് പോകും? മനസ്സ് ഭഗവാനിലേക്ക് പോകും. ഒരു ശബ്ദം കേട്ടാൽ ഭഗവാന്റെ ഓടക്കുഴൽനാഥാണ് ഓർമ്മ വരിക. എന്ത് കേട്ടാലും. ഇനിയൊരു കാഴ്ച, കാർമേഘം കണ്ടാൽ ഭഗവാന്റെ ചുരുണ്ട മുടി ഓർമ്മ വരും. മഞ്ഞപ്പൂക്കൾ കണ്ടാൽ ഭഗവാന്റെ പീതാംബരം ഓർമ്മ വരും. ഇങ്ങനെ കാക്കൈ ചിറകിനിലേ നന്ദലാല, നിന്ദ്രൻ കരിയ നിറം തോന്നൃതയേ നന്ദലാല. ഭാരതിയാർ പാടിയതാ. കാക്കയെ കണ്ടപ്പോൾ അയാൾക്ക് കൃഷ്ണനെ ഓർമ്മ വന്നു. നമുക്ക് കാക്കയെ കാണുമ്പോൾ പോ കാക്കയെ, നമുക്കതാ ഓർമ്മ വരിക. എൻ്റെ കാക്കയെ കണ്ടു, നമ്മളിത് കാണാറുണ്ട്. വളരെ സപ്താഹം കണ്ടേ കാക്ക അങ്ങനെ വന്നിരുന്ന എല്ലാ ഭക്തന്മാരും കൂടി ഒരുമിച്ച് ആരാ ആദ്യം എന്നുള്ള ഉത്സാഹം. അപ്പം അവിടെ ഇരുന്നോട്ടെ, ഭഗവാന്റെ നിറല്ലേ അത് തോന്നണില്ല. അദ്ദേഹത്തിന് അങ്ങനെയല്ല, അത് ഭഗവാന്റെ നിറല്ലേ. ഇങ്ങനെ എന്ത് കാണുമ്പോഴും ശ്രീമത് തുളസിയാരസനാം തദർപ്പിതേ, ഭഗവാൻ അർപ്പിക്കാണ്ട്, തുളസി അർപ്പിക്കാണ്ട് അദ്ദേഹം ഒരിറ്റു വെള്ളം കുടിക്കില്ല. അങ്ങനെയൊക്കെ ചില നിയമങ്ങൾ ആവശ്യമാണ്. ഭഗവാന് കൊടുക്കാണ്ട് ഞാൻ കഴിക്കില്ല തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് ഈ കഴിക്കൽ ആദ്യം തുടങ്ങിയ ശേഷമാണ് ഒക്കെ അബദ്ധമായത്. ശ്രദ്ധിച്ചാൽ മനസ്സിലായി. പണ്ടൊന്നും അങ്ങനെയില്ല. പണ്ടൊക്കെ കുളിക്കാണ്ട് അടുക്കളയിൽ കയറില്ല. അങ്ങനെയൊക്കെ ഇതൊക്കെ അങ്ങോട്ട് മാറിയതിന് ശേഷമാണ് രാവിലെ നീറ്റ പല്ലേക്കാണ്ട് തന്നെ കാപ്പി കുടിക്കാൻ തുടങ്ങി അന്ന് മുതലാണ് ഒക്കെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഒക്കെ പോയി. പിന്നെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ പോയത് തിരിച്ച് കിട്ടില്ല. അത് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നതൊക്കെ. അദ്ദേഹം അങ്ങനെയല്ല. ഭഗവാന് കൊടുക്കാണ്ട് ഒരിറ്റു വെള്ളം, അപ്പം പല്ലേക്കാണ്ട് ഭഗവാന് തുളസി സമർപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് പല്ല് തേക്കും? കുളിക്കാണ്ട് പറ്റും. അപ്പം കുളിക്കും. അവനവൻ്റെ കാപ്പി കുടിക്കണം ചെതില്ലാണ്ട് പറ്റില്ല കാണുമ്പോൾ ചെയ്യും. അതുകൊണ്ടാണ് അധികം വിവരമുള്ളവരൊക്കെ പറയും എന്താ നിഷ്ഠയോടെ ചെയ്യണം വെച്ചാൽ ചായ കഴിക്കണതിൻ്റെ മുന്നേ ആ ശ്ലോകം ചൊല്ലുക വിചാരിക്കുക. എന്താണ്? ഇനി ചായ എന്തായാലും നമ്മൾ മുടക്കില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ഇട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? ഇത് ശ്രദ്ധിക്കാണ്ടിരിക്കുമോ? ശ്രദ്ധിക്കാണ്ടിരിക്കില്ല. ഭഗവാന് കൊടുത്തിട്ട് കഴിക്കുക എന്ന് പറയുമ്പം നമ്മളത് മറന്നു പോവില്ല. അദ്ദേഹം അങ്ങനെയായിരുന്നു. പാദോ ഹരേ ക്ഷേത്ര പദാനുസർപ്പണേ. അങ്ങനെ അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. അദ്ദേഹത്തിന് വലിയൊരു മോഹം എന്താ വെച്ചാൽ ദ്വാദശി വ്രതം അനുഷ്ഠിക്കണം എന്നൊരു മോഹം. നല്ല മോഹമാണ്, വേറെ മോഹമൊന്നുമില്ല അദ്ദേഹത്തിന്. ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി ഒന്ന് ദ്വാദശി വ്രതം അനുഷ്ഠിക്കണം. തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഇങ്ങനെ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഐശ്വര്യമൊക്കെ ഉണ്ടായതിന് ഭഗവാനോട് ഒന്ന് നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ നന്ദി പറയലാണ് എന്ത്? സമർപ്പിക്കൽ, വ്രതം അനുഷ്ഠിക്കലൊക്കെ. അപ്പോൾ അദ്ദേഹം അതങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുകയാണ്. ഭഗവാന് തോന്നി എന്നാൽ പിന്നെ അത് സാധിപ്പിക്കണ്ടേ, ഭക്തൻ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ എന്ന് കരുതി ഭഗവാൻ ഭരണം ഏറ്റെടുത്തു. ഭരിക്കുന്നത് ഇപ്പോൾ ആരാ? സുദർശനം.
ഭഗവാന്റെ കയ്യിലുള്ള ആളാണ് സുദർശനം. ആ സുദർശനാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അവിടെ ഒരു മന്ത്രിയായിട്ട് കൂടിയിട്ടുണ്ട് പാര് സുദർശനം. ഒരു ബ്രാഹ്മണനായിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. ഇയാളുടെ രീതി സമ്പ്രദായമൊക്കെ കണ്ടപ്പം അയാളെ പിടിച്ച് മന്ത്രിയാക്കി, പിന്നെ പ്രധാനമന്ത്രിയാക്കി. നല്ലൊരു മന്ത്രി ഉണ്ടെങ്കിൽ രാജാവിന് വല്ല പണിയുണ്ടോ? അപ്പോൾ രാജാവിന് തോന്നി ഇയാളെ അങ്ങോട്ട് 2 കൊല്ലത്തേക്ക് ഏൽപ്പിച്ചാലോ, എന്ത് രാജ്യം, തനിക്ക് ലീവ് കൊടുത്തിട്ട് സത്താത്തിന് പോവല്ല, ലീവ് കൊടുത്തിട്ട് തനിക്ക് എന്ത് ചെയ്യാം, ദ്വാദശി വ്രതം അനുഷ്ഠിക്കാലോ എന്ന് കരുതി അദ്ദേഹം ആ മന്ത്രിയെ അവിടെ ഏൽപ്പിച്ച് ദ്വാദശി വ്രതം അനുഷ്ഠിക്കാനായിട്ട് കാട്ടിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങി. ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു, ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്, ദ്വാദശി വ്രതം 1 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്, ഞാൻ അങ്ങോട്ട് പോയാലോ ചോദിച്ചു. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ആ ആ ആ എന്നാൽ ഈ പത്നി അങ്ങനെയല്ല, നല്ല കാര്യം, ഞാനും കുറച്ച് കാലമായി ആലോചിക്കുന്നു, ഞാനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് മഹിഷ്യ തുല്യശീലയ, അദ്ദേഹത്തിനോട് ചേർന്ന പത്നിയാണ്. അതുകൊണ്ട് അവളും കൂടെ അങ്ങോട്ട് വന്നു. പൂ പറിക്കണതൊക്കെ അവളാണ്, മാല കെട്ടിക്കൊടുക്കും, ചന്ദനം അരച്ചു കൊടുക്കും, ഇങ്ങനെ സാളഗ്രാമ പൂജ, ഭഗവാൻ അഭിഷേകം, സഹസ്രനാമം ജപിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ഭംഗിയിൽ ആ ദ്വാദശി വ്രതം അങ്ങനെ 1 കൊല്ലക്കാലം കഴിയാറായി. ഇതിൻ്റെ അവസാനത്തിൽ കുറച്ച് സജ്ജനങ്ങളൊക്കെ അവിടെ വന്നു. അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വേണ്ടേ കഴിക്കാൻ. അങ്ങനെ വെച്ചാൽ ഒന്നുകൂടി വിശേഷമായി, നന്നായി, ആരെയും കൊടുത്ത് കഴിക്കാൻ പറ്റിച്ച വലിയ കാര്യമാണ്. അതിനൊന്നും കൂടി ഒരു സന്തോഷവും തൃപ്തിയും പുണ്യമൊക്കെ കൂടും. അങ്ങനെ സജ്ജനങ്ങൾക്ക് കൊടുത്തിട്ട് അദ്ദേഹം കഴിക്കാൻ പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുമ്പോഴാണ് അവിടേക്ക് സാക്ഷാത് ദുർവാസ ഭഗവാനഭൂത്, സാക്ഷാൽ ദുർവാസാവ് മഹർഷി വന്നു. മഹർഷി വന്നപ്പോൾ അദ്ദേഹം ഞെട്ടിയോ? സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. ദുർവാസ ഭഗവാൻ അഭൂത്, ദുർവാസാവിനെ പറഞ്ഞത് ഭഗവാൻ എന്നാണ് പറഞ്ഞത്. അത് മോശമെന്ന് വിചാരിക്കേണ്ടെന്ന് അർത്ഥം, ഭഗവാൻ തന്നെയാണ്. ആ ദുർവാസാവ് വരുമ്പോൾ അദ്ദേഹം കണക്കാക്കി എന്താ, ഭഗവാൻ വരുന്നു, എൻ്റെ ഈ വ്രതം ആരെ ഏറ്റെടുത്തു? ഗുരുവായൂരപ്പൻ ഏറ്റെടുത്തു. ശിവാംശമായ ഗുരുവായൂരപ്പൻ്റെ ആളാണ് ആര്? ആ ദുർവാസാവ്. അദ്ദേഹം തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ വ്രതം ആർക്ക് ഇഷ്ടമായിട്ടുണ്ട്? ഭഗവാൻ ഇഷ്ടമായിട്ടുണ്ടെന്ന് അദ്ദേഹം കണക്കാക്കി. അങ്ങനെ ആ ദുർവാസാവ് വന്ന സ്ഥിതിക്ക് ഒരു മഹാബ്രാഹ്മണൻ തൻ്റെ വീട്ടിലേക്ക് വന്നാൽ അയാൾക്ക് കൊടുക്കാണ്ട് കഴിക്കുന്നത് ശരിയാണോ? ശരിയാണ്. താൻ കഴിക്കുക വേണ്ടത് പാരണയുടെ സമയമായി. പാരണ പറഞ്ഞാൽ വ്രതാന്ത ഭോജനം, ഈ വ്രതം കണ്ട് മുഴുവിപ്പിക്കുക, അങ്ങനെ ഉണ്ടല്ലോ, ഇത് തീർക്കണ്ടേ. അപ്പോൾ അതിൻ്റെ സമയമാണ്. അതൊരാൾ അതിഥിയായിട്ട് വരുമ്പം അയാൾക്ക് കൊടുക്കാണ്ട് കഴിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാണ്ട് കഴിച്ചാൽ ശരിയല്ല. അതിഥിയായിട്ട് വന്നിട്ട് കഴിച്ചാൽ കൊടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വേഗം കഴിച്ചില്ലെങ്കിൽ സമയം കഴിയും. ഇപ്പം മുഹൂർത്തം തെറ്റിച്ചു എന്നാവും. പാരണ ചെയ്താലും വേണ്ടത്ര ഫലം അങ്ങോട്ട് ഉണ്ടാവണമെന്നില്ല. ആ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വളരെ വിനയത്തോടെ പറഞ്ഞു, മഹർഷേ, പാരണ ചെയ്യേണ്ട സമയമായി, അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യും, അങ്ങക്ക് തരാണ്ട കഴിക്കണത് ശരിയല്ല, അങ്ങ് വേഗം ഒന്ന് പോയി കാലും കയ്യൊക്കെ ഒന്ന് കഴുകി വരുമോ, അങ്ങ് തന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ കഴിക്കാൻ വിചാരിക്കുകയാണെന്ന് പറഞ്ഞു. മഹർഷി നല്ലോണം നോക്കി. മഹർഷിയോട് ഇന്ന് വരെ ആരും ഇങ്ങനെ പറഞ്ഞില്ല, എന്ത് വേഗം കയ്യും കാലും കഴുകി വരാൻ. അങ്ങനെയൊന്നും ഒന്ന് വരെ ഉണ്ടായില്ല. എന്നോട് ഇങ്ങോട്ട് കൽപ്പിക്കുക, രാജാവാന്ന് കരുതി കൽപ്പിക്കുക. നോക്കട്ടെ, ഞാൻ ദീർഘയാത്ര കഴിഞ്ഞിട്ടാണ് വരേണ്ടത്, എനിക്ക് കാലും കൈയും കഴിക്കാൻ മതിയാവില്ല, ഒന്ന് കുളിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞ് അദ്ദേഹം കുഴമ്പൊക്കെ ആയിട്ടാണ് പോയത്. ഇനി അത് ഉണങ്ങണം, തേച്ചുണങ്ങി, പിന്നെ അത് സോപ്പും ചകിരി ഉപയോഗിക്കണം. ഇതൊക്കെ ആകുമ്പോഴേക്ക് എത്ര നേരെടുക്കും. ഇവിടെ സമയം അങ്ങനെ പോവുകയാണ്. ബുദ്ധിമുട്ടായി രാജാവിന്. ഒരു നിഷ്ഠയോടുകൂടിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് സമയമൊക്കെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ വലിയ വിഷയമാണ്. നിഷ്ഠയൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പോൾ എന്തായാലും രോഗമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അത് വലിയ അവർക്കൊരു വിഷമമാണ്. അത് വേണ്ട പോലെ ആവണ്ടേ. അദ്ദേഹം കൂടെ ഇരിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു, കുറച്ച് ബ്രാഹ്മണരൊക്കെ ഇരിക്കുന്നുണ്ടേ, ഇങ്ങനൊരു വിഷയം വന്നു, എന്താപ്പോൾ ഞാൻ ചെയ്യുക? 1 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്, അത് പാരണ ചെയ്യേണ്ട സമയമായി. മഹർഷി വന്നു, അദ്ദേഹത്തിന് കൊടുക്കാണ്ട കഴിച്ചാൽ അത് ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അത് കഴിക്കാണ്ടിരുന്നാൽ അതും ശരിയല്ല, എന്താപ്പോൾ ചെയ്യേണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ രാജാവേ, ശേഷം തീർത്തെടുത്ത് കുടിച്ചോളൂ. തീർത്ഥാകുമ്പോൾ എന്താ വെച്ചാൽ അത് ഭക്ഷണമാണോ ചോദിച്ചാൽ ആണ്, അല്ലേ ചോദിച്ചാൽ അല്ല, അല്ലേ ചോദിച്ചാൽ ആണ്, ആണോ ചോദിച്ചാൽ അല്ല, അങ്ങനെ ആ കൂട്ടത്തിൽ പെട്ടതാണെന്ത് തീർത്ഥം. അപ്പോൾ അങ്ങ് പാരണ ചെയ്തു എന്നുമായി, മഹർഷിക്ക് കൊടുക്കാണ്ട കഴിച്ചു എന്നാവില്ല. അതുകൊണ്ട് അങ്ങ് ലേശം തീർത്തെടുത്ത് കുടിച്ചോളൂ. അങ്ങനെ തീർത്ഥം കുടിച്ചിട്ടും പാരണ വീട് അങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു പക്ഷമുണ്ട്. പിന്നെ മഹർഷി വന്നാൽ ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, അത് പേടിയുണ്ട്. അതാണ്, മഹർഷിക്ക് അങ്ങനെയൊന്നും ഇല്ല, ദുർവാസാവിന്. പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ രാജാവിന് തോന്നി പറഞ്ഞത് ശരിയാണല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ അത് നോക്കാം എന്ന് കരുതി ലേശം തീർത്ഥം അങ്ങോട്ട് സേവിച്ച് തൻ്റെ പാരണ ചെയ്തു. ആ തീർത്ഥം സേവിച്ച് കൈ കഴുകുമ്പോഴാണ് ആര് വരുന്നത്? ദുർവാസാവ് കയറി വരും. ദുർവാസാവ് കരുതി എന്തോ ചപ്പാത്തി കഴിച്ച് കൈ കഴുകാൻ വിചാരിച്ചു. കൈ തീർത്ഥം സേവിച്ചാലും കൈ കഴുകുകയും, പക്ഷെ ഇദ്ദേഹം വിചാരിച്ചു എന്തോ കാര്യമായിട്ട് ശാപ്പിട്ടിട്ടാണ് കൈ കഴുകണതെന്ന് കരുതി ഇദ്ദേഹം താൻ എന്നെ എച്ചിൽ തീറ്റിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണോ എന്നും പറഞ്ഞ് തൻ്റെ ജടാമുട്ടെടുത്ത് നിലത്തങ്ങോട്ട് അടിച്ചു. ഇതിൻ്റെ ഫലം താൻ കണ്ടോളൂ എന്നും പറഞ്ഞു.
അതിൽ നിന്നൊരു കൃത്യം ഉണ്ടായി നേരെ ആരടുത്തേക്ക്? അംബരീഷിൻ്റെ അടുത്തേക്ക്. അംബരീഷൻ ആ കറുത്ത കൃത്യയെ കണ്ടപ്പോഴും കൃഷ്ണൻ തന്നെ. എന്താണ്? അയാൾക്ക് അത്രയേ ഉള്ളൂ, എന്ത് കണ്ടാലും ഇത് ഭഗവാന്റെ അതേപോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. എന്നാ ചാല പദാൻ നൃപ. പരീക്ഷത്തെ അദ്ദേഹം കാലൊന്ന് പിന്നോട്ട് വയ്ക്കുക. അപ്പം BP ചെക്ക് ചെയ്ത് ഒരു പ്രശ്നവുമില്ല. നമ്മളൊക്കെ വെച്ചാൽ അപ്പം കഴിഞ്ഞുണ്ടാവും. ഇത് ആ കൃത്യ തൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരുമ്പോഴും ചാല പദാൻ നൃപ, തൻ്റെ അന്ത്യം അടുത്തു എന്നറിയുമ്പം പോലും ഒരു പരിഭ്രമം ഇല്ല പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പുഞ്ചിരിച്ച് നോക്കി നിൽക്കുകയാണ്. അല്ല, ഇതിപ്പം തന്നെ വന്ന് ഇവളങ്ങോട്ട് കഴിക്കുകയായിരിക്കും, വിഴുങ്ങുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ സങ്കല്പം നടക്കട്ടെ. ഒരു കൊല്ലക്കാലത്തിന് അനുഷ്ഠിച്ച വ്രതത്തിൻ്റെ ഫലം അപ്പം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. അത് തെറ്റോ ശരിയോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. ഭഗവാന്റെ സങ്കല്പമല്ലേ, നന്നായി നടക്കട്ടെ. ഈ ഒരു ചിന്തയാണ്, അതാണ് ഭക്തന് വേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ ശരിയും തെറ്റൊന്നും ഇവിടെ ഇല്ല. ജനിക്കുന്നത് തെറ്റാണോ, മരിക്കുന്നത് കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇതൊന്നും, ജനിച്ചാൽ മരിക്കും, ഇതൊക്കെ ഉണ്ടാവും, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണിക്കുന്നത്, ഇതൊക്കെ നടക്കും. ഇതൊന്നും ശരിയും തെറ്റും നോക്കണ്ട. ഇവിടെ ഇരിക്കുമ്പം ഭഗവാനെ ആശ്രയിച്ചാൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റും. അത് നോക്കിയാൽ മതി. അതാണ് അംബരീഷൻ്റെ പക്ഷം. അതുകൊണ്ട് അംബരീഷൻ അങ്ങനെ നോക്കി നിന്നു. എന്നാൽ ചച്ചാല പദ നൃപ. പക്ഷേ ഭക്തൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് ഭഗവാനല്ലേ. ഭഗവാൻ ചക്രത്തെ വിട്ടു. സുദർശനം വേഗം ചെല്ലൂ. ആ സുദർശനം ഭരണമൊക്കെ നിർത്തി അങ്ങോട്ട് വന്നു, കാട്ടിലേക്ക് ഓടി വരികയാണ്. അപ്പോഴേക്കും ആ ബ്രാഹ്മണൻ്റെ ഭാവമൊക്കെ മാറിയിട്ടുണ്ട്, കണ്ണങ്ങനെ ചുവക്കുന്നുണ്ട്. അംബരീഷ എന്ന് വിളിച്ചുകൊണ്ട്, മറ്റത് പ്രഭു എന്നൊക്കെ വിളിച്ചിരുന്നു, ഇപ്പം അങ്ങനെയല്ല. അംബരീഷ എന്ന് വിളിച്ച് ഓടി വരുന്നു. ഇവിടെ എത്തിയ അംബരീഷനെ അങ്ങോട്ട് മാറ്റി. അത് പെട്ടെന്ന് ചക്രമായിട്ട് മാറി. നേരെ കൃത്യയുടെ പിന്നാലെ പോയി ആ കൃത്യയെ അങ്ങോട്ട് ദഹിപ്പിച്ചു. എന്നിട്ട് ശാന്തനായില്ല. ആരെ ഈ കൃത്യയെ വിട്ടത് നോക്കുകയാണ്. അങ്ങനെ നോക്കി ആരെ കണ്ടു? ദുർവാസാവാണെന്ന് മനസ്സിലാക്കി ദുർവാസാവിൻ്റെ നേരെ അങ്ങോട്ട് പുറപ്പെട്ടു. ദുർവാസാവ് എന്ത് ചെയ്തു? തൻ്റെ ഇത്രയും കാലത്തെ ആ തപസ്സിൻ്റെ ഫലം തൻ്റെ അന്ത്യമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അദ്ദേഹം മുണ്ട് മടക്കുത്തിയ ഒരൊറ്റ ഓട്ടം, പിന്നാലെ ചക്രവും. എവിടെ പോയിട്ടും രക്ഷയില്ല എന്നായി. വെള്ളത്തിലാണ്ട് നിന്നാൽ പുറത്ത് നിൽക്കും ചക്രം. എപ്പോഴെങ്കിലും പൊന്തില്ലോ, തിരക്കൊന്നുമില്ല, മെല്ലെ മതി. അത് കഴിഞ്ഞ് ഗുഹയിൽ പോയി ഒളിച്ചാൽ പുറത്ത് നിൽക്കും, പുറമേക്ക് വരുമ്പോൾ മതി, തിരക്കൊന്നുമില്ല. വേണമെങ്കിൽ ഗുഹയ്ക്ക് ചെല്ലാൻ പറ്റും, വേണ്ട അങ്ങനെ വേണ്ടല്ലോ എന്ന് കരുതി കാത്തിരിക്കുകയാണ്. അവസാനം നേരെ കൈലാസത്തിലേക്ക് പോയി. പരമശിവൻ പറഞ്ഞു, ഇത് ഞാൻ ഇടപെടില്ല, കാരണം ചക്രത്തിൻ്റെ കാര്യത്തിലൊക്കെ അത് ഗുരുവായൂരപ്പനാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ അല്ല, അപ്പം അതുകൊണ്ട് ആ വിഷയം അങ്ങോട്ട് ചെല്ലും എന്ന് പറഞ്ഞു. പിന്നെ നേരെ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ആഹാ അച്യുതാനന്ദ സദീപ്സിത പ്രഭോ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. അച്യുതാനന്ദ ഗോവിന്ദ. ഭഗവാൻ വളരെ പ്രിയപ്പെട്ട മന്ത്രാത്രേ, കൃഷ്ണന് ഇഷ്ടപ്പെട്ട, വിഷ്ണു ഭഗവാൻ ഇഷ്ടപ്പെട്ട മന്ത്രമാണ്. അച്യുതാനന്ദ ഗോവിന്ദ എന്ന് നാമാവലി പാടി അങ്ങോട്ട് പുറപ്പെട്ടു. നേരെ വൈകുണ്ഠത്തിലേക്ക്. ഭഗവാൻ ചോദിച്ചു, എന്താ ദുർവാസാവ് ഇങ്ങോട്ടൊന്നും അങ്ങനെ കാണാറില്ലല്ലോ? അദ്ദേഹം കൈലാസം വരെ പോവുള്ളൂ, വൈകുണ്ഠത്തിലേക്കൊന്നും അങ്ങനെ പോകുന്ന ആളല്ല. എന്താ ഇപ്പം ഇങ്ങോട്ട് വരാൻ കാരണം? പറഞ്ഞു, അങ്ങയുടെ ചക്രം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അതാണ് വരുന്നത്. എൻ്റെ ചക്രം അങ്ങനെ എല്ലാവരുടെ പോകാറില്ലല്ലോ, ഇതിനൊരു കാരണം ഉണ്ടാവും, അല്ലാതെ വെറുതെ ചക്രം നമ്മൾ പിന്നാലെ വരുന്നുണ്ടോ? അപ്പോഴാണ് കാര്യം പറഞ്ഞത്. അവിടെ അംബരീഷൻ ദ്വാദശി വ്രതം ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. പോയാൽ പോയി വരണം, അവിടെ പാര വെച്ച് വരരുത്, അതല്ല ഉണ്ടായത്. അവിടെ പോയി സഹസ്രനാമം ഉണ്ട് അത് കണ്ട് കേട്ട് വരിക, സാളഗ്രാമ പൂജ ഉണ്ട്, 2 പുഷ്പാഞ്ജലി തൻ്റെ വകയും. അങ്ങനെയൊന്നും വെച്ചാൽ കുഴപ്പമില്ല. ഇത് അവിടേക്ക് എന്തിനാ പോയത്? ശാപ്പാടിനാണ് പോയത്, അത് കഴിച്ചു വന്ന അതല്ല, അവിടെ പാര വെച്ച് വന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതുകൊണ്ടാണ് പിന്നാലെ വന്നത്. സാറില്ല, കാര്യം പറയും, ഇനി എന്താ വേണ്ടത്? അല്ല, അങ്ങയുടെ ചക്രം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അതുകൊണ്ട് രക്ഷിക്കണം. അല്ല, ആ ചക്രം എൻ്റെ അല്ല, ആയിരുന്നു. ഞാനത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് ആർക്ക് കൊടുത്തു? അതിപ്പം അംബരീഷന് കൊടുത്തു. ആ ചക്രപ്പം ആരുടെ ചോദിച്ചാൽ എൻ്റെ അല്ല, അത് അംബരീഷൻ്റെയാണ്. ഇനിയിപ്പം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അല്ല, ഞാൻ ആരുടെയാ? ഞാൻ ഭക്തൻ്റെയാണ്. എന്താണ്? അഹം ഭക്തപരാധീന ഹി അസ്വതന്ത്ര ഇവ ദ്വിജ സാധുഭിർഗ്രസ്തഹൃദയ ഭക്തൈ ഭക്തജനപ്രിയ. ഞാൻ ഭക്തൻ്റെ ഭക്തനാണ്. ഭഗവാൻ ഭക്തഭക്തിമാൻ. ഭഗവാൻ ആരാണ്? ഭക്തൻ്റെ ഭക്തനാണ് ആര്? ഭഗവാൻ. അപ്പം അതുകൊണ്ട് ഞാൻ അംബരീഷൻ്റെയാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ചക്രത്തിൽ നിന്ന് അങ്ങേക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ അംബരീഷൻ്റെ അടുത്തേക്ക് ചെല്ലൂ. തപോ വിദ്യാച്ച വിപ്രാണാം നിശ്രേയസകരേ ഉഭേ. ഒന്നും കൂടി ഞാൻ പറയാം, ഈ തപസ്സും വിദ്യയൊക്കെ നല്ലത് തന്നെയാണ്. ആർക്ക്? അതൊക്കെ വിനയം ഉണ്ടെങ്കിൽ നമുക്കത് ശ്രേയസ് നൽകും. അത് വിനയമില്ലെങ്കിൽ തന്നെ അപകടമായിട്ട് മാറും. എന്താണ്? പഠിപ്പുണ്ട്, വിനയമില്ലെങ്കിൽ ആ പഠിപ്പ് കൊണ്ട് ഉപദ്രവം ഉണ്ടാവുക.
കുറേ ആരോഗ്യം സമ്പാദിക്കാന്നല്ലാണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. തപസ്സാണെങ്കിലും വിദ്യയാണെങ്കിലും അത് വിനയുള്ളവർക്ക് ശോഭിക്കും, വിനയല്ലെങ്കിൽ വിഷമാവൂട്ടോ എന്നൊരു ഉപദേശവും. നേരെ അംബരീഷൻ്റെ അടുത്തേക്ക് ചെന്നു. അംബരീഷൻ തൊഴുതു നിൽക്കുകയാണ്. തൻ്റെ ഒരു കൊല്ലക്കാലത്തെ വ്രതത്തിൻ്റെ ഫലം ആ മഹാബ്രാഹ്മണനൊരു ആപത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ താൻ കാരണേ സഹിക്കാൻ വയ്യ. തന്നെ കൊല്ലാൻ നോക്കിയ ആളാ, പക്ഷേ അദ്ദേഹത്തിന് ആപത്ത് വരുന്നത് ആർക്ക് സഹിക്കാൻ വയ്യ. അത് അംബരീഷിൻ്റെ പ്രയാസം. ഇതാണ് ഭക്തൻ്റെ ഒരു വലിപ്പം. അദ്ദേഹം പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്, ആ അംബരീഷിന്, ആ ദുർവാസാവിനൊരു ആപത്തുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്ന അംബരീഷിനെ ആണ് ആര് കണ്ടത്? ദുർവാസാവ് മഹർഷി. നേരെ ചെന്ന് ആ അംബരീഷിൻ്റെ കാൽക്കൽ വീഴാനായിട്ട് പുറപ്പെട്ടു. പക്ഷേ അംബരീഷൻ സംഭവിച്ചില്ല. അങ്ങ് മഹാബ്രാഹ്മണൻ നിസ്സാരനായ ഈ ഒരു ക്ഷത്രിയൻ്റെ കാൽക്കൽ വീഴുകയും പാടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് നമസ്കരിക്കുന്നു. അങ്ങനെ അംബരീഷിൻ്റെ കാൽക്കൽ വീഴാൻ പുറപ്പെട്ടപ്പോഴേക്കും ചക്രം ശാന്തായി. ചക്രത്തിന് എന്തേ വേണ്ടു? ദുർവാസാവിനെ കൊല്ലണം എന്നുള്ള ആഗ്രഹമുണ്ടോ? നേരത്തെ ആവാലോ. കൊല്ലണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ നേരത്തെ ആവാം. അതൊന്നുമില്ല. ഇദ്ദേഹം ഒന്ന് ചെന്ന് അംബരീഷിൻ്റെ കാൽക്കൽ ഒന്ന് വീഴാൻ പുറപ്പെടണം, അത്രയേ വേണ്ടു. അത് ആയപ്പോൾ തന്നെ ആര് ശാന്തമായി? ചക്രം ശാന്തമായി അവിടുന്ന് പോയി. ദുർവാസാവ് മഹർഷിക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. അതൊക്കെ കഴിച്ച് അംബരീഷിനെ അനുഗ്രഹിച്ച് ദുർവാസാവ് പിന്നെ എവിടെ പോയാലും 10 മിനിറ്റ് അംബരീഷിനെ കുറിച്ചാണ് പ്രഭാഷണം. വിഷയം എന്തോ അതും നോക്കില്ല. ആചാര്യന്മാരെ പോലെ തന്നെ വിഷയം അവിടെ കിടക്കും, കാര്യം അംബരീഷിനെ പറ്റിയാണ് പറയുക. അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതീം മഹിം. ഞാൻ ഇന്ന ഭക്തൻ്റെ മഹത്വം മനസ്സിലാക്കി. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ കൃതാഗസോപി യദ്രാജൻ മംഗളാനി സമീഹസേ. ഇന്ന് ഞാൻ വിഷ്ണുഭക്തന്മാരുടെ മഹത്വം മനസ്സിലാക്കി. അവരെ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഇങ്ങോട്ട് ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് ഉപകാരം ചെയ്യുക. അതുകൊണ്ട് വിഷ്ണുഭക്തന്മാരെ ഉപദ്രവിച്ചാലും നമുക്ക് ഉപകാരം. എന്താണ്? ഉപദ്രവിക്കരുതേ എന്നല്ല, അവരെ അവർക്ക് ഉപകാരം ചെയ്താലും ഉപദ്രവം ചെയ്താലും നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? നമുക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ. ചന്ദനമരം പോലെയാണ്. അങ്ങോട്ട് വെട്ടിയാൽ വെട്ടുന്നവന് പോലും സുഗന്ധ കൊടുക്കുക. മഴ കൊണ്ട് വെട്ടി വാസം ചോക്കും. മഴ ദുർഗന്ധം എന്നല്ല, സുഗന്ധം. വെട്ടുന്നവന് പോലും വീണവരെ തണൽ കൊടുക്കും ആ മരം, ഏത് മരമാണെങ്കിലും. ഇതുപോലെയാണ് ഭക്തന്മാരും. അവർ വീഴുമ്പോഴും നന്മ കൊടുത്തിട്ട്, മാരീചനെ പോലെയല്ല. മാരീചൻ പോകുമ്പോഴും പണി കൊടുത്തിട്ടാണ്. എന്നാൽ പോകാൻ നേരത്ത് വലിയ കുഴപ്പമില്ലാണ്ട് പോയാൽ മതി. എന്നാൽ സജ്ജനങ്ങൾ അങ്ങനെയല്ല. തന്നെ ഉപദ്രവിച്ചവന് പോലും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വീഴുക. അതാണ് ഈ ഒരു കഥ കാണിച്ചിട്ടുണ്ട്. തന്നെ ഉപദ്രവിച്ച ദുർവാസാവ് മഹർഷിക്ക് നന്മ ഉണ്ടാവട്ടെ എന്നാണ് ആര് പ്രാർത്ഥിക്കുന്നത്? അതാണ് അംബരീഷൻ്റെ ആ ഒരു പ്രാർത്ഥന. ദുർവാസാവ് മോശം എന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ ഒരു നാടകം. ഭക്തന്മാരുടെ മഹത്വം മനസ്സിലാക്കി തരാൻ ദേവന്മാർ അല്ലെങ്കിൽ ഭഗവാന്മാരൊക്കെ വേഷം കെട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു വേഷം കെട്ടലായിട്ട് കണക്കാക്കിയാൽ മതി എന്നർത്ഥം. അങ്ങനെ ആ വംശം വർണ്ണിച്ച് വരുമ്പം വൈവസ്വത മനുവിൻ്റെ ഒരു മകനാണ് ഇക്ഷ്വാകു. ഇക്ഷ്വാകുവിൻ്റെ മൂത്ത മകൻ വികുക്ഷി. അങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ട്. അങ്ങനെ വികുക്ഷി ഒരിക്കൽ അഷ്ടകാശ്രാദ്ധം, അവിടെ ഒരു ശ്രാദ്ധം വന്നപ്പോൾ അതിന് മാംസം, പണ്ടത്തെ ഒരു സമ്പ്രദായം അങ്ങനെയുണ്ട്, മാംസം കൊണ്ടുവരും. ക്ഷത്രിയനാണല്ലോ അദ്ദേഹം. മാംസം കൊണ്ടുവരുമ്പോൾ മുയലിൻ്റെ മാംസമാണ്. ശശം എന്ന് പേരുണ്ട് മുയലിന്, ശശം എന്നാണ് പറയുക. അപ്പോൾ ആ മുയലിൻ്റെ മാംസം കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് എന്തോ താല്പര്യം തോന്നി. ആ മാംസം ആര് കഴിച്ചു? ലേശം. അദ്ദേഹം ഒന്ന് ടേസ്റ്റ് നോക്കി. അങ്ങനെ അത് കൊണ്ടുവന്ന് കൊടുത്തു. ശശത്തെ ഭക്ഷിച്ചുകൊണ്ട് ശശാദൻ എന്നൊരു പേരാക്കുണ്ട്, ഇയാൾക്കുണ്ട്. അങ്ങനെ അദ്ദേഹം കഴിച്ചതിൻ്റെ ബാക്കി കൊടുക്കല്ലേ ഉണ്ടായത്. അതിൻ്റെ പേരിൽ അത് തിരിച്ചറിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇത് അദ്ദേഹം കഴിച്ചതിൻ്റെ ബാക്കിയാണ് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ശപിച്ചു ഗുരുനാഥൻ. അങ്ങനെ ഗുരുനാഥൻ ശപിച്ചിട്ടും ഇദ്ദേഹം നാടുവിട്ടുപോയി. പക്ഷേ നാടുവിട്ടുപോയെങ്കിലും ഈശ്വരനെ തന്നെ ഭജിച്ച് അദ്ദേഹം യോഗ്യനായിട്ട് മാറിയെന്നാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഗുരുനാഥൻ ശപിച്ചാൽ പോലും ഭഗവാനെ ഭജിച്ചാൽ നേരെയാവും. ചിലപ്പോൾ തിരിച്ചും പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു കഥ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഗുരുനാഥൻ ശപിച്ചു. പണ്ടൊക്കെ അബദ്ധം പറ്റും. ചിലപ്പോൾ അഹന്ത കൊണ്ടും ഇവരില്ലാത്ത പ്രായത്തൊക്കെ എന്തെങ്കിലും അബദ്ധം പറ്റിയാലും ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അയാൾ നേരിയാവുമെന്ന് കാണിക്കാനാണ് ഈ വികുക്ഷിയുടെ കഥ. അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന് ശശാദൻ എന്നൊരു പേരുണ്ടെന്നുള്ളത് സൂചിപ്പിച്ചു. ഈ വികുക്ഷിയുടെ അല്ലെ ശശാദൻ്റെ പുത്രനാണ് പുരഞ്ജയൻ. അയാൾക്ക് വേറൊരു പേര് ഇന്ദ്രവാഹൻ. ചോദിച്ചാൽ എന്താ അങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം? ഇയാൾ ഇന്ദ്രനെ വാഹനാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾക്ക് ഇന്ദ്രവാഹൻ എന്ന പേര്. പുരത്തെ ജയിച്ചതുകൊണ്ടാണ് പുരഞ്ജയൻ എന്ന പേര്. പണ്ട് ദേവന്മാർക്ക് ഈ ഉശരില്ലാണ്ട് വരുമ്പോൾ ഇവിടുത്തെ രാജാക്കന്മാരെ കൂട്ടിക്കൊണ്ടുപോകും ഇടയ്ക്കൊക്കെ സഹായിക്കാനായിട്ട്. അങ്ങനെ ആരെ കൊണ്ടുപോയി? ഈ പുരഞ്ജയനെ കൊണ്ടുപോയി. അങ്ങനെ ആ ദേവാസുര യുദ്ധത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം, അസുരന്മാരെ വധിക്കാനൊക്കെ കൂടാം, പക്ഷേ എനിക്ക് എൻ്റെ വാഹനമായിട്ട് ആര് വരണം? ഇന്ദ്രൻ വരണം എന്ന് പറഞ്ഞു. അവസാനം ഇന്ദ്രൻ തയ്യാറായി, വേറെ നിർത്തില്ല, എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഒരു കാളയായിട്ട് വന്നു. അങ്ങനെ കാളയുടെ പുറത്ത് കയറിയിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തു. കാളയുടെ പുറത്തുള്ള പൂഞ്ഞയ്ക്ക് സംസ്കൃതത്തിൽ പറയുക കകുത്ത് എന്നാണ്.
അങ്ങനെ കകുത്തിൻ്റെ പുറത്തിരുന്ന് യുദ്ധം ചെയ്തുകൊണ്ട് ഇയാൾക്ക് കകുസ്ഥൻ എന്നൊരു പേരുണ്ട്. എന്താ പേര്? അപ്പോൾ പുരഞ്ജയൻ, ഇന്ദ്രവാഹൻ, കകുസ്ഥൻ എന്നൊക്കെ പേരുണ്ട്. ഈ കകുസ്ഥൻ്റെ വംശത്തിലാണ് ആര്? നമ്മുടെ കാകുസ്ഥൻ. കഥയമമ്മ കഥയമമ്മ കഥകൾ അതിസാദരം കാകുസ്ഥലീലകൾ കേട്ടാ മതി. കാകുസ്ഥൻ എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഈ കകുസ്ഥൻ്റെ വംശമായതുകൊണ്ടാണ്. അതിലാണ് യുവനാശു എന്ന് പേരായിട്ടൊരു രാജാവ്. ആ രാജാവ് പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ചോദ്യം, എന്തേ പ്രസവിക്കാൻ കാരണം? രാജാവല്ല, രാജ്ഞിയല്ലേ പ്രസവിക്കുക? അല്ല, ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത്? എന്താ വെച്ചാൽ ഇദ്ദേഹം തൻ്റെ പത്നിക്ക് ഗർഭം ഉണ്ടാവട്ടെ എന്നുള്ള മട്ടിൽ അവിടെയുള്ള ബ്രാഹ്മണർ ജപിച്ച് വെച്ച തീർത്ഥം ഇദ്ദേഹം എടുത്ത് കുടിച്ചു. അങ്ങനെയാണ് ഇയാൾ അങ്ങനെ സിസേറിയനായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം പ്രശ്നം, ഇത് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിന് ഒന്നും കുടിക്കാനില്ല. അവസാനം ഇന്ദ്രൻ തന്നെ താൻ അമൃതവട്ട വിരലെടുത്ത് വായിൽ വെച്ചു കൊടുത്തു. മാന്ധാത എന്ന് പറഞ്ഞു. അങ്ങനെ പേരിട്ടത് ഇന്ദ്രനാണ്. മാന്ധാതാവ് ആ ഉണ്ണിക്ക് പേര് വന്നു. വലിയ കേമനാണ് അദ്ദേഹം. കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. മലപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് പോയിട്ട് തപസ് ചെയ്ത് കുറച്ച് ദിവസം. അങ്ങനെ തിരുമാന്ധാംകുന്ന് അവിടെ പേര് വന്നു. മാന്ധാതാവ് വലിയ യോഗ്യനാണ്. അനവധി മക്കൾ അദ്ദേഹത്തിനുണ്ട്. 50 പെൺകുട്ടികളായിരുന്നു. ആ 50 പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് സൗഭരിയാണ്. സൗഭരി മഹർഷി ആദ്യം വിവാഹം വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഉള്ളിൽ വാസന ഉണ്ടായി കഴിക്കുന്നതാണ് നല്ലത്. കാരണം വിവാഹം അത്ര തെറ്റായിട്ടുള്ള കാര്യം, നല്ല കാര്യം തന്നെയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. വിവാഹം കഴിച്ചുകൂടി, നല്ലൊരു കുട്ടിയെ വിവാഹം കഴിക്കാല്ല, സുഖമായിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ വിഷയവിരക്തി വന്നാളാ എന്നൊക്കെ പറഞ്ഞങ്ങനെ അദ്ദേഹം അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് ദിവസം. പിന്നെ അദ്ദേഹത്തിന് തോന്നി, നാട്ടിലെല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട്, ഇവിടെ ഇരുന്ന് തനിക്കും കല്യാണം കഴിക്കാൻ തോന്നിയാലോ? തോന്നിയാൽ കഴിച്ചോളൂ, അത്രയേ ഉള്ളൂ. അതല്ല, അത് മോശമെന്നും പറഞ്ഞ് അദ്ദേഹം കാട്ടിൽ പോയി അവിടെ തപസ് ചെയ്തു. കുറച്ച് ദിവസം തപസ് ചെയ്ത് കണ്ണു തുറന്നപ്പോൾ അവിടെ സിംഹത്തെ കല്യാണം കഴിക്കുന്നുണ്ട്. കണ്ടപ്പോൾ തോന്നി, ഇവിടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് വെള്ളത്തിലാവാം കരുതി അദ്ദേഹം അങ്ങനെ നദിയിൽ, കാളിന്തി നദിയിൽ ഇറങ്ങി നിന്ന് തപസ് ചെയ്യാം. അങ്ങനെ കാളിന്തിയിൽ തപസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അവിടെ മത്സ്യത്തിൻ്റെ ഭാര്യയും മത്സ്യക്കുട്ടലും കൂടി അത് സിനിമ കാണാൻ പോവുകയാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, കഴിക്കായിരുന്നു, തനിക്കും ആ കുട്ടികളൊക്കെ ലാളിച്ചിരിക്കായിരുന്നല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്ക് സമയമൊക്കെ കുറേ അങ്ങോട്ട് ആയിട്ടുണ്ട്. 97, 98 വയസ്സായിട്ടുണ്ട്. വയ്യാണ്ടിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയൊക്കെ അങ്ങനെ ആടുകയാണ് വെള്ളത്തിലിരുന്നിട്ടേ. 36 വർഷം വെള്ളത്തിലായിരുന്നു. അപ്പോൾ തലയൊക്കെ അങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിന് വിവാഹം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചു. മാന്ധാതാവ് പറഞ്ഞൊരു രാജാവുണ്ട്. ആ രാജാവിന് 50 പെൺകുട്ടികളാണ്. അപ്പോൾ 50 പെൺകുട്ടികളാണെങ്കിൽ എന്തായാലും ഒന്നിനെ തരാണ്ടിരിക്കില്ലല്ലോ, കുറേ ഉണ്ടല്ലോ. അല്ലാതെ ഇപ്പോൾ ഒന്നേ ഉള്ള ആളോട് ചോദിച്ചിട്ട് കാര്യമില്ല, തരില്ല, ഉറപ്പാണ്. ഇയാളുടെ കോലം കണ്ടാൽ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും പേരുണ്ടെങ്കിൽ ഒന്നും തരാണ്ടിരിക്കില്ല കരുതി അദ്ദേഹം മാന്ധാതാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, അങ്ങയുടെ ഒരു മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ ചോദിച്ചു. മാന്ധാതാവ് നല്ലോണം നോക്കി, എങ്ങനെ തോന്നി ഇയാൾക്ക് ഇത് ചോദിക്കാൻ? തരില്ല, പറയാൻ പറ്റില്ല, കാരണം ശപിക്കും. കാണാൻ ഭംഗിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് നല്ല തപസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശപിച്ചാൽ വയ്യ, എന്നാൽ തരില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നെ കൊടുക്കാൻ പറ്റുമോ? അതും വയ്യ. എന്ത് ചെയ്യും? അദ്ദേഹം ഒരു ഉപായം കണ്ടു. അദ്ദേഹം പറഞ്ഞു, അതെ, അങ്ങ് ചെന്നോളൂ, ഏത് കുട്ടിക്ക് അങ്ങനെ ഇഷ്ടച്ചാൽ കഴിച്ചോട്ടെ, എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമാവണം. നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പണ്ടത്തെ പോലെ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് ഇഷ്ടമാവണം, ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? രാജാവ് എന്താ ഉദ്ദേശിച്ചത് വെച്ചാൽ എന്തായാലും ആർക്കും ഇഷ്ടാവില്ല. ഇയാളാകെ മുഷിഞ്ഞങ്ങനെ പോകുമ്പോൾ എന്ത് പറയാം? എന്താ ചെയ്യുക, പണ്ടത്തെ പോലെ നല്ലല്ലോ ഇപ്പോഴത്തെ ഒരു കാലം, കുട്ടികളൊക്കെ ഓരോരോ സപ്പം, ആർക്കും കല്യാണം തന്നെ വേണ്ട, അങ്ങനെയൊക്കെ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് ഒപ്പിക്കാൻ നോക്കി അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി മഹർഷിക്ക്. മഹർഷി പൂജാമുറി എവിടെയോ ചോദിച്ചു, അത് കാണിച്ചു കൊടുത്തു. അയാൾ അവിടെ പലകെട്ടിരുന്നു. ശ്വാസം വലിച്ചപ്പോഴേക്കും 25 വയസ്സ്. എന്തൊരു സൗന്ദര്യം! അദ്ദേഹം അങ്ങോട്ട് ആ ഹാളിലേക്ക് പോയി. അവിടെ 50 പേര് ഇരിക്കുന്നുണ്ട്. ചോദിച്ചു, ആരാ എന്നെ വിവാഹം കഴിക്കണോ? അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്, ആർക്കച്ചാ കഴിക്കാമെന്ന് പറഞ്ഞു. അവരൊക്കെ കൈവന്തിച്ചു. എന്നാൽ തിരക്കൂട്ടേണ്ട, ഒരു വരിയായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങനെ ഒരു ജാഥ നയിച്ച് അങ്ങോട്ട് പോയി. ഈ സൗഭരി ഒരു വിവാഹം വേണ്ട പറഞ്ഞ ആളായിരുന്നു. പക്ഷേ അദ്ദേഹം 50 വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് ഓരോ ഭാര്യയിലും 10 കുട്ടികൾ വീതം, അങ്ങനെ 500 മക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ അവസ്ഥ? അഹോ ഇമം പശ്യതമേ വിനാശം തപസ്വിന സച്ചരിതവ്രതസ്യ അന്തർജലേ വാരിചരപ്രസംഗാത് പ്രച്യാവിതം ബ്രഹ്മചിരം ധൃതം യത്. എൻ്റെ ബ്രഹ്മചര്യം അതങ്ങനെ അദ്ദേഹം അങ്ങനെ ഭഗവാനെ തന്നെ ധ്യാനിച്ച് വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിന്ന് അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഭഗവാനിലെത്തായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം കണ്ണു തുറന്ന ഒരു മത്സ്യത്തിൻ്റെ മൈഥുനം കണ്ടത്. മനുഷ്യൻ്റെ ഒന്നുമല്ല, ഒരു മത്സ്യത്തിൻ്റെത് കണ്ടത് പോലും എൻ്റെ മനസ്സൊന്ന് ചലിച്ചില്ലേ. അതുകൊണ്ട് സാധകന്മാരെന്ത് ചെയ്യരുത്, ഒരിക്കലും ആളുകൾ കൂടുന്ന ദിക്കിൽ തന്നെ വന്നിരിക്കരുത് എന്നാണ്. സത്താത്തിനൊക്കെ വന്നിരിക്കട്ടോ, അതല്ലാതെ ഈ സിനിമ കാണാനും മറ്റു ദിക്കിലും റോഡ് സൈഡിലൊക്കെ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുക രാവിലെ അങ്ങനെയൊന്നും ഇരിക്കണ്ട. കാരണം എപ്പോഴാണ് മനസ്സിളകുക എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് അധികം പരീക്ഷിക്കാനൊന്നും പുറപ്പെടണ്ട എന്നുള്ളത് സാധകന്മാർക്കുള്ള പാഠമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്.
അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, അപ്പോൾ നല്ലതേ ചിന്തിക്കുള്ളൂ. കാണുന്നതും കേൾക്കുന്നതൊക്കെയാണ് മനസ്സിൽ പൊന്തി വരിക. അതുകൊണ്ട് ആഹരിക്കുന്നത് ശുദ്ധമാവണം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അദ്ദേഹമൊക്കെ വിട്ടു, സന്യസിക്കുകയും ചെയ്തു. അവസാനം ഈ വംശത്തിലാണ് ഒരു രാജാവ്, സത്യവ്രതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് മോഹം എന്താ വെച്ചാൽ സ്വർഗത്ത് പോകണമെന്ന് മോഹം. അങ്ങനെ അദ്ദേഹം തൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു, വസിഷ്ഠനോട് എനിക്ക് സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞു. വസിഷ്ഠൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറ്റില്ല, തനിക്ക് അങ്ങോട്ട് തോന്നുമ്പോൾ പോവുക, അത് നടക്കുന്ന കാര്യമല്ല, ഒക്കെ ഓരോ ഒരു സമ്പ്രദായമില്ല ഇതിന്. അപ്പോൾ അദ്ദേഹം നേരെ വിശ്വാമിത്രൻ്റെ അടുത്ത് പോയി. ഇവർ തമ്മിൽ ലേശം പ്രശ്നം ഉണ്ടായി. അപ്പം വസിഷ്ഠൻ പറഞ്ഞയക്കില്ല കണ്ടു. വിശ്വാമിത്രനോട് പറഞ്ഞു, എന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുക ചോദിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞു, പറ്റില്ല. ഞാൻ വസിഷ്ഠനോട് ചോദിച്ചു, പറ്റില്ല എന്നാണ് പറഞ്ഞത്. അയാൾ പറ്റില്ല പറഞ്ഞു. അപ്പം വാശി, എന്നാൽ പിന്നെ അവിടെ തെറ്റിപ്പോകുന്ന ഇവിടെ നല്ല സീറ്റ് കൊടുക്കും, തെറ്റിപ്പോരണം, നടന്ന കാര്യമില്ല. അപ്പം എന്നാൽ പിന്നെ അത് ഇയാളെ സ്വർഗത്തിൽ ആക്കിയിട്ട് തന്നെ വേറെ വിഷയം ഇയാൾക്ക് വിശ്വാമിത്രൻ. അങ്ങനെ വിശ്വാമിത്രൻ യാഗം തുടങ്ങി. അങ്ങനെ ഈ അദ്ദേഹം അങ്ങനെ സത്യവ്രതൻ, അദ്ദേഹം തൃശങ്കുവായി ശപിച്ചു. വരെ വസിഷ്ഠൻ ശപിച്ചപ്പം പേര് മാറി. സത്യവ്രതൻ ആരെയും മാറി, പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ചിന്തിക്കുകയും താൻ ചണ്ടാളനാവട്ടെ പറഞ്ഞു ശപിച്ചു. അങ്ങനെ തൃശങ്കു എന്നായി ഇദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഈ തൃശങ്കുവിനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി വിശ്വാമിത്രൻ യാഗം ചെയ്തു. അങ്ങനെ യാഗം ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം മുകളിലേക്ക് ഇങ്ങനെ പൊന്തുകയും സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഇന്ദ്രൻ നോക്കുമ്പോൾ ആര് വരുന്നുണ്ട്, ലഗേജൊക്കെ ആയിട്ട് വരിക, ഉരുട്ടുന്ന പെട്ടിയൊക്കെ ആയിട്ട് അദ്ദേഹം വരികയാണ്. ഇന്ദ്രൻ ഇഷ്ടമായില്ല. ഇന്ദ്രൻ ഒരു ചവിട്ടം കൊണ്ട് കൊടുത്തു. അദ്ദേഹം താഴത്തേക്ക് തന്നെ പോന്നു. ഇവിടെ എത്താറാകുമ്പോൾ ആര് വിട്ടു, ഇയാൾ വീണ്ടും യാഗം തുടങ്ങി. അങ്ങനെ മുകളിൽ നിന്നും താഴത്തേക്ക് ഇങ്ങനെ അവസാനം തൃശങ്ക് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, സ്വർഗം വേണ്ട, ഒരു സാധനം വേണ്ട. ഇപ്പോൾ ഇത് ആരുടെ പ്രശ്നമായി മാറി? ഇപ്പോൾ വിശ്വാമിത്രൻ്റെ അഭിമാന പ്രശ്നമാണ്. തൃശങ്ക് പറഞ്ഞു, എനിക്കില്ല, വീട്ടിലിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട പറഞ്ഞിട്ടും ഇത് പറഞ്ഞാൽ പറ്റില്ല പറഞ്ഞ അദ്ദേഹം നടുക്കൊരു സ്വർഗം ഉണ്ടാക്കി. ഇതാണ് തൃശങ്കു. നമുക്ക് ഈ കഥയൊന്നും അറിയില്ല, നമ്മൾ പറയാറുണ്ട് എന്ത്, അപ്പോൾ എവിടെയാണ് നിശ്ചയം, ഇപ്പോൾ അവിടെയില്ല അങ്ങനെ പറയാറ്. അതാണ് സ്വർഗ്ഗമാണോ ചോദിച്ചാൽ സ്വർഗത്തിലുള്ളതൊക്കെ ഇവിടെ ഉണ്ട്, എന്നാൽ സ്വർഗമൊന്നും അല്ലാനും അങ്ങനെ ഒരു സംഗതി. ഇതാണ് തൃശങ്കു സ്വർഗം. ഇയാളുടെ മകനാണ് ഹരിശ്ചന്ദ്രൻ. വലിയ കേമനാണ് അദ്ദേഹം, തൃശങ്കുവിൻ്റെ പുത്രൻ. അദ്ദേഹം ലേശം കളവൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ കേട്ട കഥ സത്യസന്ധനായിട്ടുള്ള ഹരിശ്ചന്ദ്രനാണ്. അങ്ങനെ അദ്ദേഹം സത്യസന്ധനാവാനൊരു കാരണമുണ്ട്. കളവ് പറഞ്ഞതിൻ്റെ വിഷമം അനുഭവിച്ചാലാണ്. നമ്മളതിൻ്റെ വിഷമം അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയണത്. അപ്പം അനുഭവിക്കേണ്ട പല വിഷമം, അതിപ്പോൾ എന്ത് പറഞ്ഞിട്ട് നമുക്കറിയില്ലല്ലോ. അതാണ് അപ്പോൾ ഇദ്ദേഹത്തെ അനുഭവിച്ചു, ഇദ്ദേഹത്തിനത് മനസ്സിലായി. ഹരിശ്ചന്ദ്രൻ എന്താ കളവ് പറഞ്ഞത്, തനിക്കൊരു ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മക്കളൊന്നും ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം വെറുതെ അങ്ങോട്ട് പോയി ഓരോന്നും അങ്ങോട്ട് നമ്മൾ നേരുമല്ലോ, ഒരു അമ്പലത്തിൽ പോയി അങ്ങോട്ട് നേരുമല്ലോ, ഒരു കാര്യപ്പാ ഞാൻ ഇങ്ങനെ ഉണ്ടാവുക വെച്ചാൽ അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി. പറ്റണതാണെങ്കിലേ പറയാവൂ, അതല്ലാതെ അവനവന് പറ്റണമാണെങ്കിൽ പറയാം. അദ്ദേഹം എന്ത് പറഞ്ഞു വെച്ചാൽ ഒട്ടും ആലോചന ഇല്ലാണ്ട് എനിക്കൊരു ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ ഞാനത് വരുണന് ബലി നൽകും. വെള്ളത്ത് മുക്കി കൊല്ലുന്ന എന്താണ് വരുണന് കൊടുക്കുക പറഞ്ഞാൽ മുക്കി കൊല്ലുക എന്നാണ് അർത്ഥം. എന്തിനിപ്പം പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ട് കൊല്ലാനാണെങ്കിൽ അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി ഉണ്ടാവണം. അദ്ദേഹം വെറുതെ അങ്ങോട്ട് പറഞ്ഞു നോക്കിയതാ. അത് പറയലും ഒരു ഉണ്ണി ഉണ്ടായില്ല. ഭാര്യ ഗർഭിണിയായി, അവസാനം പ്രസവിച്ചു. ആ ഉണ്ണിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കൊടുക്കാൻ തോന്നണില്ല. 6 മാസമായപ്പം വരുണം അങ്ങനെ വന്നു. എന്താ അപ്പം അന്ന് വാക്ക് വന്നിരുന്നല്ലോ തരാമെന്ന്. അദ്ദേഹം പറഞ്ഞു, അതിപ്പം 6 മാസം ചോറൂണ് കഴിഞ്ഞിട്ടില്ല. ചോറൂണ് കഴിഞ്ഞാലല്ലേ മേധ്യമാവുള്ളൂ. മേധ്യം എന്ന് പറഞ്ഞാൽ യാഗത്തിൽ കൊടുക്കാനുള്ള വസ്തു ആവുള്ളൂ. അതുകൊണ്ട് ഇപ്പം പറ്റില്ല, ചോറൂണ് കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞു. ശരി, ഇന്ദ്രൻ പോയി, ഇന്ദ്രനല്ല വരുണം പോയി. ചോറൂണ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വരുണം വന്നു. പറഞ്ഞു, ചോറൂണല്ലേ കഴിഞ്ഞുള്ളൂ, 1-ാം പിറന്നാൾ കഴിഞ്ഞിട്ട് തരാം. 1-ാം പിറന്നാൾ കഴിയുമ്പോൾ അദ്ദേഹം വന്നു. 1-ാം പിറന്നാളല്ലേ കഴിഞ്ഞുള്ളൂ, LKG ചേർത്തിട്ട് തരാം. LKG ചേർത്ത് അതല്ല, ഒരു ഉപനയനം കഴിക്കാണ്ട വയ്യല്ലോ, ഊണുലിടണ്ടേ എന്ന് പറഞ്ഞ് മനസ്സിലായി. ഇനി വേളി കഴിക്കട്ടെ, ഷഷ്ടിപൂർത്തി ആവട്ടെ, ശതാഭിഷേകം കഴിയട്ടെ എന്ന് പറയും ഇയാൾ. സംഗതി മനസ്സിലാക്കിയ വരുണൻ ശപിച്ചു. അങ്ങനെ മഹോദരം എന്നൊരു സൂക്കട് വന്നു ഹരിശ്ചന്ദ്രന്. വയറങ്ങനെ വീർത്ത് വരും, വലിയ ബുദ്ധിമുട്ട്, ഉറക്കല്ല, ആകെ പ്രയാസം. തന്നെ വരുണന് കൊടുക്കാനാണ് വളർത്തുന്നത് മനസ്സിലാക്കി ഈ മകൻ പോവുകയും ചെയ്തു. ഹരിശ്ചന്ദ്രൻ്റെ പുത്രനാണ് രോഹിതൻ. നാട് വിട്ടു. തന്നെ കൊല്ലും മനസ്സിലായി ആരും. ഈ അച്ഛൻ ഈ വയ്യാണ്ടിയെ തന്നെ പിടിച്ച് കൊല്ലേ. അദ്ദേഹം നാട് വിട്ടു. പിന്നെ അച്ഛൻ്റെ ഈ വിഷമമൊക്കെ കണ്ട് ഈ ഒരു ശാപം കൊണ്ട് മഹോദരം വന്നിട്ടുണ്ടെന്ന് കണ്ടപ്പം ഈ മകൻ താൻ മരിച്ചാലും സാരമില്ല, അച്ഛൻ സുഖമായിട്ടിരിക്കട്ടെ എന്ന് കരുതി തിരിച്ചു വരികയാണ്. അങ്ങനെ 4-5 തവണ വന്നു. അപ്പോഴൊക്കെ ഇന്ദ്രൻ പറഞ്ഞയക്കും, വേണ്ട പറഞ്ഞയച്ചു. പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് ആരെ കണ്ടു, ശുനശേഭനെ കണ്ടു. അയാളെ കൂട്ടി വില കൊടുത്ത് വാങ്ങി. അതും പുത്രൻ തന്നെയാണല്ലോ, ക്രീതപുത്രൻ. പണ്ട് പലതരത്തിലും പുത്രന്മാരുണ്ട്, സ്വന്തം പുത്രൻ, പിന്നെ അതല്ലാണ്ടും പല നമുക്ക് ദത്തെടുക്കാം, അങ്ങനെയൊക്കെ ആവാമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പം വാങ്ങാം, പണ്ട് കാലത്ത് വാങ്ങായിരുന്നു. അങ്ങനെ വാങ്ങി. ശുനശേഭൻ ആരുടെ മകനായി, ഹരിശ്ചന്ദ്രൻ്റെ മകനായി.
അങ്ങനെ ശുനശേപൻ്റെ ഈ വിഷമം കണ്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഗുരുനാഥൻ വിശ്വാമിത്രൻ വരുണനെ ജയിക്കാനുള്ളൊരു മന്ത്രം പറഞ്ഞു കൊടുത്തു. വരുണനെ ഇഷ്ടപ്പെടും ആ മന്ത്രം ജപിച്ചാൽ. അങ്ങനെ ആ മന്ത്രം ജപിച്ചു. അദ്ദേഹത്തെ വരുണന് കൊടുത്തെങ്കിലും വരുണൻ സ്വീകരിച്ചില്ല. വരുണൻ പ്രസാദിച്ചു അയാളുടെ മുന്നിൽ. ഇദ്ദേഹം ഈ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് വരുണൻ പ്രസാദിച്ചു. ആ ശുനശേപനെ വധിച്ചില്ല. എന്തായാലും അപകടമൊന്നും ഉണ്ടായില്ല. തൽക്കാലം ആ ഹരിശ്ചന്ദ്രൻ്റെ വിഷമം തീർന്നു. തൻ്റെ കൃതം കാശ് കൊടുത്ത് വാങ്ങിയ പുത്രനാണല്ലോ, മകനെ വരുണന് കൊടുത്തു. അങ്ങനെ തൽക്കാലം ആ മഹോദരത്തിന് രക്ഷപ്പെട്ടു. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഇനിയില്ല, ഇനി കളവ് പറയില്ല, ഒക്കെ ഒന്ന് ആലോചിച്ചൊക്കെ തന്നെ എന്തും പറയുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാണ്. ഇതാണ് ഹരിശ്ചന്ദ്രൻ്റെ കഥ. ആ വംശത്തിലാണ് സഗരൻ എന്ന് പേരായിട്ടൊരു രാജാവ്. അദ്ദേഹം അങ്ങനെ വരാൻ കാരണം, ഗരൻ എന്ന് പറഞ്ഞാൽ വിഷം എന്നാണ് അർത്ഥം. വിഷത്തോടു കൂടി ജനിച്ചവൻ എന്നാണ് സഗരൻ എന്ന് പറഞ്ഞ അർത്ഥം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മറ്റു പത്നിമാർ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തു. ചാവട്ടെ എന്നുള്ള മട്ടിൽ, കുട്ടി ചാവട്ടെ എന്നുള്ള മട്ടിൽ. പക്ഷേ കുട്ടി മരിച്ചില്ല. വിഷത്തോടു കൂടി തന്നെ ആ കുട്ടി വന്നു. അതുകൊണ്ട് സഗരൻ എന്ന് പേര് വന്നു. അദ്ദേഹത്തിൻ്റെ മക്കളാണ് 60,000 പേര്. കേമാരാണ് അവരൊക്കെ. ഇദ്ദേഹം യാഗം നടത്തുന്ന സമയത്ത് ആ കുതിരയെ ഇന്ദ്രൻ വന്ന് കട്ടുകൊണ്ടുപോവാണ്. പലതവണ അത് ആവർത്തിച്ചു. മക്കൾ അന്വേഷിച്ചു പോയി. ഇന്ദ്രൻ ഈ കുതിരയും കൊണ്ട് കപിലൻ്റെ ആശ്രമത്തിൽ ചെന്ന് അവിടെ എത്തി. ആ കുതിരയെ കപിലൻ്റെ ആശ്രമത്തിൽ കെട്ടിയിട്ടാൽ പോയി. ഇന്ദ്രൻ പോയി. ഈ കുട്ടികൾ 60,000 പേരും അന്വേഷിച്ചു വന്നു. കപിലനെ കണ്ടു. ഈ കുതിരയും കണ്ടപ്പോൾ അവരെന്ത് വിചാരിച്ചു? കപിലൻ ധ്യാനിച്ചിരിക്കുകയാണ് അവിടെ. അപ്പം കപിലനാണ് കട്ടുകൊണ്ടോത് വിചാരിച്ച് കപിലൻ്റെ നേരെ ഇവർ വാളായിട്ട് വന്നു വധിക്കാൻ. കപിലൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. കണ്ണങ്ങട്ട് തുറന്നതും ഇവരൊക്കെ മരിച്ചു വീണു. അതുണ്ടായത് നല്ല മരണമല്ല. കപിലൻ കൊന്നു പറയാൻ പറ്റും, അതുമില്ല. കാരണം അവർ എന്തുദ്ദേശത്തോടു കൂടിയാണോ കപിലൻ്റെ അടുത്തേക്ക് പോയത് അത് തിരിച്ചടിക്കുക ചെയ്യുക. സജ്ജനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ നല്ല മനസ്സോടു കൂടി പോയാൽ അത് തിരിച്ചടിക്കും, അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ ദുഷിച്ച മനസ്സോട് പോയാൽ ചിലപ്പോൾ തിരിച്ചടിക്കും. ചുമരൻ്റെ മുകളിലേക്ക് പന്തെറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? തലയ്ക്കടിക്കും. കേട്ടോ, ചുമരൻ്റെ തലയ്ക്കടിച്ച് പറഞ്ഞാൽ പറ്റുമോ? അത് നമ്മളങ്ങോട്ട് എത്ര സ്ട്രോങ് എറിഞ്ഞു ആ ഭാഗത്തിന് കിട്ടും. അതുകൊണ്ട് ഇവർ നശിച്ചു 60,000 പേരും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വേറൊരു മകനാണ് അസമഞ്ജസൻ. അസമഞ്ജസനാണ് അന്വേഷിച്ചു പോയത്. അയാളുടെ മകനാണ് അംശുമാൻ. അംശുമാൻ ഇത് തൻ്റെ മുത്തശ്ശന്മാർ നേരെയാവാൻ എന്താ വഴി എന്നൊക്കെ അന്വേഷിച്ചു. അങ്ങനെ കപിലനെ പോയി കണ്ടു. കപിലൻ പറഞ്ഞു കൊടുത്തു, അവർ നേരെയാവാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ആകാശഗംഗ ഭഗവാന്റെ പാദതീർത്ഥാണ്, വിഷ്ണു ഭഗവാന്റെ. അത് ശരീരത്തിലായാൽ പിന്നെ ആരാ നേരെയാവാണ്ടിരിക്കുക? അത് ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൻ്റെ പൂർവികരൊക്കെ നേരെയാവും എന്ന് ആര് പറഞ്ഞു? കപിലൻ പറഞ്ഞു. അത് കേട്ട അംശുമാൻ തൻ്റെ പൂർവികർ നേരെയാവട്ടെ എന്നുള്ള സങ്കല്പത്തിൽ ആ ഗംഗയെ കൊണ്ടുവരാൻ കുറേ ശ്രമിച്ചെങ്കിലും അംശുമാൻ പരാജയപ്പെട്ടു. അംശുമാൻ്റെ മകൻ ദിലീപനാണ് പിന്നെ കുറേ കാലം ശ്രമിച്ചു നോക്കിയത്. വലിയ കേമനൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിനും ആകാശഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ദിലീപൻ്റെ മകനാണ് ഭഗീരഥൻ. അദ്ദേഹമാണ് പിന്നെ ആ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം വലിയ കേമനാണ്. അദ്ദേഹം തപസ് ചെയ്തു. ആദ്യം ആയുസ് വാങ്ങി. ആദ്യം അത് വേണമല്ലോ. അദ്ദേഹം ആദ്യം പരമശിവനെ തപസ് ചെയ്തു, ആയുസ് വാങ്ങി. അത് കഴിഞ്ഞ് ഗംഗാദേവിയെ തപസ് ചെയ്തു. ഗംഗാദേവി പ്രത്യക്ഷപ്പെടാൻ അപ്പം പറഞ്ഞു ഭൂമിക്ക് വരണമെന്ന് പറഞ്ഞു. ഗംഗാദേവി പറഞ്ഞു, ഞാൻ വരില്ല. കാരണം ഞാനിപ്പം നല്ല നദിയാണ്, ശുദ്ധമാണ്, പുണ്യ നദിയാണ്. ഞാൻ അവിടെ വരാൻ കാത്തു നിൽക്കുകയാണ്. നമ്മളൊക്കെ തോർത്തുകൊണ്ട് കൈ പിടിച്ച് നിൽക്കുക. ഗംഗ അങ്ങോട്ട് എത്തിയാൽ മുങ്ങ, പാപം കളയാനേ. അവർ മുഴുവൻ അങ്ങോട്ട് പാപം കളഞ്ഞാൽ ഞാൻ ആകെ കറുത്ത് മെരിഞ്ഞ് വയ്യാണ്ടിയാവും. അപ്പം അതുകൊണ്ട് വേണ്ട, ഞാൻ ഇവിടെ തന്നെ അങ്ങനെ വിഷ്ണുപാദ തീർത്ഥമായിട്ട് ആകാശത്തൂടെ സഞ്ചരിച്ചോളാം. ഭൂമിക്ക് ഞാൻ വരില്ല, പാപികൾ മുങ്ങുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഈ ഭഗീരഥൻ പറഞ്ഞു, ഭാരത ഭൂമിയെ പറ്റി അങ്ങോട്ട് വിസ്തരിച്ചു. ഇവിടെ ചിലരുണ്ട്, സാധവഃ ന്യാസിനഃ ശാന്താഃ ബ്രഹ്മിഷ്ഠാ ലോകപാവനാഃ. ഇങ്ങനെയുള്ള സജ്ജനങ്ങളുണ്ട്, സന്യാസി വൈദ്യന്മാർ, ഋഷീശ്വരന്മാർ, ഭക്തന്മാർ ഭൂമിയിൽ ഭാരതത്തിലുണ്ട്. അവരും മുങ്ങും എന്ന് പറഞ്ഞ സമയത്ത് ഗംഗയ്ക്ക് മോഹായി. അങ്ങനെ ഉണ്ടോ? 1 കോടി പാപികൾ മുങ്ങിയാൽ ആ പാപം തീരാൻ 1 കോടി ഭക്തന്മാർ മുങ്ങണ്ട. ഒരു കഷ്ണം ഭക്തൻ മുങ്ങിയാൽ മതി, മുഴുവനൊന്നും വേണ്ട. ഒരു ഭക്തൻ മുങ്ങിയാൽ ഒരു കോടി പാപികൾക്ക് സമന്നല്ല, പാപിക്ക് സമന്നാവില്ല. അതല്ല, ആ പാപം തീരാൻ ആര് മതി? ഒരു ഭക്തനും മതി. അത് കേട്ടപ്പം ഭൂമിക്ക് ഈ ഗംഗയ്ക്ക് തോന്നി കുഴപ്പമില്ല എന്ന്. പക്ഷേ ഗംഗയ്ക്ക് പിന്നെയും സംശയം, എൻ്റെ ശക്തി താങ്ങാനുള്ള ശേഷി ഭൂമിക്കുണ്ടോ? ഞാൻ ഭൂമിയും തുളച്ച് പാതാളത്തിലേക്ക് പോയി പോകും. അതുകൊണ്ട് നോക്കാം, വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. വീണ്ടും ആരെ തപസ് ചെയ്തു? ഇതൊന്നും തനിക്ക് വേണ്ടിയല്ല. ഭഗീരഥൻ ഈ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? തനിക്ക് പ്രമോഷൻ കിട്ടാനോ? അദ്ദേഹത്തിനൊരു പ്രത്യേകിച്ചൊരു കാര്യം, തൻ്റെ പൂർവികർ മരിച്ചുപോയ ആളുകൾക്ക് സദ്ഗതി കിട്ടണം. നേരാവണ്ണല്ല മരിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള വിഷമം കൊണ്ട് ചെയ്യുകയാണ്. അപ്പം മരിച്ചുപോയ തൻ്റെ മുത്തശ്ശന്മാരാണ്. അവരോട് തന്നെ നമുക്ക് പേര് വെച്ചാൽ നിശ്ചയില്ല. അച്ഛൻ്റെ പേര് കഷ്ടിച്ചാൽ പിന്നെ അങ്ങോട്ട് അറിയോ? മുത്തച്ഛൻ്റെ പേര് നമുക്കറിയാം കേട്ടോ. നമുക്ക് പിന്നെ ഒക്കെ ഒരേ പേരായതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛൻ്റെ പേര് ഗോവിന്ദൻ, അച്ഛൻ്റെ പേര് ഗോവിന്ദൻ.
അച്ഛൻ്റെ അച്ഛൻ ഗോവിന്ദൻ എന്നാണ്. എൻ്റെ മകൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ്. എൻ്റെ പേരും ഇനി മാറണ്ടാച്ച അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്നേ ഉള്ളൂ. അതിലേക്ക് കത്തൊക്കെ മാറിപ്പോയി. അതായത് പിന്നെ കത്തിൻ്റെ വിഷയമില്ല. എന്നാലും അപ്പം അത്രയേ ഉള്ളൂ. ഇത് പറയില്ല. ഇതിപ്പോൾ അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശന്മാർ സൽഗതി കിട്ടണമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അദ്ദേഹം ഇപ്പോൾ തൻ്റെ അച്ഛനെയും അമ്മയെ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടാവും എന്നാണ്. മുത്തശ്ശന്മാർ നേരെയാവാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം തൻ്റെ അച്ഛനെയും അമ്മയെ എത്ര കണ്ട്. അതാ ഒരു മഹത്വം കാണിക്കാനാണ് ഈ കഥ തന്നെ. പിതൃഭക്തി കാണിക്കുകയാണ്. അതാണ് അത്രയ്ക്കും തൻ്റെ പൂർവികർ നേരെയാവാൻ വേണ്ടി തൻ്റെ സമയം മുഴുവൻ, ആയുസ് മുഴുവൻ അതിനു വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഗംഗ വരാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ താങ്ങാനുള്ള ശക്തി ഭൂമിക്കില്ല എന്നുള്ളതാണ് വിഷയം. പരമശിവൻ പറഞ്ഞു, ഞാൻ താങ്ങിയാൽ മതിച്ചാൽ താങ്ങാം, മതി, ഞാൻ ഗംഗയോട് പറയാം. അങ്ങനെ വീണ്ടും ആരെ തപസ് ചെയ്തു? ധന്യ പണി. അതേ തപസ് ചെയ്യുക വെച്ചിട്ട് ഫോൺ വിളിക്കുമ്പോൾ വിളിക്കാനൊന്നും പറ്റില്ല. അത് 8, 10, 12 വർഷമൊക്കെ വേണ്ടി വരും. അങ്ങനെ അദ്ദേഹം വീണ്ടും തപസ് ചെയ്തു. ആര് വന്നു? ഗംഗ വന്നു. ഗംഗ പറഞ്ഞു, ഞാൻ വരാം, ആരാ താങ്ങുക? പരമശിവൻ താങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് പറ്റുമോ അപ്പോൾ അതിനൊക്കെ? ശിവനൊക്കെ എന്നെ താങ്ങുകയെ അറിഞ്ഞിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, ഇനി പറ്റിച്ച നോക്കാം എന്നൊക്കെ പറഞ്ഞു. ആര്? ഗംഗ. അങ്ങനെ വീണ്ടും ആരെ തപസ് ചെയ്തു? ശിവനെ തപസ് ചെയ്തു. ഗംഗ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. പരമശിവൻ പറഞ്ഞു, ശരി, ഇനി താൻ ഇനി ബുദ്ധിമുട്ടണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. നീ പോയി ഇനി വീണ്ടും തപസ് ചെയ്യണേ. ശിവന് പറയും, ഞാൻ ഇവിടെ ഇരിക്കാം, താൻ ഗംഗയെ തപസ് ചെയ്യൂ, എന്നിട്ട് ഗംഗ അങ്ങോട്ട് വന്നോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ ആ പരമശിവൻ തൻ്റെ മുടിയൊക്കെ അങ്ങോട്ട് നേരെയാക്കി വെച്ചു. ആര് വരും? അപ്പോൾ ഗംഗ വരുമല്ലോ. അങ്ങനെ മുടിയൊക്കെ നേരെയാക്കി വെച്ചു. അങ്ങനെ ഗംഗയെ തപസ് ചെയ്തു. ഗംഗ അങ്ങോട്ട് ചാടി പരമശിവൻ്റെ ശിരസിൽ വന്നു. പക്ഷേ പരമശിവൻ അറിഞ്ഞില്ല. പരമശിവൻ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ചോദിച്ചു, എവിടെയോ ഗംഗ? അത്ര നേരെയാക്കി വെച്ചിട്ട് ഗംഗ എവിടെ ചോദിച്ചു. അപ്പം ഭഗീരഥൻ പറഞ്ഞു, നേരത്തെ വന്നു, വണ്ടി കുറച്ച് നേരത്തെ എത്തി. അങ്ങനെ ആരെത്തി? ഗംഗ തലയിലുണ്ട്, അങ്ങ് അറിയാനിട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആരറിയണത്? ഗംഗ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കി ഒരിഴ താഴത്തേക്ക് അങ്ങോട്ട് ഇട്ടു. അതിൽ നിന്നാണ് ഈ കുത്തിയൊലിച്ച് പോണ ഗംഗ. ഭഗവാന്റെ ആ ശിരസിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അത് കാണിക്കാനാണ് ഇപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞത്. ഗംഗയുടെ മഹത്വം എന്താ ചോദിച്ചാൽ അതിന് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിലും അത് ത്രിമൂർത്തികളായിട്ട് ബന്ധം ഈ ഒരു നദിക്കുണ്ട്. ആദോ ആദിപിതാമഹസ്യ നിയമവ്യാപാരപാത്രേ ജലം. ഈ ഗംഗ ആദ്യം എവിടെ നിന്നുണ്ടായത്? പരമശിവൻ ഈ ബ്രഹ്മദേവൻ്റെ കമണ്ടലിലെ വെള്ളമാണ്. ബ്രഹ്മദേവൻ്റെ കിണ്ടിയിലെ വെള്ളമാണ്. അദ്ദേഹം ഇറക്കി കുൽക്കുടിയ ഓം കഴുകുക. ഉറക്കൊക്കെ വരുമ്പോൾ നമ്മൾ സുത്താഹം കേൾക്കുമ്പോൾ ഇടയ്ക്കൊന്ന് അങ്ങനെയൊക്കെ ആക്കാൻ. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ ആക്കണില്ല, നല്ലോണം ഉറങ്ങാച്ചിരിക്കുക. മറ്റേത് ഇടയ്ക്കൊന്ന് തൊടുമല്ലോ. അപ്പം അങ്ങനെ ഉള്ള വെള്ളമാണെന്ത്? ആ ഒരു ജലമാണ്. അപ്പം കമണ്ടലിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര നല്ല വെള്ളമല്ല, കാല് കഴുകാനൊക്കെയാണ് എടുക്കുക. അപ്പോൾ ആ ഒരു ദോഷം, ബ്രഹ്മദേവൻ കാല് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്, അല്ലെങ്കിൽ കൈ കഴുകാൻ കുളിക്കുടിയാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണെന്ത്? ആ വെള്ളം. അതാണ് ഗംഗ. അതാണ് ഗംഗ ആദ്യം. ആ ഗംഗ പിന്നെ കേമത്തം വരുന്നത് എങ്ങനെയാണ്? ഒന്ന് ബ്രഹ്മാവിൻ്റെ കമണ്ടൽ വെള്ളമാണ്. മാത്രമല്ല ത്രിവിക്രമനായില്ലേ, ആ വാമനമൂർത്തി കാലം കണ്ട് പൊന്തിച്ച് സത്യലോകത്തെത്തിയപ്പം ആര് കഴുകി? തൻ്റെ ആ വെള്ളം എടുത്തിട്ട് വേഗം കണ്ട സമയത്ത് ഇനിയിപ്പോൾ അത് പോയാൽ വയ്യ, അതുകൊണ്ട് വേഗം ആ പാദം ആര് കഴുകി? ബ്രഹ്മദേവൻ അങ്ങോട്ട് കഴുകി. അപ്പം അതെന്തായി? അത് വിഷ്ണു ഭഗവാന്റെ നഖം കൂടിയായി. എന്തായി? ഒന്നാമത് ബ്രഹ്മദേവൻ്റെ ആ കിണ്ടിയിലുള്ള വെള്ളമാണ്, അത് പോയി ഈ വിഷ്ണു ഭഗവാന്റെ നഖവും ആയി. അതും പോരായിട്ട് പരമശിവൻ്റെ മുടിയും നമ്മുടേതായ അങ്ങനെയൊക്കെ ആക്കാം. ത്രിമൂർത്തികളതായതുകൊണ്ട് കേമത്തം കൂടുകയാണ്. അത് ബ്രഹ്മദേവൻ്റെ കമണ്ടലു ജലം, അത് വിഷ്ണു ഭഗവാന്റെ പാദം കഴുകിയ തീർത്ഥം, അത് പരമശിവൻ്റെ ശിരസിൽ. ആദോ ആദിപിതാമഹസ്യ നിയമവ്യാപാരപാത്രേ ജലം പശ്ചാത്പന്നകശായിനോ ഭഗവത പാദോദകം പാവനം ഭൂയ ശംഭുജടാവിഭൂഷണ. പിന്നെ ആ ശംഭുവിൻ്റെ പരമശിവൻ്റെ ആ മുടിയിലെത്തി. അങ്ങനെ 3 പുണ്യം ആർക്ക്? ഈ നദിക്ക്. എന്നിട്ടും ആ നദി താഴത്തേക്ക് അങ്ങോട്ട് വന്നുവെങ്കിലും എന്നിട്ടും അഹങ്കാരം പോയില്ല. അതങ്ങനെ കുത്തിയൊലിച്ച് പോണത് ആര് കണ്ടു? ജന്നു മഹർഷിയുടെ ആശ്രമം അങ്ങോട്ട് മുക്കിയേ. ആര്? മഹർഷി ഇങ്ങനെ അങ്ങോട്ട് എടുത്തു. ഒറ്റ കഴിക്കലാണ്, കഴിഞ്ഞു, ആചമിച്ചതാ. അതിലാര് പോയി? അതിൽ ജന്നു മഹർഷിയുടെ അകത്തെത്തിയാര്? ഗംഗ. അവസാനം ഭഗീരഥൻ കാല് പിടിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ പിതൃക്കളെ നേരെയാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കൊണ്ടുവരികയെന്ന്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവം കണ്ടപ്പം പാവം തോന്നി. ആ ഗംഗയെ അഹങ്കാരം ഇല്ലാണ്ട് ആക്കി തൻ്റെ ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടു, ശുദ്ധാക്കി. അങ്ങനെ ജന്മമഹർഷിയുടെ വലത്തെ ചെവിയിലൂടെ ഗംഗയെ പുറമേക്ക് വിട്ടു. അങ്ങനെ ജന്മമഹർഷിയുടെ മകൾ എന്നുള്ള പേരിൽ ജാഹ്നവി എന്നൊരു പേരാർക്ക് കിട്ടി? ഈ ഗംഗയ്ക്ക് കിട്ടി. ഭഗീരഥൻ കൊണ്ടുവന്നതുകൊണ്ട് ഭാഗീരഥി എന്നൊരു പേര് കിട്ടി. അങ്ങനെ കുറേ പേര് ഗംഗയ്ക്കുണ്ട്. അങ്ങനെ ആ ഭാഗീരഥി എത്തിയതിന് ശേഷം തൻ്റെ പിതൃക്കളൊക്കെ മുക്തി കിട്ടിയെന്നാണ് കഥ.
അതാണ് ഭഗീരഥ പ്രയത്നം. ഇത്രയധികം അധ്വാനിച്ച ഒരാൾ, ലോക നന്മ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ പിതൃക്കൾക്ക് മുക്തി കിട്ടാൻ തൻ്റെ സമയം മുഴുവൻ മാറ്റിവെച്ചൊരു മഹാത്മാവ്. അദ്ദേഹം ഉത്സാഹമാണ്. തൻ്റെ അച്ഛൻ തോറ്റു, തൻ്റെ മുത്തശ്ശൻ തോറ്റു, എന്നിട്ട് ആൾ വിട്ടുവോ? നമ്മളച്ഛൻ പോകണ്ട, ആർക്കും പറ്റിയില്ല, നമ്മൾ വെറുതെ സമയം കളയാൻ എന്നല്ലേ വിചാരിക്കുള്ളൂ. അദ്ദേഹം അങ്ങനെയല്ല, അത് സാധിക്കും എന്ന് കരുതി അങ്ങോട്ട് ഉറപ്പിച്ചു എന്നാണ്. ഉറച്ച ലക്ഷ്യബോധമുണ്ട്. നമുക്ക് ലക്ഷ്യബോധമുണ്ട്. സപ്താഹമൊക്കെ വേണം, ഭാഗവതമൊക്കെ പഠിക്കണം, ലക്ഷ്യബോധമുണ്ട്. മെനക്കെടാം, വായിക്കണം എന്നുണ്ട്. പിന്നെ പുസ്തകം തുറക്കില്ല, പിന്നെ എങ്ങനെയാണ് അത് വായിക്കണമെന്ന് വെച്ചാൽ അത് വയ്യ, അത് വേണം. ലക്ഷ്യബോധം ഉണ്ടായിട്ട് കാര്യമില്ല. എന്ത് വേണം? സ്ഥിരോത്സാഹം വേണം, കർമ്മോത്സുകത വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ. ഭഗവാന്റെ കാരുണ്യം വേണം. ഗംഗ എന്ന് പറഞ്ഞാൽ ജ്ഞാനെന്നർത്ഥം. ജന്മമഹർഷിയുടെ അനുഗ്രഹം, പരമശിവൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിലേ, ജന്മമഹർഷി എന്ന ഗുരുനാഥൻ, നല്ലൊരു ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ജ്ഞാനഗംഗ അത് അകത്തെത്തുള്ളൂ എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു താല്പര്യം. അതാണ് ഭഗീരഥൻ്റെ പ്രയത്നം പറഞ്ഞു. ഈ വംശത്തിലാണ് ഘട്വാങ്കൻ. ന ബാല്യേപി മതിർമഹ്യം അധർമ്മേ രമത ക്വചിത് നാപശ്യത്യുത്തമ ശ്ലോകാദന്യത് കിഞ്ചന വസ്ത്വഹം. ഘട്വാങ്കൻ വലിയ കേമനാണ് കേട്ടോ. അദ്ദേഹം ഒരു മുഹൂർത്തം കൊണ്ട് ഭഗവാനിലെത്തിയവനാണ്. അദ്ദേഹത്തിനെ പറ്റി പരാമർശം 2-ാമത്തെ സ്കന്ധത്തിലേ ഉണ്ട്. ശ്രീ ശുഗർ പറയുന്നുണ്ട്, താൻ പേടിക്കണല്ലോ, ഘട്വാങ്കൻ തൻ്റെ പൂർവികനല്ലേ, അദ്ദേഹം ഒരു മുഹൂർത്തം കൊണ്ട് ഭഗവാനിലെത്തിയിട്ടുണ്ട്. തനിക്ക് പിന്നെ 7 ദിവസമുള്ളൂ, ധാരാളമല്ലേ, 7 ദിവസമൊന്നും ആവശ്യമില്ല, ഒരു മുഹൂർത്തം തന്നെ വേണമെന്നില്ല. വേണമെന്നുള്ളവന് ഇനി വേണമെന്നില്ലെങ്കിൽ പിന്നെ എത്ര ദിവസം ഉണ്ടായിട്ടില്ല, 700 ദിവസം ഉണ്ടായി. ഇനി 700 വർഷം ഉണ്ടെങ്കിലും, ഇനി 700 ജന്മം ഉണ്ടെങ്കിലും ചിലപ്പം വേണമെന്നുണ്ടാവണം എന്നുള്ളതാണ് മുഖ്യം. അതുകൊണ്ട് ഘട്വാങ്കെന്ന പേരായിട്ടൊരു രാജാവ്, ആ രാജാവ് ദേവന്മാരെ സഹായിക്കാനായിട്ട് പോയതാണ്. അത് കഴിഞ്ഞു. ദേവാസുരത്തിൽ ദേവന്മാർ ജയിച്ചു. എന്താ അങ്ങേക്ക് തരേണ്ടത് ചോദിച്ചു. സമ്മാനമായിട്ട് സെൻഡ് ഓഫ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇരുത്തി ഇങ്ങനെ പുകഴ്ത്തുമല്ലോ. അവസാനം അങ്ങനെയൊരു മാഷെന്ന് വരെ ഈ സ്കൂളിൽ ഉണ്ടായില്ല. എന്ത് അദ്ദേഹത്തിന് തോന്നുന്നു ഇങ്ങനെയൊക്കെ 2 ദിവസം ഇത് പറയും. ഒന്ന് അങ്ങനെ സെൻഡ് ഓഫ്, പിന്നെ മരിക്കുന്ന ദിവസം പറയും. മരിക്കുന്ന ദിവസം നമ്മൾ കേൾക്കില്ല, മറ്റേത് നമ്മൾ കേൾക്കും, അറിയുള്ളൂ. അങ്ങനെ ഒരു ആളുണ്ടായില്ല. അദ്ദേഹം നമ്മൾ വിട്ടുപോകാൻ പറഞ്ഞ വലിയ സ്കൂളിൽ തന്നെ, അല്ലെങ്കിൽ ഓഫീസിന്, ഈ ലോകത്തിന് തന്നെ വലിയ നഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഇത് വെറുതെ പറയല്ല, ഘട്വാങ്കനെ പറ്റി അവർ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അത്രയും കേമനാണ് ഘട്വാങ്കൻ. അങ്ങനെ പറഞ്ഞ് എന്താ ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുക, എന്താ അങ്ങേക്ക് വേണ്ട, അങ്ങ് ചോദിച്ചോളൂ, എന്താ വേണ്ടോ ചോദിച്ചു. ആ ഘട്വാങ്കൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് മുക്തി. എന്താണ്? അതാണ് അദ്ദേഹത്തിൻ്റെ കേമത്വം. അദ്ദേഹം പറയുന്നതാണ്, എന്നാ ബാല്യേപിമതിർമഹ്യം, എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ അധർമ്മേരമതേ ക്വചിത്, അധാർമികമായ കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധ ഇല്ലായിരുന്നതാണ്. ലോക വിഷയങ്ങളിലൊന്നും എനിക്ക് ഒരു താല്പര്യം കുട്ടിക്കാലത്ത് പോലും. നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു, പ്രായമായിട്ടുണ്ടാ വേറെ വിഷയം, എന്നാലും കുട്ടിക്കാലത്ത് പിന്നെയും കുറച്ച് സ്വാർത്ഥത എൻ്റെ എന്നുള്ള വിചാരം, അതൊന്നും തട്ടിപ്പറിക്കാനും കിട്ടാനും ഒക്കെ വികൃതിയൊക്കെ അല്ലായിരുന്നു. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് തന്നെ എന്തില്ല, അധർമ്മേരമതേ ക്വചിത് നാപശ്യമുത്തമശ്ലോകാദന്യത് കിഞ്ചന വസ്ത്വഹം. ഭഗവാനല്ലാതെ വേറൊരു വസ്തുവിനെ ഞാൻ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മുക്തി മതി, വേറൊന്നും ആവശ്യമില്ല. വലിയ കേമനാവണം, ഇന്ദ്രപദവി വേണമെന്നോ, ഇവിടുത്തെ അപ്സര സ്ത്രീകളെ വേണമെന്നോ, പാരിജാത മരം തരാമെന്ന് പറഞ്ഞാലൊന്നും എനിക്ക് ആവശ്യമില്ല. ഇനി മരിക്കാണ്ടിരിക്കാം, അമൃത് തരാം, വേണ്ട, എനിക്കെന്ത് മതി, എനിക്ക് മുക്തി മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആ ഇന്ദ്രൻ പറഞ്ഞു, അത് പറ്റില്ല, കയ്യിലുള്ളതേ തരാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ അടുത്ത് മുക്തിയില്ല, വേണമെങ്കിൽ AC ഹാളാക്കി തരാം, അത്രേ പറ്റുള്ളൂ. സമാധാനമായിട്ടിരിക്കേണ്ട തരാം, അത് നമ്മളാണ്. ഇത് പറ്റും, AC ഹാള്, നല്ല സൗകര്യമൊക്കെ ചെയ്ത സമയത്ത് ആഹാരം അങ്ങനെയൊക്കെ ചെയ്തു തരാമെന്നല്ലാണ്ട് സമാധാനം തരാൻ അത് ഇന്ദ്രനില്ല. ഇന്ദ്രൻ ഡിപ്രസ്ഡാണ്, വെൽ ഡ്രസ്ഡുമാണ്, സ്ട്രെസ്ഡുമാണ്. ഇതാണ് ഇന്ദ്രൻ്റെ അവസ്ഥ. അത്രേ പറ്റുള്ളൂ. സാഹചര്യമൊക്കെ ഒരുക്കാന്നല്ലാതെ എനിക്ക് വേറൊന്നും സാധിക്കില്ല. അത് കേട്ടതും ഘട്വാങ്കൻ പറഞ്ഞു, എന്നാൽ പിന്നെ എന്നെ എൻ്റെ നാട്ടിലേക്ക് വിട്ടാൽ മതി, എനിക്കറിയാം അതിനുള്ള വഴി എനിക്ക് നിശ്ചയമുണ്ട്, എനിക്ക് ഇവിടുന്ന് ബുദ്ധിമുട്ടാന്നേ ഉള്ളൂ. എൻ്റെ ആയുസ് എത്ര ഉണ്ട് ചോദിച്ചു. പറഞ്ഞു, അധികം ആയുസ്സും അങ്ങേക്കില്ല, എന്നാൽ എത്രയും പെട്ടെന്ന് ഭാരതത്തിലേക്ക് പറഞ്ഞയക്കൂ. അത് ചെയ്തു, അതെന്നെ വലിയ ഉപകാരം. എന്ത് മതി, സപ്താഹവേദിക്ക് പറഞ്ഞയച്ചാൽ മതിയാണ്, വേറെ ഒന്നും വേണ്ടതാണ്, എത്രയും പെട്ടെന്ന്. എന്നാൽ തന്നെ വലിയ ഉപകാരമായെന്ന് പറഞ്ഞതും ഇന്ദ്രൻ അങ്ങനെ ചെയ്തു. അദ്ദേഹം തൻ്റെ നാട്ടിലെത്തി അവിടുന്ന് പടിഞ്ഞങ്ങോട്ടിരുന്ന് ഭഗവാനെ ധ്യാനിച്ച് ഒരു മുഹൂർത്തം കൊണ്ട് അദ്ദേഹം ഭഗവാനിലെത്തി. അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുന്നേ അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു. എന്താണ്, ശരീരം എൻ്റെ അല്ല എന്ന് അദ്ദേഹം അങ്ങോട്ട് അറിഞ്ഞതിന് ശേഷമാണ്. അതാണ് മുക്തി, അതാണ് ഘട്വാങ്കൻ്റെ മഹത്വം. ആ വംശം വർണ്ണിച്ച് വരുമ്പം ഘട്വാങ്കൻ്റെ മകനാണ് ദീർഘബാഹു, അദ്ദേഹത്തിൻ്റെ മകനാണ് രഘു. രഘുവംശം വളരെ പ്രസിദ്ധല്ലേ. സൂര്യവംശത്തിൽ രഘു, ചന്ദ്രവംശത്തിൽ യദു, അങ്ങനെയാണ് പറയുക. യദുവംശം, രഘുവംശം. ഇതിൽ രഘു വലിയ കേമനാണ്. രഘുവിൻ്റെ മകനാണ് അജൻ, അജൻ്റെ മകനാണ് ദശരഥൻ. ദശരഥൻ്റെ മക്കളായിട്ട് ഭഗവാൻ രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ, രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞ് രാമായണം
ആദ്യം ഒരു ശ്ലോകത്തിൽ പറയാൻ തുടങ്ങി. അങ്ങനെ വിചാരിച്ചത് ഒരു ശ്ലോകത്തിൽ നിർത്താൻ വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ശ്രീശുഗർ തോന്നിയാ അങ്ങനെ അങ്ങോട്ട് നിർത്തിയാൽ എങ്ങനെയാണ്, ശരി പറയാം എന്ന് കരുതി 2 അധ്യായമായി. അതോ ഭാഗ്യം അതിൽ നിർത്തി. അല്ലെങ്കിൽ മറ്റേ വാൽമീകി പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളാണ്. ഭാഗവതം ആകെ എത്രയേ ഉള്ളൂ? 18,000 ഉള്ളൂ. അതിനേക്കാളും താഴെയാണ്. പക്ഷെ അതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് 2 അധ്യായത്തിൽ ശ്രീശുഗർ പറയുകയാണ്. ലേശം വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശ്രീശുഗർ കാണുന്നത് വാൽമീകി കാണുന്നതല്ല. വാൽമീകി കഥയൊക്കെ വിസ്തരിക്കും. ശ്രീശുഗർ കാണുന്നത് രാമൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താ ചോദിച്ചാൽ ഗുർവർദ്ധേ ത്യക്തരാജ്യ, രാജ്യം ത്യജിച്ചു. അതാണ് 100 മാർക്ക് കൊടുത്തത്. ആര്? ശ്രീശുഗർ. നമ്മളാണെന്ന് എന്ത് നേടി നോക്കിയിട്ടാണ് മാർക്ക് കൊടുക്കുക. എത്ര റുപ്യാണ് ശമ്പളം കിട്ടുന്നത്, എത്ര ഫ്ലാറ്റ് വാങ്ങി, എത്ര വണ്ടി ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കേമത്തെ കണക്കാക്കുക. ശ്രീശുഗർ അങ്ങനെയല്ല, എന്ത് ത്യജിച്ചു നോക്കിയിട്ടാണ്. കാരണം ശ്രീശുഗർ ആരാ? സർവ്വസംഘ പരിത്യാഗിയാണ്. ഒന്നും അദ്ദേഹത്തിനില്ല, ഒക്കെ ഒഴിവാക്കിയ ആളാണ്. അപ്പോൾ തന്നെപ്പോലെ ഒക്കെ ഒഴിവാക്കിയവൻ എന്ന് പറയുമ്പോൾ ഒരു സ്നേഹം, ഒരു ഇഷ്ടം. ഗുർവർദ്ധേ ത്യക്തരാജ്യ, രാജ്യം ത്യജിച്ച ആളാണ് ആര്? രാമൻ. അയോധ്യ ഒഴിവാക്കി. രാജ്യം ത്യജിച്ചു പറഞ്ഞാൽ ഖജനാവ് കാലിയായിട്ടുള്ള രാജ്യവും അല്ലല്ലല്ല. അങ്ങനെയൊന്നുമല്ല. ഗംഭീരമായിട്ടുള്ള രാജ്യം, നല്ല സമ്പത്തുള്ള ഭണ്ഡാരം കൊണ്ട് പൂർണ്ണ, അതാണ് അയോധ്യ. അത്രയ്ക്ക് സമ്പത്തുള്ള വലിയ രാജ്യം അദ്ദേഹം ഒഴിവാക്കി. അതാണ് കേമത്തം. ഒഴിവാക്കുക പറഞ്ഞാൽ പണ്ട് യുധിഷ്ഠിരെ ഒഴിവാക്കിയിട്ടുണ്ട് രാജ്യം. അങ്ങനെയാണോ? അല്ലല്ല, അത് ധൂർത്തടിച്ചിട്ട് ആ ചൂത് കളിച്ച് ഒഴിവാക്കിയതാണ്. അങ്ങനെയല്ല. ഇത് ഗുർവർദ്ധേ ത്യക്തരാജ്യ, തൻ്റെ അച്ഛന് വേണ്ടി. ഗുരു പറഞ്ഞ വലിയ കാര്യം, വലുത് പറഞ്ഞ അച്ഛൻ അർത്ഥൻ്റെ ഇവിടെ അച്ഛന് വേണ്ടി, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ. അച്ഛൻ തന്നെ പറഞ്ഞു വേണ്ട അതൊന്നും നോക്കണ്ട, നീ അന്ന് ഞാൻ കൈകയോട് പറഞ്ഞു പോയതാണ്, അന്ന് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു, ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഒന്നാലോചിക്കണം. അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. ഇത് അങ്ങനെ അങ്ങോട്ട് കൊടുത്തത് ഇങ്ങനെ എഴുതി ചേർക്കും നമ്മളാരെയും വിചാരിച്ചു. അവസാനം തിരിഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അത് എത്തിച്ചില്ലേ. അതുകൊണ്ട് എന്നെ വധിച്ചിട്ടാണെങ്കിലും സാരമില്ല, എന്നെ ജയിലിലിട്ടിട്ടാണെങ്കിലും സാരമില്ല, രാമ നീ രാജ്യം ഭരിക്കണം, അതാണ് പ്രജകൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടും വേണ്ട അച്ഛാ. അച്ഛൻ തന്നെ കുറേ ചീത്തപ്പേര് അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും കൂടി വേണ്ട. അതുകൊണ്ട് ഇനിയില്ല, ഇനി നമ്മുടെ വംശത്തിൽ നമ്മൾ കാരണം ചീത്തപ്പേരുണ്ടാവണ്ട. അതാണ് രാമൻ്റെ ഭാവം. അതുകൊണ്ട് തന്നെയാണ് രാമൻ ചീത്തപ്പേരിന് പേടിച്ചിട്ടാണ് രാമൻ തൻ്റെ ഭാര്യയെ തന്നെ, വേറെ ഒന്നുമല്ല. രാമന് വലിയ പേടി. കൃഷ്ണന് പിന്നെ ആചാദ്യം ഒരു പേടിയില്ല. അത് 16,108 പിന്നെ അങ്ങനെയൊന്നൊരു വിഷയേ ഇല്ല. രാമൻ അങ്ങനെയല്ല. രാമനത് പേടിയാണ്. വയ്യ, എന്നെ പറ്റി അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ധർമ്മമാണ് മുഖ്യം എന്നുള്ളത് കൊണ്ട്. പത്മപദ്ഭ്യാം പ്രിയായാ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപഥരുചോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാച്ഛൂർപ്പണഖ്യാ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭ ത്രസ്താബ്ധി ബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതാന്നഹ. കോസലേന്ദ്ര നഹ അവതാത്. ആ കോസലേന്ദ്രൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏത് കോസലേന്ദ്രൻ? ധർമ്മിഷ്ഠനായിരിക്കുന്ന രാമൻ. രാമൻ ധർമ്മിഷ്ഠൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നമുക്ക് നല്ല സംശയം. എന്നാലും സീതയെ ഉപേക്ഷിച്ചില്ലേ ഭർത്താവാണോ? നല്ലൊരു ഭർത്താവാണോ? നല്ല ഭർത്താവാണോ ചോദിച്ചപ്പോൾ എന്താ ഇപ്പം പ്രതീക്ഷിക്കണു? രാമൻ പിന്നെ എന്താ ചെയ്യണ്ടു? രാമൻ സീതയെ ഉപേക്ഷിക്കാണ്ട് എന്താ വേണ്ടു? പിന്നെ സീതയും കൊണ്ട് സ്വിറ്റ്സർലാൻഡിൽ പോവുകയും ഇപ്പോൾ രാജ്യം എന്ത് ചെയ്യും? അല്ല, രാജ്യം ആരാ നോക്കുക? രാജ്യം ഭരതൻ നോക്കില്ലേ? ഭരതപ്പം ഇത്രയും കാലം നോക്കിയോ? 14 വർഷം തന്നെ ഭരതൻ ആ ഏട്ടൻ്റെ മെതിയടി അവിടെ വയ്ക്കുകയുണ്ടായത്. 14 വർഷം കഴിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ തീച്ചാടി ചാവുന്നാണ് ആര് പറഞ്ഞത്? ഭരതൻ പറഞ്ഞത്. രാമൻ ഹനുമാനെ വിട്ടു നോക്കി. ഹനുമാൻ പോയി നോക്കുമ്പം അദ്ദേഹം ചെത നേരെയാക്കിയിട്ടുണ്ട്, ചൂട്ടും കത്തിച്ച് നിൽക്കുക, വാച്ച് നോക്കിയിട്ട്. ദിവസം മാറിയാൽ ചാടുകയാണ്. അതാണ് ആര്? ഭരതൻ. അദ്ദേഹം സമ്മതിക്കില്ല. പിന്നെ എത്ര കോടി ജനങ്ങളുണ്ട്, അവരോടൊക്കെ പറഞ്ഞതാണ് രാമൻ എന്ത്, ഞാൻ തിരിച്ചു വരും, രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാത്തിരിക്കുകയാണ് അവർ. എന്നിട്ടിപ്പം ഇവിടെ വന്നിട്ട് ഇനിയിപ്പം ആ രാജ്യം ഒഴിവാക്കിയിട്ട് ഭാര്യയും കൊണ്ട് സിംഗപ്പൂരിൽ പോകും. എന്താ വേണ്ടു പിന്നെ? അത് രാമൻ ചെയ്യില്ല. കോടാനുകോടി പ്രജകളുടെ മുന്നിൽ താൻ രാജാവാണ്, ഭാര്യയുടെ മുന്നിൽ മാത്രമാണ് എന്ത്? ഭർത്താവ്. ഭാര്യയും ഭർത്താവ് രണ്ടല്ല, ഒന്ന് തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സഹിച്ച ലോകത്തിന് ഇതൊക്കെ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് അതിഥികൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭക്ഷണം എന്താ ചെയ്യുക? ഭർത്താവിന് കഴിച്ചേ പറ്റുമോ? ഒപ്പം കൂട്ടുകാരനാണേ, 4 ചപ്പാത്തി ഉള്ളുവാനും എന്ത് ചെയ്യും? അപ്പം ഭാര്യയോട് പറയും നീ ഞങ്ങൾ കഴിക്കട്ടെ എന്നാലും എന്ന് പറഞ്ഞൊരു ഭർത്താവ് അവിടെ ഇരുന്ന്, ഭർത്താവിന് വിഷമമുണ്ട്, കാരണം ഭാര്യ കഴിക്കാനില്ല, അതിനുണ്ടാവില്ല. എന്നാലും അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? അത് വലിയ കുറ്റമായിട്ട് പറയാറുണ്ടോ? അവർ രണ്ടുപേരും കൂടി സഹിക്കുന്നു. ആർക്ക് വേണ്ടി? അത് ലോകത്തിന് വേണ്ടി തന്നെ, മക്കൾക്ക് വേണ്ടി സഹിക്കുന്നില്ലേ? എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അത്രയേ ഉള്ളൂ. ഇതൊന്നും ഒരു കുറ്റമായിട്ട് പറയേണ്ട കാര്യമില്ല. ഉപേക്ഷിക്കുക പറഞ്ഞാൽ വേറെ കഴിച്ചാൽ നമുക്ക് ഉപേക്ഷിച്ചു പറയായിരുന്നു. കഴിച്ചിട്ടില്ല.
കഴിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായി, എന്നിട്ടും കഴിച്ചില്ല. യാഗം ചെയ്യുമ്പം പറഞ്ഞു അശ്വമേധം കഴിക്കുമ്പം കൂടെ ആര് വേണം, ഭാര്യ വേണമെന്ന് പറഞ്ഞു ഋഷിമാർ. അപ്പം രാമൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സീത ഇല്ലാണ്ട് വേറെ ആളേക്ക് ആലോചിക്കാൻ പറ്റില്ല. സ്വർണം കൊണ്ടൊരു സീതയെ ഉണ്ടാക്കി അടുത്തിരുത്തി യാഗം ചെയ്തു. ആ പേര് പറഞ്ഞ് കഴിക്കായിരുന്നല്ലോ അല്ലേ. എനിക്കൊട്ടും മോഹൻ ഋഷിമാരിങ്ങനെ നിർബന്ധിച്ചു, കഴിക്കൂ രാമ കഴിക്കൂ രാമൻ. അവസാനം ഞാനങ്ങോട്ടൊന്ന് കഴിച്ചു എന്ന് പറയായിരുന്നു. പിന്നെ അച്ഛൻ 3 കഴിച്ചിട്ടുണ്ടെന്നാണ്, 300 കഴിച്ചെന്നും രാമായണം പറയുന്നുണ്ട്. അച്ഛന് 300 കഴിച്ചു, തനിക്കിപ്പോൾ 2 കഴിക്കാൻ ആരാ? പണ്ട് എത്ര വേണമെങ്കിലും കഴിക്കാൻ ആരൊന്നും പറയൂല, ഒരു പ്രശ്നമില്ല. എന്നിട്ടും അദ്ദേഹം കഴിച്ചില്ല. അതാണ് രാമൻ്റെ മഹത്വം. എന്ന് മാത്രമല്ല, സീതയോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ വല്ല പോലെയുള്ള കാട്ടിലും ഉപേക്ഷിക്കണം. വാൽമീകിയുടെ ആശ്രമത്തിൽ അത്രയും നല്ലൊരു അന്തരീക്ഷം, ശാന്തമായ അന്തരീക്ഷം, വേദമന്ത്രങ്ങളൊക്കെ കേൾക്കാം. അവിടെ വേദാന്ത സാരം, അന്തര്യോഗം, ആധ്യാത്മിക ചർച്ചകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ സീതയുടെ ഹൃദയം ശുദ്ധാവും. തനിക്കുണ്ടാവുന്ന കുട്ടികൾ നല്ല മിടുക്കരായിട്ടുള്ളൂ. സീരിയലൊന്നും കാണാൻ പറ്റില്ല അവിടുന്ന്. ഇവിടെ വെച്ചാൽ പിന്നെയുണ്ടാവും, മന്ദരം ഉണ്ടാവും, അതുണ്ടാവും, പലതും ഉണ്ടാവുന്നതാണ്. അവിടെ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല. ആത്മീയുടെ ആശ്രമം നല്ലൊരു അന്തരീക്ഷം, അത്ര നന്നു. ഭാഗവതം കേട്ട് അങ്ങനെ ഇരിക്കുക, അങ്ങനെ ഉണ്ടാവണം. കുട്ടികളും മിടുക്കരാവുകയും ചെയ്തു. അതാണ് കാര്യം, അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ വയ്യ, സീതാ പരിത്യാഗം എന്നാണ് പറയുക. വലിയൊരു കാര്യത്തിന് വേണ്ടി ഇതിപ്പം ചേർത്തെന്ന് തോന്നുകയാണ്. തൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ വലിയ കാര്യമാണ്. രാജാവിനെ സംബന്ധിച്ച് പ്രജകളുടെ കാര്യമാണ് മുഖ്യം, തൻ്റെ കുടുംബകാര്യമല്ല പ്രധാനം. അങ്ങനെ വേണ്ടത്. തൻ്റെ കാര്യം നോക്കിയിട്ട് പ്രജകളുടെ കാര്യം എന്തെങ്കിലും ആവട്ടെ കരുതിയാൽ അത് ഭരണാധികാരിക്ക് ചേർന്നതല്ല. രാമൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാമൻ രാജാവ്. അതാണ് രാജാവ് എന്നുള്ളതാണ് മുഖ്യധർമ്മം. മറ്റതൊക്കെ ഗൗണാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ന്നതാണ്. അതുകൊണ്ടൊരു ഭരണാധികാരിയുടെ രീതിയിൽ നോക്കിയാൽ രാമൻ്റെ കാര്യത്തിൽ രാജാവ് എന്നുള്ള കാര്യത്തിൽ 100 മാർക്കാണ്. ഭർത്താവ് എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ 50 ഉണ്ടാവുള്ളൂ. അച്ഛൻ എന്നുള്ള കാര്യത്തിൽ 45 പാസ്സായിട്ടൊക്കെ ഉണ്ടാവും, കഷ്ടി അതൊക്കെ എത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ രാജാവ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി പറയുന്നുണ്ടല്ലോ, രാമരാജ്യം. രാജ്യത്തുള്ളവർക്ക് പേടിക്കാം, പ്രജകളെ സംബന്ധിച്ച് പേടിക്കാനില്ല രാമനാണെങ്കിൽ. അതുകൊണ്ട് രാമൻ അത് പഠിപ്പിക്കാനാണ് വന്നത് തന്നെ. ഒരു ഭരണാധികാരി എങ്ങനെയാവണം, ജീവിതത്തിൽ വിഷമം സന്തോഷമൊക്കെ ഉണ്ടാവും, രണ്ടിലും അങ്ങോട്ട് ഭ്രമിച്ചു പോകണ്ട, ധർമ്മം അനുഷ്ഠിക്കുക. അങ്ങനെയാണെങ്കിൽ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കാനാണത്രേ ആ ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചത്. അതാണ് രാമാവതാരം. അതൊന്ന് സൂചിപ്പിച്ചു. ആ വംശം വർണ്ണിച്ച് വരുമ്പം അതിൽ നിമിരാജാവ്, ആ രാജാവ് യജ്ഞം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ വസിഷ്ഠനെ വിളിച്ചു, വസിഷ്ഠനെ വരിച്ചു എന്ന് പറഞ്ഞാൽ ഓർഡർ വിളിച്ചേൽപ്പിച്ചു എന്നർത്ഥം. അതാണ് വിളിച്ചേൽപ്പിച്ചിട്ട് പിന്നെ വേറെ ആചാര്യനെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രസിഡൻ്റ് ഒരാളെ വിളിച്ചേൽപ്പിച്ചു, സെക്രട്ടറി വേറെ ആളെ ഏൽപ്പിച്ചു, 2 ആചാര്യൻ ഒരേ ദിക്കിൽ. പിന്നെ അവർ തമ്മിൽ കണക്ഷനുള്ളതുകൊണ്ട് കാര്യം പറയുമ്പോൾ താണ്ടോ അവിടെ, ഞാനും അവിടെ തന്നെയാണ്. പിന്നെ അവർ വിളിച്ച് ചോദിച്ചിട്ടാണ് ഇവർ തമ്മിൽ തീരുമാനം. അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ദിക്കിൽ. ഇതേപോലെ എന്ത് പറ്റിച്ച ഇവിടെ ഇദ്ദേഹം വസിഷ്ഠനെ ഏൽപ്പിച്ചു, നിമിരാജാവ്. വസിഷ്ഠൻ എന്ത് ചോദിച്ചാൽ വേറൊരു വലിയ പരിപാടി വന്നപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പോയി, കുറച്ചുകൂടി ദക്ഷിണ അധികം കിട്ടി. ഇന്ദ്രനൊരു യാഗം നടത്തുന്നുണ്ട്, അപ്പോൾ അദ്ദേഹം ഇതൊഴിവാക്കി അങ്ങോട്ട് പോയി. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല. നിമിരാജാവ് പറയും, ഇത് മര്യാദയാണ്, ഇതാണോ മര്യാദ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞ അദ്ദേഹം വേറൊരു പുരോഹിതനെ, ഗൗതമൻ എന്ന് പറയും, ഗൗതമനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം തൻ്റെ ആ യാഗം അങ്ങോട്ട് നടത്തി. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല. വസിഷ്ഠൻ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പരിപാടി നടത്തി എന്ന് പറഞ്ഞപ്പം വസിഷ്ഠന് ദേഷ്യം വന്നു. വസിഷ്ഠൻ നിമിയെ ശപിച്ചു, ദേഹം പതിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. നിമി ചില്ലറക്കാരനൊന്നല്ല. നിമി പറഞ്ഞു, ഇതിലെന്ത് ന്യായമുള്ളത്, എൻ്റെ ദേഹം പതിക്കുമെങ്കിൽ തൻ്റെ ദേഹം പതിക്കട്ടെ. അദ്ദേഹം തിരിച്ചും ശപിച്ചു, 2 പേരുടെയും ദേഹം പോയി. അങ്ങനെ വസിഷ്ഠൻ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് മിത്രാവരുണന്മാരിൽ ആവേശിച്ചു. അവരുടെ മകനായി മൈത്രാവരുണി എന്നുള്ള പേരിൽ വീണ്ടും വന്നു. നിമിയോട് ദേവന്മാർ ചോദിച്ചു, അല്ല അങ്ങക്ക് ദേഹം വേണോ ചോദിച്ചു. നിമി പറഞ്ഞു, എനിക്ക് വേണ്ടത്, അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ, എനിക്കിത് മോഹമില്ല, എനിക്ക് ദേഹം ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ദേവന്മാർ പറഞ്ഞത് പറ്റില്ല, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പം നിമി പറഞ്ഞു, അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൺപോളകളിൽ ഇരുന്നോളാം ജനങ്ങളുടെ. അങ്ങനെയാണ് നിമിയുടെ പ്രവർത്തനമാണ് അത്ര. ഇടയ്ക്ക് നമ്മളിങ്ങനെ വല്ലാണ്ട് അടയ്ക്കുന്ന നിമിയല്ല, അത് നമ്മുടെ കുഴപ്പമാണ്. ഇടയ്ക്കിങ്ങനെ നമ്മളോട് ചോദിക്കാണ്ട് തന്നെ നമ്മൾ അറിയണമെന്നില്ല, അതൊന്നും അറിയണില്ല, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആവണമെന്ന് നമ്മൾ അറിയണില്ല, പറഞ്ഞ സമയമേ ഉള്ളൂ. അതാണ് നിമിഷം എന്നൊക്കെ പറയും. ആ പേര് വന്നത് തന്നെ നിമി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിമിയുടെ ഒരു പ്രവർത്തനമാണത്. അങ്ങനെ അവിടെ ഇരുന്നോളം ഞാൻ ആര് പറഞ്ഞു, നിമി പറഞ്ഞു. അങ്ങനെയാണ് ഈ നിമിരാജാവിൻ്റെ കഥ. നിമിരാജാവിൻ്റെ ഈ ശരീരം വീണുപോയി. ആ ശരീരം മഹർഷിമാർ കടഞ്ഞു, അതിൽ നിന്നൊരു കുമാരനുണ്ടായി. അയാൾക്ക് മിഥിലൻ എന്ന് പേരിട്ടു. അങ്ങനെ കടഞ്ഞ് കിട്ടിയത് കൊണ്ട് അങ്ങനെ മിഥിലൻ, മഥനത്താൽ കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ആ പേര്. അദ്ദേഹം സ്ഥാപിച്ച നഗരിയാണ് മിഥിലാപുരി.
ആ മിഥിലാപുരിയിൽ ജനിക്കുന്നവരൊക്കെ എന്ത് വിളിക്കും? മൈഥിലി എന്ന് പറയും സ്ത്രീകളാണെങ്കിൽ. എന്നാണ് സീതയ്ക്ക് ആ പേര് വരാൻ കാരണം. അതിനുശേഷം പിന്നീട് ചന്ദ്രവംശം, പിന്നെ ആ ചന്ദ്രവംശം വർണ്ണിക്കുകയാണ്. അതിൽ പുരൂരവസൻ്റെ കഥയാണ്. ആ രാജാവ് ചന്ദ്രൻ്റെ മകനാണ് ബുധൻ. ബുധൻ ഇളയെ കണ്ട് അങ്ങനെ മോഹിച്ചു, കല്യാണം കഴിച്ചു. അങ്ങനെ ഉണ്ടായ മകനാണ് പുരൂരവസ്. പുരൂരവസ് ഉർവശിക്ക് പുരൂരവസിന് ഇഷ്ടമാണ്. അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെ അവിടുന്ന് എന്തായാലും താഴത്തേക്ക് ഭൂമിക്ക് വരേണ്ടി വന്നു. അങ്ങനെ പുരൂരവസനെ വിവാഹം കഴിച്ചു. ആദ്യ കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ ആടുകളുണ്ടാവും, അത് നെയ്യേ കഴിക്കുള്ളൂ, അത് മിൽമ പാടില്ല, നല്ല നെയ്യേ കഴിക്കും, ഇങ്ങനെയൊക്കെ ഓരോന്ന് അത് പറയും. ഇതൊക്കെ അദ്ദേഹം സമ്മതിച്ചെന്തോ ആവട്ടെ. പിന്നെ അങ്ങനെ ഞാൻ വസ്ത്രമില്ലാണ്ട കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹമൊക്കെ സമ്മതിച്ചു. എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ആവാമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവിടെ ഇന്ദ്രനാകെ പ്രയാസം. ഡാൻസ് കളിക്കാൻ ആരില്ല. ഉർവശി കാണുന്നില്ല. ഉർവശി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എന്താ വെച്ചാൽ അങ്ങോട്ട് സദസ്സം അങ്ങോട്ട് ഭംഗിയാവുന്നില്ല. അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്തു വെച്ചാൽ ആളെ വിട്ടു. ആ ആടിനെ ആര് കൊണ്ടുപോയി? ദേവന്മാർ കട്ടുകൊണ്ടുപോയി. ആ ആടിൻ്റെ കരച്ചിലൊക്കെ കേട്ടപ്പം ഇവള് പറഞ്ഞു, ആടിനെ കാണാനില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാൻ വയ്യെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ തട്ടിപ്പടഞ്ഞ് ഞങ്ങൾ ഡീറ്റ് പോയി. അങ്ങനെ ആ ആടിനെ തപ്പി അന്വേഷിച്ച് പോയപ്പോഴേക്കും ഇന്ദ്രൻ മിന്നലടിച്ചു. മിന്നൽ തൻ്റെ കയ്യിലാണല്ലോ, ടോർച്ചടിച്ചു. അപ്പോൾ അദ്ദേഹം വസ്ത്രം ആ ബെൽറ്റ് കഴിഞ്ഞു പോയി. മറ്റതുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അപ്പോൾ നഗ്നനായിട്ട് കാണുകയും ചെയ്തു. ആടും പോയി, നെയ്യും കൊടുക്കാൻ പറ്റിയില്ല, എല്ലാം കൂടി തെറ്റിച്ചെന്നും പറഞ്ഞ് ആര് പെട്ടിയെടുത്ത് പോയി. ഉർവശി ഞാൻ പോവാമെന്നും പറഞ്ഞു. ഇന്ദ്രൻ പറ്റിച്ച പണിയാണ്. എന്തായാലും ഉർവശി പോയി. ഉർവശി പോയതോടുകൂടി ഇയാൾക്ക് രാജ്യഭരണം ഒന്നും പറ്റണില്ല. ഉർവശി എന്ത് ചെയ്യും? രാവിലെ എണീറ്റാൽ ഉർവശി, അങ്ങനെ എന്ത്, ചായ കുടിക്കുമ്പോൾ ഉർവശി, ഊണ് കഴിക്കുമ്പോൾ ഉർവശി, ഇങ്ങനെ അവസാനം ഇതൊക്കെ നിർത്തി. ഒന്നും പറ്റണില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഒറ്റ ചിന്തയുള്ളൂ ഉർവശി. എന്നാലും ഉർവശി പറഞ്ഞ അങ്ങനെ ഇരുന്നു. ഒരിക്കൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ആരെ കണ്ടു? ആ ഉർവശിയെ കാണുകയാണ്. ഉർവശി ഇദ്ദേഹത്തെ അന്ന് തന്നെ മറന്നു. ഉർവശിയുടെ മനസ്സിലാരില്ല, അദ്ദേഹമില്ല, അപ്സര സ്ത്രീകളല്ലേ, അവർക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല, മനുഷ്യനല്ലേ, സാധാരണ മനുഷ്യനല്ലേ. അപ്പോൾ ഉർവശി എന്നുള്ള വിചാരത്തിൽ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞ അവസാനം കുരുക്ഷേത്രത്തിൽ വെച്ച് ഉർവശി തൻ്റെ തോഴിമാരുടെ കൈയും പിടിച്ച് ചിരിച്ച് കളിച്ചങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ നോക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ മെലിഞ്ഞ് ഉണങ്ങി, അങ്ങനെ പണ്ട് 112 കിലോ ഉള്ള ആളിപ്പം 24 അങ്ങനെയൊക്കെയായി. ഉർവശിയാണെങ്കിൽ തടിച്ചു കൊഴുത്തങ്ങനെ. അവർക്കൊരു കുഴപ്പമില്ല, നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. അദ്ദേഹം ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓടിച്ചെന്ന് ഉർവശിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, എന്നെ മനസ്സിലായിയോ? പുരൂരവസല്ലേ? അതെ, മനസ്സിലായില്ലേ? ഞാൻ എന്താ ജപിക്കണമെന്നറിയോ ചോദിച്ചു. എന്താ ജപിക്കണത്? ഉർവശി എന്നാ. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഷ്ടം തന്നെയാണ്. ഉർവശി പറയും, ഈ നേരം കൊണ്ട് നാരായണ ജപിച്ചാൽ ഇപ്പം മോക്ഷം കിട്ടിയനെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് തോന്നി, അത് ഹൃദയത്തിൽ കൊണ്ടു. അല്ല, അവൾ പറഞ്ഞത് കാര്യമാണ്. തനിക്ക് ഈ ഒരു ആവേശം, ഉർവശിയോടുള്ള ആവേശത്തിൻ്റെ 100-1 മതി ഭാഗവതം വായിക്കാണ്ടായാൽ മതി. അതിൻ്റെ ഒരു 10-1 ഉണ്ടായാൽ മതി. ആ ഒരു സമയം, ഉർവശിയെ ചിന്തിക്കുന്നതിൻ്റെ 10-1 സമയം ഞാൻ ഈശ്വരനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര കണ്ട് സമാധാനം ഞാൻ അനുഭവിക്കുമായിരുന്നു, ഇത്രയൊക്കെ ബുദ്ധിമുട്ട് എനിക്കുണ്ടാകുമായിരുന്നോ. അതുകൊണ്ട് ഇനി ഞാൻ ഭഗവാനെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. ഉർവശിയെ അദ്ദേഹം ഒരു ഫോട്ടോ വെച്ച് പൂജിക്കും. ഗുരുനാഥേ, അങ്ങനെ ചുമരിലൊക്കെ അങ്ങനെ ഉർവശിയുടെ ചിത്രം വിളക്കൊക്കെ വെച്ച് അങ്ങനെ അദ്ദേഹം അതായി മാറി. ഇന്നലെ വരെ കണ്ട ഉർവശിയല്ല പിന്നെ അദ്ദേഹം അങ്ങനെ കണക്കാക്കി. ഈ ഒരു ഉപദേശം തനിക്ക് തന്നില്ലേ എന്ന് കണക്കാക്കി. അതാണ് അദ്ദേഹത്തിൻ്റെ കഥ. പിന്നെ ആ വംശത്തിലാണ് ഗാധി എന്ന് പറയായിട്ടൊരു രാജാവ്. ആ രാജാവിൻ്റെ പുത്രിയാണ് സത്യവതി വിവാഹം കഴിച്ചത് ഋചീകൻ എന്നൊരു ബ്രാഹ്മണനെയാണ്. അങ്ങനെ ഋചീകൻ എന്ന ബ്രാഹ്മണൻ സത്യവതിയെ വിവാഹം കഴിച്ചത്. തൻ്റെ ഭാര്യ ക്ഷത്രിയ സ്ത്രീയാണ്. തനിക്കുണ്ടാവണ മകൻ ബ്രാഹ്മണ തേജസ്സുള്ള ആളാവണം എന്ന് കരുതി അദ്ദേഹം തൻ്റെ പത്നിക്കുണ്ടാവുന്ന കുട്ടി ഒരു ബ്രാഹ്മണ കുട്ടി ആവട്ടെ എന്ന് കരുതി അദ്ദേഹം തീർത്ഥം ജപിച്ചു വെച്ചു. അങ്ങനെ ഇരിക്കെ തൻ്റെ ഭാര്യയുടെ അമ്മയും ഗർഭം ധരിച്ചിട്ടുണ്ട്. അവർ ക്ഷത്രിയ സ്ത്രീയാണ്. അപ്പോൾ അത് അവർക്കുണ്ടാവുന്നത് ക്ഷാത്രതേജസ്സുള്ള കുട്ടിയാവട്ടെ എന്ന് കരുതി അദ്ദേഹം ഭാര്യയുടെ അമ്മയ്ക്കും തീർത്ഥം ജപിച്ചു വെച്ചു. പക്ഷേ അവർ തമ്മിലത് മാറ്റി കുടിച്ചു. ആ ഭാര്യയുടെ അമ്മയ്ക്ക് തോന്നി, എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ഭാര്യയ്ക്കാകുമ്പോൾ 1-ാം ക്ലാസ് തീർത്തും തനിക്ക് അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്ത് ചെയ്യും? അതല്ല, അദ്ദേഹം ഉദ്ദേശിച്ച് തനിക്കുണ്ടാവുന്ന കുട്ടി ബ്രഹ്മതേജസ്സുള്ള കുട്ടിയാവട്ടെ, പിന്നെ അവർക്ക് ക്ഷത്രിയനാണ് അവർ, അതുകൊണ്ട് അവർക്കുണ്ടാവുന്നത് ക്ഷാത്രതേജസ്സാവട്ടെ, ഭരിക്കാനൊക്കെ പറ്റിയ ആളാവട്ടെ എന്ന് കരുതി അങ്ങനെ ജപിച്ച് വെച്ചതാണ്. അവർ മാറ്റി കുടിച്ചു. അതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായത് ഗാധിനോ വിശ്വാമിത്ര ഋഷി. ഗാധി രാജാവാണെങ്കിലും ഉണ്ടായ മകൻ വിശ്വാമിത്ര രാജാവായിട്ട് അധികകാലം ഉണ്ടായില്ല. കുറച്ച് ദിവസം ഇരുന്നപ്പോഴേക്ക് ഇദ്ദേഹം തൻ്റെ തേജസ് കൊണ്ട് ബ്രാഹ്മണനായിട്ട് മാറി. ജന്മം കൊണ്ട് ക്ഷത്രിയനാണെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം വിശ്വാമിത്ര രാജാവ് എന്നല്ല പറയാം. കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അദ്ദേഹം ആരായി മാറി? വിശ്വാമിത്ര മഹർഷിയാണ്. അതൊരു കാരണദാത്രേ, തീർത്ഥത്തിൻ്റെ ഫലം. തനിക്കുണ്ടായ മകൻ ജമദഗ്നിയാണ്. അയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം തൻ്റെ തപസ്സുകൊണ്ട് അദ്ദേഹം
അടുത്ത തലമുറയ്ക്ക് മാറ്റിയത്. അതുകൊണ്ട് ജമദഗ്നിക്കുണ്ടായ മകൻ അത് ക്ഷത്രിയനായി മാറി. ജമദഗ്നി വിവാഹം കഴിച്ചത് രേണുകയാണ്. അങ്ങനെ രേണുകയിൽ ജമദഗ്നിക്കുണ്ടായ മകനാണ് ഭഗവാന്റെ അവതാരമാണ് പരശുരാമൻ. രാമനെ പേരുള്ളൂ, പക്ഷേ പരശു എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കും. അങ്ങനെ ആളുകൾ പരശുരാമൻ എന്ന് പേര് വിളിക്കുകയാണ്. പരശു പറഞ്ഞാൽ മഴു, ഭാർഗവരാമൻ വലിയ കേമനാണ്. ആ കാലത്ത് കാർത്തവീര്യാർജുനൻ അയാൾ വലിയ കേമനാണ്. ആയിരക്കണക്കിന് കൈകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പണ്ട് കളിക്കുന്ന സമയത്ത് അദ്ദേഹം തടാകത്തിൽ ആ നദിയിൽ വന്നിട്ട് തൻ്റെ കൈ അങ്ങോട്ട് വെച്ച് മതിലുണ്ടാക്കി. എന്നിട്ട് ഭാര്യമാരൊക്കെ ഉണ്ട്, അവരൊക്കെ അങ്ങനെ കുളിക്കുന്നുണ്ട്. അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങോട്ട് തടഞ്ഞു വെച്ചു. ആ സമയത്ത് ആര് കുളിക്കുന്നുണ്ടായിരുന്നു? നമ്മളെ ലങ്കേശൻ. രാവണൻ മുങ്ങാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അത്ര പെട്ടെന്ന് എവിടെ പോയി? മുകളിൽ ഇയാൾ തടഞ്ഞു വെച്ചതാണ്. രാവണൻ്റെ ദേഷ്യമായി അങ്ങോട്ട് വന്നു. അങ്ങനെ തമ്മിൽ കലഹായി. അവസാനം രാവണനെ കണ്ടപ്പോൾ കാർത്തവീര്യാർജുനും അത്ഭുതം. 10 തലയൊക്കെ ഉള്ളൊരു ജന്തു അദ്ദേഹം എടുത്തങ്ങോട്ട് കൊണ്ടുപോയി തൻ്റെ നടുമുറ്റത്ത് തത്തക്കൂട്ടിലിട്ടു. ആരെ? എന്തായാലും അതാ ഒഴിഞ്ഞു കിടക്കുക കൂട്, ഇയാളിരിക്കട്ടെ. അങ്ങനെ ഇടയ്ക്കൊക്കെ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇഡ്ഡലിയൊക്കെ അടുക്ക് കൊടുക്കും. രാവണ എന്ന് പറഞ്ഞങ്ങോട്ട് കൊടുക്കും. രാവൺ അങ്ങനെ വെച്ചാൽ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്നും ഇവിടെ കഴിഞ്ഞു കൂടണമെന്നേ ഇപ്പോൾ രാവണനേ ഉള്ളൂ. ഇങ്ങനെ ഉള്ള കേമനായിരുന്നു ആര്? ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ കേമൻ രാവണനാണ്. ആ രാവണൻ ഇയാളുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ആ കാർത്തവീര്യാർജുനൻ്റെ കേമത്തെന്താ? ആ കാർത്തവീര്യാർജുനൻ ഒരിക്കൽ നായാട്ടിന് വന്നു. അവിടെ നായാട്ടിന് വന്ന് ഉച്ച സമയമായി, നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തുള്ളൊരു ആശ്രമത്തിലേക്ക് പോയി. പരശുരാമൻ്റെ ആശ്രമം, ജമദഗ്നിയുടെ ആശ്രമം. അവിടെ ചെന്നിട്ട് പറഞ്ഞു നല്ല ദാഹമുണ്ട് എന്ന് പറഞ്ഞു. ജമദഗ്നി പറഞ്ഞു നല്ല വിശപ്പും ഇല്ലേ? സമയം 1:30. വിശപ്പില്ലേ ചോദിച്ചാൽ വലിയൊന്നും പറയാൻ വയ്യ, വിശപ്പൊക്കെ ഉണ്ട്. പക്ഷേ വേണ്ട, ചെറിയ കൂടുതലല്ല, ചെറിയ ആശ്രമം, അങ്ങനെ ഇപ്പം ഭക്ഷണം ഉണ്ടാക്കണ്ട, ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കഴിക്കാനുള്ളതല്ലേ ഉള്ളൂ, അത് തരുമൊന്നും വേണ്ട, തൽക്കാലം വെള്ളം തന്നാൽ മതി. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 100-500 പേരുണ്ട്, അതുകൊണ്ട് അവർക്കൊന്നും കൊടുക്കാണ്ട കഴിക്കണമെന്ന് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഈ ജമദഗ്നി പറഞ്ഞു അങ്ങനെ വേണ്ട, അവർക്കൊക്കെ കൊടുക്കാനുള്ള വകപടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇയാൾക്ക് അത്ഭുതമായി. തൻ്റെ കൊട്ടാരത്തിലല്ലേ എത്ര. അപ്പോഴാണ് ഈ ഒരു ചെറിയൊരു ആശ്രമത്തിലുള്ള അദ്ദേഹം എന്ന് പറയുന്നത് ആ 500 പേർക്കും കൊടുക്കാനുള്ളത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായി. ഏതായാലും കൈ കഴുകി വന്നിരുന്നു, എല്ലാവരും ഇരുന്നു, ഗംഭീര സദ്യ കൊടുത്തു. ആ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത് വന്ന് ജമദഗ്നിയോട് ചോദിച്ചു, എന്നാൽ എവിടുന്ന ഈ സമ്പത്ത്? രാജാവാകുമ്പോൾ അന്വേഷിക്കണമല്ലോ, ഇതിപ്പോൾ എവിടുന്ന അങ്ങനെ കിട്ടുന്നത്, ഇത്രയൊക്കെ സമ്പത്ത് എവിടുന്നാണ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇവിടെ ഗോശാലയിലുള്ള പശു, അത് ആ കാമധേനുവിൻ്റെ വംശത്തിൽപ്പെട്ട പശുവാണ്, അത് ഈ ഭഗവാൻ തന്നതാണ്, അതിനോട് എന്ത് ചോദിച്ചാലും അത് തരും. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒന്നും ചോദിക്കാറൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ അങ്ങനെ വന്നാൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടും, യാഗത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഭഗവാൻ തന്നതാണെന്ന് പറഞ്ഞു. എന്ത് ചോദിച്ചാലും കിട്ടുന്ന പശു എന്ന് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു അങ്ങനെ ഒരു പശു ഉണ്ടെങ്കിൽ അത് ആരെടുത്താണ് വേണ്ടത്? രാജാവിൻ്റെ അടുത്തല്ലേ എന്ന് പറയലും കെട്ടഴിച്ച് ആര് കൊണ്ടുപോയി? ആ പശുവിനെ അദ്ദേഹം കൊണ്ട് കൊണ്ടുപോയി. കാല് പിടിച്ച് പറഞ്ഞു കൊണ്ടുപോരുന്നു, പക്ഷെ ആരും കേട്ടില്ല. കാർത്തവീര്യാർജുനൻ കേട്ടില്ല. തിരിച്ചു വന്നപ്പം അമ്മയും അച്ഛനൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്നത് ആര് കണ്ടു? പരശുരാമൻ. എന്താ കാര്യം എന്ന് അന്വേഷിച്ചു, പശുവിനെ കാണാനില്ല. കൊണ്ടുപോയതാണോ കാർത്തവീര്യാർജുനൻ, അല്ലെങ്കിൽ കൊടുത്തതാണോ? കൊടുത്തതാണോ കൊണ്ടുപോയതാണോ? കൊണ്ടുപോയതാണോ കൊടുത്തതാണോ? കൊടുത്തതാണെങ്കിൽ ഒന്നും പറയാനില്ല, അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം. കൊണ്ടുപോയതാണെങ്കിൽ കണക്ക് തീർക്കണ്ടേ. കൊടുത്തതല്ല എന്ന് പറയലും മഴുടുത്ത് ആര് പുറപ്പെട്ടു? ഘോരമാതായ പരശും. അതുമായിട്ട് പോയി ആ കാർത്തവീര്യാർജുനൻ്റെ ആയിരക്കണക്കിന് കൈകളും അറുത്തു, കുത്തനെ നിർത്തി തലയും അങ്ങോട്ട് വെട്ടി. അങ്ങനെ ചോരയിൽ കുളിച്ച് ആ പശുവായിട്ട് ആര് വന്നു? പരശുരാമനെത്തി. അപ്പം ഇയാളെ കൊന്നിട്ട് വരാൻ മനസ്സിലാക്കിയ ആ ജമദഗ്നി പറഞ്ഞു, രാമരാമ മഹാബാഹോ ഭവാൻ പാപമകാരക്ഷീത്, നീ പാപമാണ് ചെയ്തത്, വളരെ കഷ്ടമായി. എങ്ങനെയാണ് ഈ പാപമൊക്കെ തീരുക? അതുകൊണ്ട് നമ്മളൊക്കെ ബ്രാഹ്മണരല്ലേ, നമ്മളൊക്കെ ക്ഷമിക്കല്ലേ വേണ്ടത്. നമ്മൾ ഈ നാമം ജപിക്കുന്നവർ, ഗായത്രി ജപിക്കുന്നവരല്ലേ, വളരെ സമാധാനമായിട്ടിരിക്കേണ്ടവരല്ലേ. രാജാവ് അങ്ങനെയൊക്കെ ചെയ്യും, രാജാവിൻ്റെ സമ്പ്രദായം അങ്ങനെയല്ലേ, അതുപോലെയാണോ നമ്മളെന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തു ചെയ്യും? തൽക്കാലം നീ ചെല്ലൂ. തീർത്ഥ സംസേവയാചാമുഹോ ജഹ്യംഗാച്യുതചേതന, ഭഗവാനെ ആശ്രയിച്ച് ഭജിച്ച് തീർത്ഥാടനം ചെയ്ത് തൽക്കാലം തൻ്റെ മനസ്സിനെ ഒന്ന് അടക്കിയിട്ട് വരൂ, ആ പാപം ഒന്ന് തീരട്ടെ എന്ന് പറഞ്ഞ് ആരെ പറഞ്ഞയച്ചു? പരശുരാമനെ പറഞ്ഞയച്ചു. അദ്ദേഹം തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എന്താ ഉണ്ടായിച്ചാൽ അപ്പോഴേക്കും പക വീട്ടിയാർ ആ കാർത്തവീര്യാർജുനൻ്റെ മക്കൾ ഇവിടെ വന്ന് ആരെ കൊന്നു? ജമദഗ്നിയെ കൊന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പം അമ്മ നെഞ്ചത്തടിച്ച് കരയുകയാണ്. ഒരു ബ്രാഹ്മണനാണെങ്കിൽ നെഞ്ചത്തടിക്കുമ്പോൾ ഓടി വന്ന് തടുക്കുക ചെയ്യുക. ക്ഷത്രിയനാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരുന്ന് അങ്ങനെ എണ്ണാണ് എന്ത് അടിക്കട്ടെ, 1 2 3 4 ഒരു 21 ആയപ്പം അടിക്കണ അമ്മയ്ക്കെന്നെ വയ്യാണ്ടി. അമ്മ ഇങ്ങോട്ട് നിർത്തി. അദ്ദേഹം പറഞ്ഞു മതി അമ്മേ, 21 തലമുറ ദുഷ്ടക്ഷത്രിയന്മാരെ മുഴുവൻ വധിക്കുമെന്ന് ഞാൻ എടുത്തു. അമ്മ അടിക്കുമ്പോൾ അദ്ദേഹം കണക്കാക്കുന്നത് അതാ, എത്ര പ്രാവശ്യം അമ്മ അടിച്ചോ അത്ര തവണ ദുഷ്ടക്ഷത്രിയന്മാരെ താൻ
ഇല്ലാണ്ടിയാക്കും തീരുമാനിച്ചു. അദ്ദേഹം ആ പരശുവായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. ദുഷ്ടന്മാരായിട്ടുള്ള അധർമ്മികളായിട്ടുള്ള ക്ഷത്രിയന്മാരെ തെരഞ്ഞു പിടിച്ച് വധിക്കാൻ തുടങ്ങി. അവരുടെ ചോര കൊണ്ടൊരു വലിയൊരു തീർത്ഥം ഉണ്ടാക്കി. അതാണ് കുരുക്ഷേത്രം. പിന്നീട് ആ സമ്പത്ത് മുഴുവൻ സജ്ജനങ്ങളായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അവസാനം ഒക്കെ വിട്ട് അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി. മരിച്ചുപോയ തൻ്റെ അച്ഛനെ തൻ്റെ യോഗശക്തി കൊണ്ട് ജീവിപ്പിച്ച അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിൽ പോയി ഇപ്പോഴും ചിരഞ്ജീവിയായിട്ടിരിക്കുന്നു എന്നുള്ള കഥ സൂചിപ്പിച്ചു. അതിനുശേഷം പിന്നീട് ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ അതിൽ യയാതിയുടെ ചരിത്രം, കുറേ ഭോഗം അനുഭവിച്ച ആളാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും തൃപ്തി ആവലായിട്ടുണ്ടാവില്ല, നമുക്കുള്ള പാടാണ്, അന്വേഷിച്ച് പോകണ്ടെന്ന് അർത്ഥം. തൃപ്തി ആവലായിട്ടുണ്ടാവില്ല, കാപ്പി പിടിച്ച് മതിയാവലായിട്ടുണ്ടാവില്ല, തൽക്കാലം ഒന്ന് മതിയാവും, അത്രയേ ഉള്ളൂ. ഒരു രാവിലെ കണ്ട് നീറ്റ ഉടനെ ഒരു കാപ്പി വേണം തോന്നും അല്ലേ? ആ കാപ്പി കുടിച്ചാൽ ഒരു 8 മണി വരെ കാപ്പി വേണ്ട, 8 മണിയായി ഒന്നും കൂടി ഒറ്റ കാപ്പി വേണ്ടു തോന്നും. ഒരു 11:15 ഒന്നുകൂടി കിട്ടിയാൽ ആ കാപ്പി കുടിച്ചാൽ പിന്നെ വേണ്ട തോന്നും. പിന്നെ ഒരു ഉച്ചയ്ക്കൊന്നും തോന്നില്ല കേട്ടോ, ഉച്ചയ്ക്ക് വേറെ എന്തൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ 3:45 തുടങ്ങും അല്ലേ ഇത് കാപ്പി. അത് പിന്നെ ഒരു 7 മണി വരെയൊക്കെ, 7 മണിക്ക് ഒന്നും കൂടി കുടിച്ചാൽ എന്താ തോന്നും, ഇത് തീരില്ല എന്നർത്ഥം. തൽക്കാലം കുടിക്കുമ്പോൾ അപ്പം അങ്ങോട്ടൊരു മതിയാവലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ വീണ്ടും വേണം തോന്നും. നേരെ മറിച്ച് ഒരു 10 ദിവസം കാപ്പി കുടിക്കേണ്ടിരുന്ന് നോക്കും, പിന്നെ കാപ്പി എന്നുള്ള ചിന്ത ഉണ്ടാവും. ആരും ഫോട്ടോ ഒന്നും കാണിക്കരുത്, ഇത്രയേ ഉള്ളൂ. കാപ്പിയുടെ വാസനയൊക്കെ വന്ന് നെസ്കഫെ ബ്രൂ അങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ അത് വരാണ്ടിരുന്നാൽ മതി. അതങ്ങോട്ട് വിട്ട ആ വിഷയം ഇയാളുടെ മനസ്സിലില്ലെങ്കിൽ അടുത്ത് വെച്ചാലും അത് ബാധിക്കില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണ്ട, വിഷയം അനുഭവിക്കും തോറും അത് മതിയാവുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയല്ല, അനുഭവിക്കും തോറും ഇനിയും വേണം എന്നേ തോന്നുള്ളൂ. അനുഭവിച്ച് തൃപ്തി വരാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് ഏതുപോലെയാണ്, തീയിലേക്ക് നെയ്യൊഴിച്ച് കെടുത്താം എന്ന് വിചാരിക്കുന്നത് പോലെയാണ്. എന്താണ്, അത് കെടില്ല, കെട്ടു തോന്നും, പിന്നെ അങ്ങോട്ട് ആളി കത്തും വീണ്ടും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അവനവൻ്റെ പ്രായമൊക്കെ വെച്ച് കണക്കാക്കി കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് നിർത്തുക. മതി കാപ്പി കുടിച്ചത് മതി, ഒക്കെ നിർത്തന്നെ. കുറേ കഴിയുമ്പോൾ അങ്ങനെ കാണുന്നതും കേൾക്കുന്നതൊക്കെ നിർത്തി ഭഗവാനിലേക്ക് തിരിയേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ യൗവനം മകന് കൊടുത്ത് വാർദ്ധക്യം താൻ സ്വീകരിച്ച് സന്യസിച്ചു എന്നുള്ള കഥ അതൊക്കെ പ്രസിദ്ധമാണ്. അങ്ങനെ ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ അതിൽ ഭൂരിവംശം ദുഷ്യന്തൻ്റെ കഥ. ദുഷ്യന്തൻ ഗാന്ധർവവിധി പ്രകാരം വിവാഹം കഴിച്ചു ശകുന്തളയെ. കണ്ണുമഹർഷി എടുത്തു വളർത്തിയതാണ് ശകുന്തളയെ. വിശ്വാമിത്രന് മേനകയിലുണ്ടായതാണ്. അങ്ങനെ കണ്ണുമഹർഷി എടുത്ത് വളർത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരിക്കൽ നായാട്ടിന് വന്നു ദുഷ്യന്തൻ വന്നു. അന്ന് ചായ ഉണ്ടാക്കി കൊടുത്തത് ആരാ? അന്ന് ശകുന്തള. അദ്ദേഹം അവിടെ ഇല്ല, നാട്ടിലില്ല കണ്ണുമഹർഷി. അപ്പം ശകുന്തളയെ കണ്ടു, ആർക്കിഷ്ടമായി? ദുഷ്യന്തന് ഇഷ്ടമായി, ശകുന്തളയും കണ്ടു ഇഷ്ടമായി. അങ്ങനെ അവിടെ താമസിച്ചു. അങ്ങനെ വിവാഹമായിട്ട് കഴിക്കുക ചില ക്ഷത്രിയന്മാർക്ക് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, ഗാന്ധർവ വിധി പ്രകാരം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ട് നിശ്ചയിക്കുക, അത്ര തന്നെ. അച്ഛനും അമ്മയൊക്കെ പേപ്പറിൽ കണ്ടിട്ടാണ് അറിയാം, ഞങ്ങൾ വിവാഹിതരായി. ഇത് മകളല്ലേ, കഴിഞ്ഞത്രേ, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയൊക്കെ അത് പണ്ടേണ്ടെന്ന് അർത്ഥം. അങ്ങനെ ഗാന്ധർവ വിധി പ്രകാരം അങ്ങോട്ട് വിവാഹം കഴിച്ചു. പിറ്റേ ദിവസം ആര് പോയി? ദുഷ്യന്തൻ പോയി. ദുഷ്യന്തൻ എന്തൊക്കെയോ വാക്കൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ വരും, ഞാൻ വീട്ടിൽ പറയട്ടെ, അച്ഛനും അമ്മയൊക്കെ കൂട്ടി വരാം, മറ്റു ഭാര്യമാരൊക്കെ ഉണ്ട് അവരെയൊക്കെ കൂട്ടി വരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മറന്നു. അദ്ദേഹം ഓരോ തിരക്കായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞു ഗർഭിണിയായി ആര്? ശകുന്തള പ്രസവിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ആ മകൻ്റെ പേരാണ് സർവ്വദമനൻ. എല്ലാത്തിനും അങ്ങനെ അടക്കി വയ്ക്കും. സിംഹത്തിനൊക്കെ പോയിട്ട് ആ ഗുഹയ്ക്ക് പോയി കമ്പെടുത്ത് കുത്തി സിംഹത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരും. സിംഹത്തിന് പേടിയാണ്, അയാൾ വരുമ്പോൾ പേടിച്ച് സിംഹം ഗുഹയെ പോയി വിളിക്കും. ഇത് അങ്ങോട്ട് കമ്പെടുത്ത് കുത്തി സിംഹത്തിൻ്റെ വാല് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ വായ തുറന്ന് കമ്പ് തിരികി അതിങ്ങനെ എന്തെണ്ണി പല്ലെണ്ണിയിട്ട് അയാൾ എണ്ണാൻ പഠിക്കുന്നത്, സിംഹത്തിൻ്റെ വായത്തെ പല്ല് എന്ന് പറഞ്ഞാൽ എന്താ അയാളുടെ കൈമത്തം. അങ്ങനെയാണ് സർവ്വദമനൻ എന്ന് പേരിട്ടത്. വേറൊരു പേര് ഭരതൻ എന്ന് പേരുണ്ട്. ഇയാൾ രാജ്യം ഭരിച്ചുകൊണ്ടാണ് നമ്മുടെ നാടിന് ഭാരതം എന്നൊരു പേര്. അങ്ങനെയുള്ള ആ കഥ കുറച്ചങ്ങോട്ട് വളർന്നു ഭരതൻ. അങ്ങനെയായപ്പം തോന്നി ഇനിയിപ്പം പറഞ്ഞയക്കണം എവിടേക്ക്, ഭർത്താവിൻ്റെ അടുത്തേക്ക് മകളെ വിടണ്ടേ. അങ്ങനെ ചെന്നു. ദുഷ്യന്തൻ്റെ അടുത്തേക്ക് ശകുന്തള മകനെയും കൂട്ടി പോയപ്പോൾ ദുഷ്യന്തൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ആളെന്ന് പറഞ്ഞു. ശകുന്തള, എനിക്കങ്ങനെ ഒരാളെ അറിയില്ല, ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല, ഇതൊക്കെ ഇല്ലാത്തത് പറയുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു ആര്? ദുഷ്യന്തൻ. ആ സമയത്ത് കുറച്ച് ശകുന്തളയെ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ അവിടുന്ന് അശരീരി ഉണ്ടായി. ശകുന്തള പറഞ്ഞതാണ് ശരി രാജാവേ, ആ ശകുന്തളയെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പം രാജാവ് പറഞ്ഞു, ഇപ്പം മനസ്സിലായി. ആ കണ്ണട ഇങ്ങോട്ട് വെച്ചപ്പോഴാണ്, ശകുന്തളയല്ലേ, അങ്ങനെ പറയൂ എന്ന് പറഞ്ഞാൽ ആര് സ്വീകരിച്ചു? രാജാവ് സ്വീകരിച്ചു എന്ന് പറഞ്ഞ അർത്ഥം അത് ദുഷ്യന്തൻ്റെ കുറ്റമായിട്ട് പറയാൻ വയ്യ, കാരണം ഒരു തെളിവ് വേണം. ഇതിപ്പോൾ അശരീരി ഉണ്ടായി, അതുകൊണ്ടിപ്പോൾ എന്തായി?
ഉള്ളതാ മനസ്സിലായി. നേരെ മറിച്ച് അശരീരി ഇല്ലാണ്ട് തന്നെ അദ്ദേഹം സ്വീകരിച്ചാൽ നാളെ അനവധി ശകുന്തളമാർ അവിടെ നിൽക്കും. ഇതൊക്കെ അയാൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒറിജിനൽ ശകുന്തള തന്നെയാണ്. കാരണം അശരീരി ഉണ്ടായി. അതുകൊണ്ട് ഇനിയിപ്പം ശകുന്തളമാർ അങ്ങനെ വരില്ല. അശരീരി ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുള്ളൂ. അപ്പം അതും ആണെന്ന് അർത്ഥം. അത് കാളിദാസൻ പറയുമ്പോൾ ലേശമൊക്കെ മാറ്റി രാജാവിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. അങ്ങനെ രാജാവ് മറന്നതല്ല. രാജാവിന് അങ്ങനെ ആ ദുർവാസാവ് ശകുന്തളയെ ശപിച്ചതാണ്. ആരെയാണോ നീ ഓർക്കുന്നത് അയാൾ നിന്നെ മറന്നു പോട്ടെ. വല്ലാത്തൊരു ശാപം തന്നെ. നീ അയാളെ മറന്നു പോട്ടെ പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരിക്കുന്നു. അതല്ല, അയാൾ നിന്നെ മറന്നു പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചാൽ അതാണ് ദുർവാസാവിൻ്റെ ശാപമായി. അങ്ങനെ മോതിരത്തിൻ്റെ കഥയൊക്കെ വന്നു. അഭിജ്ഞാനം എന്ന തെളിവ്. അഭിജ്ഞാന ശകുന്തള അത് പ്രസവിക്കുന്നതിൻ്റെ മുന്നേ പോകുന്നത്. ആ കഥയിൽ അങ്ങനെയാണ്. അങ്ങനെ ഗർഭിണിയാകുമ്പോൾ തന്നെ പോണ വഴിക്ക് ഇങ്ങനെ അവിടെ എത്തി. രാജാവ് തെളിവ് അവിടെ ചോദിച്ചപ്പം അങ്ങനെ മോതിരം നോക്കുമ്പോൾ മോതിരം കാണില്ല. അപ്പോൾ ആലോചിച്ചു, അത് ആ തോണിയിൽ വരുമ്പോൾ അങ്ങനെ ആക്കിയിട്ടെ അപ്പോൾ വീഡിയോ എടുക്കണ്ടായിരുന്നു. അങ്ങനെ ആ മോതിരം പോയി. ഒരാവശ്യമില്ല, അടങ്ങിയിരുന്നാൽ മതി. അതവിടുന്ന് അങ്ങനെ അപ്പോഴാണ് തെളിവുമില്ല. അവിടുന്ന് പോയി. പിന്നെ അങ്ങനെയൊക്കെയാണ് കഥ. നല്ല രസമാണ്, വായിക്കേണ്ട കഥയാണ്. അഭിജ്ഞാന ശാകുന്തളം ഇതൊന്നും വായിച്ചില്ലെങ്കിൽ കഴിഞ്ഞു കഥ. അപ്പോൾ ഗൈഥയെ പോലെയുള്ള വലിയ സാഹിത്യകാരന്മാരൊക്കെ പറയുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ ലോകത്തിലെ സമസ്ത സൗന്ദര്യവും ഒരു ദിക്കിൽ കാണണമെന്നുണ്ടോ, കാളിദാസൻ്റെ ശാകുന്തളം വായിക്കുന്നതാണ്. അങ്ങനെ ഭരതൻ്റെ കഥ. ഭരതൻ വലിയ കേമനാണ്. അദ്ദേഹത്തിന് 3 പത്നിമാരാണ്. 3 കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് തമാശ പറയാൻ അറിയില്ല. നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി. അതല്ല, അപ്പോൾ ഇയാൾ പിന്നെ ബാക്കിയുള്ളൊരു തമാശയൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷം. എനിക്കൊന്ന് തമാശ പറഞ്ഞു, ഞാൻ ഭാര്യമാരെ ചിരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു തമാശയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാവരും വിളിച്ച് ഭാര്യമാരെയൊക്കെ വിളിച്ച് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ തമാശ എന്താ വെച്ചാൽ, അല്ല ഈ മക്കൾക്കൊന്നും എൻ്റെ ചായ ഇല്ലല്ലോ. നല്ല തമാശ. അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞപ്പം ഭാര്യമാരെന്ത് വിചാരിച്ചു, എന്താ അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത്, നമ്മുടെ ചാരിത്രത്തെ അദ്ദേഹം സംശയിക്കല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, മക്കളങ്ങോട്ട് കൊല്ലാമെന്ന് കരുതി ഈ മക്കളെയൊക്കെ ഭാര്യമാർ വധിക്കുകയുണ്ടായിരുന്നു എന്ന് അയാളുടെ കഥ. എന്ന് പറഞ്ഞാൽ പറയണമെച്ചാൽ പറഞ്ഞാൽ മതി, തോന്നിയാൽ പറഞ്ഞാൽ മതി. കാരണം നമ്മൾ കഷ്ടപ്പെട്ടൊന്നും ഇതൊന്നും പറയണമെന്നില്ല എന്നർത്ഥം. പിന്നീട് അദ്ദേഹം നിയോഗ സൃഷ്ടിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു മകൻ ഉണ്ടായി എന്നുള്ള കഥയൊക്കെ ഒന്ന് സൂചിപ്പിച്ചു. ഈ വംശം വർണ്ണിച്ച് വരുമ്പോൾ അതിൽ രന്തിദേവൻ്റെ കഥ. അദ്ദേഹം വലിയ യോഗ്യനാണ്. തൻ്റെ സർവസ്വവും ദാനം ചെയ്തു. അവസാനം കുറച്ച് ഗോതമ്പ് പായസം കിട്ടി. അദ്ദേഹം അത് കഴിക്കാൻ പുറപ്പെട്ട സമയത്ത് അവിടേക്ക് ഒരു ബ്രാഹ്മണൻ വന്നു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല പറഞ്ഞു. അദ്ദേഹം 40 ദിവസമായിട്ടൊന്നും കഴിച്ചില്ല. പക്ഷെ ഒന്നും മിണ്ടിയില്ല. തൻ്റെ ദുഃഖം പറയാതെ ആ പായസം ആർക്ക് കൊടുത്തു? ആ ബ്രാഹ്മണന് കൊടുത്തു, പകുതി പായസം. ആ ബ്രാഹ്മണൻ ആ പായസം കഴിക്കുന്നത് കണ്ടപ്പോൾ ആര് സന്തോഷിച്ചു? നമ്മളെച്ചാൽ ദുഷ്ടൻ എനിക്കുള്ളത് കഴിക്കണത് അതല്ല കഴിക്കട്ടെ, അയാളുടെ വിശപ്പ് മാറിയില്ലേ, നന്നായി തരും. ഞാൻ കഴിച്ചതിന് ശേഷം അദ്ദേഹം വന്നു വെച്ചാൽ നമ്മൾ തിരിച്ചാണ്, കഴിച്ചതിന് ശേഷം വന്നാൽ മതിയിരുന്നു. ഇത് കണ്ടും പോയി കൊടുക്കേണ്ടിയും വന്നു. ആ വ്യത്യാസം. അങ്ങനെ ഒരു ഭാവം. ബാക്കി പായസം അദ്ദേഹം കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ ഒരു അവിടെ ആ വഴിക്കൊരു ചണ്ടാളൻ വന്നു, ശൂദ്രൻ വന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വർണ്ണ വ്യത്യാസം ഇല്ലയെന്ന് കാണിക്കാനാണ്. അങ്ങനെ ജാതി നോക്കിയിട്ടല്ല എന്നർത്ഥം. ശൂദ്രൻ പറഞ്ഞു ഞാനൊന്നും കഴിച്ചില്ല എന്ന്. അദ്ദേഹം ബാക്കി പായസം ആർക്ക് കൊടുത്തു? താൻ കഴിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ലേശം വെള്ളം കൂജയിലുണ്ടായിരുന്നു. അത് ഗ്ലാസ്സിലാക്കി അദ്ദേഹം കുടിക്കാൻ പുറപ്പെട്ടപ്പോൾ ഒരു നായകളെയും കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ജന്തുവാണോ മനുഷ്യനാണോ ഉള്ള വ്യത്യാസം പോലും ഇല്ല. നായൊന്നും കഴിച്ചില്ല പറഞ്ഞപ്പോൾ ബാക്കി വെള്ളം നായയ്ക്കും കൊടുത്തു. അദ്ദേഹം പ്രാർത്ഥിച്ചു, എല്ലാ ജന്തുക്കളുടെയും ദുഃഖം എനിക്ക് തരൂ ഭഗവാനെ, ഞാൻ അനുഭവിച്ചോളാം, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ആളാണ് ആര്? രന്തിദേവൻ. ഈ കഥയൊന്നും പറഞ്ഞ് തീരില്ല. ഇനി കുറേ രാജകുമാരെ കഥ ഉണ്ട്, പക്ഷെ അതൊന്നും പറഞ്ഞ് തീരലായിട്ടുണ്ടാവില്ല. ഒരു 100 വർഷം തന്നാലും പിന്നെയും കുറച്ച് കഥ ബാക്കി ഉണ്ടാവും എന്ന് ഭാഗവത് തന്നെ പറയുകയാണ്. അങ്ങനെ ശന്തനു എന്ന് പേരായിട്ടൊരു രാജാവ് ഈ വംശത്തിൽ ഗംഗയെ കല്യാണം കഴിച്ചു. അങ്ങനെ ഗംഗാപുത്രൻ, ഗംഗാദത്തൻ, ദേവവ്രതൻ എന്ന പേരായിട്ടൊരു ഉണ്ണിയുണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗംഗ തിരിച്ചുപോയി. കുറച്ച് കാലം കഴിഞ്ഞു ഇദ്ദേഹം അങ്ങനെ ഒരിക്കൽ കാട്ടിൽ പോയപ്പം കാട്ടിലെത്തി. അവിടെ വെച്ചിട്ട് പെൺകുട്ടിയെ പരിചയപ്പെട്ടു. കാളി എന്നാണ് പേര്, സത്യവതി എന്ന് പേരുണ്ട്. പണ്ട് പരാശരനിൽ ഈ സത്യവതിയിലൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ വേദവ്യാസൻ. വലിയ കേമനാണ്. അദ്ദേഹമാണ് പുരാണങ്ങളൊക്കെ എഴുതിയത്, യോഗ്യനാണ്. അദ്ദേഹം അന്ന് തന്നെ അമ്മയോട് പറഞ്ഞു, എനിക്ക് കുറേ ഏർപ്പാടുണ്ട് അമ്മേ, അതുകൊണ്ട് അമ്മ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ വരാം, അത്യാവശ്യമാകുമ്പോൾ വിളിച്ചാൽ മതി, എനിക്ക് കുറേ സംഗതികൾ അതൊക്കെ എഴുതേണ്ട, തപസ് വേണ്ടേ. അദ്ദേഹം അങ്ങനെ പുറപ്പെട്ടു പോയതാണ്. ആ സത്യവതി അവൾ കടത്തുകാരിയാണ്. തോണിയൊക്കെ അച്ഛന് തന്നെയാണ് പണി. വ്യാസമൊക്കെ തന്നെയാണ് നമ്മളെയൊക്കെ ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ആരാ? ഈ സംസാരമാകുന്ന ഈ സാഗരത്തിൽ നിന്നൊരു അപ്പുറത്തേക്ക് എത്തിക്കുന്നത് ഈ വ്യാസരി തോണി തന്നുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഒക്കെ ഇവരുടെയൊക്കെ ജോലി തന്നെയാണ്. ഏതായാലും അങ്ങനെ ഞാനെന്നാൽ അങ്ങനെ പോട്ടെ, അമ്മ എന്തെങ്കിലും പ്രയാസം ഉണ്ടപ്പം വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ പോയതാണ്. ആ സത്യവതി ഒരിക്കൽ ഈ ആരെ കണ്ടു? ശന്തനുവിനെ കണ്ടു. ശന്തനുവിന് സത്യവതിയെ ഇഷ്ടമായി, വിവാഹം കഴിക്കുന്നുള്ള മോഹം. ആ മുക്കുവ രാജാവിനെ പോയി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ മുക്കുവ രാജാവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മകനുണ്ടല്ലോ, ഗംഗാദത്തൻ. അപ്പോൾ സ്വത്ത് എങ്ങോട്ടാ പോവുക? പണ്ടുണ്ട് സൂക്കട് മനസ്സിലായില്ല.
അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ച് തന്നാൽ എൻ്റെ മകൾക്ക് ഉണ്ടാവണ മകനാണ് അങ്ങ് സ്വത്ത് കൊടുക്കുക വെച്ചാൽ കുഴപ്പമില്ല, അതല്ലല്ലോ, ഒരു ഉണ്ണി അങ്ങ് ഉണ്ടല്ലോ അപ്പോൾ നിലവിൽ. അതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ. ഇത്രയ്ക്കും ദൂരമുള്ള ആളാണെന്ന് പിന്നെ വേണ്ട വിചാരിച്ചു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷേ ഉറക്കല്ല, സത്യവതിയെ മറക്കാൻ പറ്റണില്ല. അദ്ദേഹം ഇങ്ങനെ കാളി കാളി മഹാകാളി ഭദ്രകാളി തിരിഞ്ഞ് നടക്കുക. മഹാകാളിയൊന്നുമില്ല, കാളി 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ഭീഷ്മർ ഈ ദേവവ്രതം ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛനാകെ വിഷമം, ആകെ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. മന്ത്രിയോട് ചോദിച്ചു, എന്താ അപ്പോൾ അച്ഛന് കുറച്ച് ദിവസമായിട്ട് ഉറക്കല്ലല്ലോ, എന്താ കാര്യം ചോദിച്ചു. മന്ത്രി കാര്യം പറഞ്ഞു, ആ കാളിയെ കണ്ടത് മുതൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട്, വിവാഹം കഴിക്കണമെന്നുണ്ട്. അച്ഛനങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ താനല്ലേ സാധിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു. പറഞ്ഞാൽ അച്ഛൻ ഉറങ്ങണില്ല എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നുണ്ട്, അതാണ് കാര്യം. ഇതിപ്പോൾ അച്ഛൻ മക്കൾ കാരണം ഉറക്കല്ലാണ്ടിരിക്കുകയാണ് അച്ഛൻ. അങ്ങനത്തെ തിരിച്ചാ, അച്ഛൻ ഉറക്കല്ല, ആ ഉറക്കം ഉണ്ടാക്കണം എന്ന് കരുതി ആര് പോവുകയാണ്? ഈ മകൻ പുറപ്പെട്ടു ചെന്നു. എന്താ അങ്ങയുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാത്തത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞു, നീ തന്നെയാണ് കാരണം, എനിക്ക് ആ സ്വത്ത് തരണമെന്ന് വെച്ചാൽ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദേവവ്രതം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് രാജ്യം വേണ്ട, ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ്, എനിക്ക് രാജ്യം വേണ്ട പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഒരു കല്യാണം കഴിച്ചാൽ ആ കുട്ടിക്ക് വേണം തോന്നിയാലും അതിന് അവകാശപ്പെട്ടതാണ്. ഞാൻ കല്യാണം കഴിച്ചാലല്ലേ, ഈ ദേവവ്രതന് ഈ ജന്മത്ത് കല്യാണം ഇല്ല എന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോൾ ആകാശത്തുള്ള ദേവന്മാരൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, ഭീഷ്മ ഭീഷ്മ, ഭയങ്കരം ഭയങ്കരം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരെന്തായി മാറി? ഭീഷ്മർ എന്നായി. കാരണം തൻ്റെ അച്ഛനെ രണ്ടാമത് കല്യാണം കഴിക്കാൻ തനിക്കൊരു കല്യാണം പോലും വേണ്ട, തൻ്റെ അച്ഛനെ രണ്ടാമത് കല്യാണം കഴിക്കാൻ തനിക്ക് രാജ്യം വേണ്ട, തൻ്റെ ത്യാഗമാണ്. അതാണ് ഇത്രയും വലിയൊരു ത്യാഗം ആര് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഭാരതം ആർക്ക് അവകാശപ്പെട്ടതാ? അത് ഭീഷ്മർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ എന്നുള്ള വിചാരം അദ്ദേഹത്തിനില്ല, അത് വേണം തോന്നിയിട്ടില്ല. അദ്ദേഹത്താണ് അദ്ദേഹത്തിൻ്റെ കേമത്വം. അതാണ് ഭാരതത്തിലെ രത്നം ആര് ചോദിച്ചാൽ അത് ഭീഷ്മരാന്ന് പറയും. ഭീഷ്മരാണ് അതിലെ നായകൻ. അതാണ് ഭീഷ്മരുടെ കഥ. അങ്ങനെ ഭീഷ്മർ കാരണം ദേവവ്രതം കാരണം വിവാഹം കഴിഞ്ഞു അച്ഛൻ്റെ. അങ്ങനെ സത്യവതി വിവാഹം കഴിച്ചു, 2 മക്കളുണ്ടായി. വിചിത്രവീര്യൻ, ചിത്രാംഗതൻ. അതിൽ ചിത്രാംഗതൻ എന്ന പേരായിട്ടുള്ള ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. പിന്നെ പല ബാക്കിയുള്ളൂ, ആ വിചിത്രവീര്യനുണ്ട്. അങ്ങനെ അയാൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കാശിരാജാവിൻ്റെ മക്കളെ കൊണ്ടുവന്നു, അംബ, അംബിക, അംബാലിക. ഇവിടെ എത്തിയപ്പോഴാണ് അമ്പയ്ക്ക് വേറൊരാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ അമ്പ തിരിച്ചു പോയി. പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഭീഷ്മർ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അംബികയും അംബാലികയും വിവാഹം കഴിച്ചെങ്കിലും വിചിത്രവീര്യൻ വിവാഹം കഴിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു, മക്കളൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ആ വംശം നിലനിൽക്കണമെങ്കിൽ ഭീഷ്മർ വിവാഹം കഴിക്കണം എന്നായി. അയാൾ വിവാഹം കഴിക്കരുതെന്നാണ് പറഞ്ഞിട്ടാണ് മകളെ കല്യാണം കഴിച്ചു കൊടുത്തത്. അവസാനം ആ മകൾ തന്നെ സത്യവതി എന്നെ പറഞ്ഞു ഭീഷ്മരോട്, നീ വിവാഹം കഴിക്കുണ്ണി എന്ന് പറഞ്ഞപ്പോഴും ഭീഷ്മർ പറഞ്ഞു, വാക്കൊന്നേ ഉള്ളൂ, ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ആരെ സ്മരിച്ചു? തൻ്റെ മകനെ സ്മരിച്ചു. വ്യാസരെ വളർത്തി 2 പേരെയും പ്രാപിക്കുകയാണ്, അംബികയും അംബാലികയും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇഷ്ടമായില്ല. ഒരുത്തി കണ്ണടച്ചു, അതിലുണ്ടായ മകനാണ് കുരുടൻ, അതാണ് ധൃതരാഷ്ട്രർ. വേറൊരുത്തി വളറി വെളുത്തു, അതിലുണ്ടായതാണ് പാണ്ഡു പിടിച്ചും കൊണ്ട്. 2ഉം പ്രശ്നമാണ്, 2ഉം നേരെയായിട്ടില്ല, 2നും ഒരു പൂർണ്ണതയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതെ അമ്മേ, മക്കളോടൊന്ന് പറയൂ, എന്ത് ഹൃദയം ശുദ്ധാണെങ്കിൽ മാത്രമേ ഉണ്ടാവണ മക്കൾ നന്നാവുള്ളൂ. അതുകൊണ്ട് ഒരു കൊല്ലക്കാലം വ്രതം അനുഷ്ഠിക്കാൻ പറയൂ, ഞാൻ 1 കൊല്ലം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. 1 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ 2 പേരും കൂടി ഇദ്ദേഹത്തെ പറ്റിക്കാൻ ദാസിയെ പറഞ്ഞയച്ചു. അവളാണെച്ചാൽ ഭഗവാനായിട്ട് കണ്ട് പ്രാപിച്ചു. അതിലുണ്ടായ മകനാണ് ധർമ്മിഷ്ഠനായ വിതുരൻ. മിടുക്കനാണ്, യോഗ്യനാണ്, അദ്ദേഹം വലിയ കേമനാണെന്നും പറഞ്ഞു. അങ്ങനെ ആ കഥയൊക്കെ വ്യാസരുടെ മക്കളെ കഥയാണ്. ഭാഗവതാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരൻ, പിന്നെ ശ്രീശുകൻ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. അതിലെ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു ധൃതരാഷ്ട്രർ. അതിലുണ്ടായി 100 മക്കൾ, പിന്നെ ഒരു പെൺകുട്ടി ദുശ്ശള. പിന്നെ വിവാഹം കഴിച്ചു ആര്? പാണ്ഡു 2 വിവാഹം കഴിച്ചു. കുന്തിദേവിയും വിവാഹം കഴിച്ചു, മാദ്രിയെയും കഴിച്ചു. അങ്ങനെ കുന്തിദേവിയിൽ 3 മക്കളുണ്ടായി. ദേവന്മാരെ വിളിച്ച് അങ്ങനെ ഉണ്ടായതാണ് 3 മക്കൾ. അപ്പം മാദ്രിക്കും വിഷമം, എനിക്കും അങ്ങനെ ഉണ്ണി ഉണ്ടാവണമെന്ന് മോഹം. അങ്ങനെ ആ മന്ത്രം കുന്തിദേവി പറഞ്ഞു കൊടുത്തു. അവൾ വലിയ സാമർത്ഥ്യക്കാരിയാണ്. ഒരു സമയത്ത് ഒരു മന്ത്രം ജപിച്ച് 2 ദേവന്മാർ വന്നു. ഒരുമിച്ച് നടക്കുന്ന ദേവന്മാരുണ്ട്, നാസത്യൻ, ദസ്രനും, അശ്വിനി ദേവന്മാർ ഒരുമിച്ചാണ്. അതുകൊണ്ട് അവിടെ 2 മക്കളല്ലേ, ഇവിടെ 3 മക്കളല്ലേ, ഇവിടെ 2 വേണമെന്ന് കരുതി അവൾ അങ്ങനെ ആ അശ്വിനി ദേവന്മാരെ വിളിച്ചു. അതിലുണ്ടായി 2 മക്കൾ, അതാണ് നകുലനും സഹദേവനും. അങ്ങനെ പാണ്ഡവർ 5 പേർ എന്ന് പറയും. ശരിക്കും ദേവന്മാരുടെ മക്കളാണ്, എന്നാലും പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡവർ എന്ന് പറയും. ആ പാണ്ഡവരിൽ അർജുനൻ വിവാഹം കഴിച്ചു സുഭദ്രയെ. അതിലുണ്ടായ അഭിമന്യു വിവാഹം കഴിച്ചു ഉത്തരയുണ്ടായതാണ് ആര്? പരീക്ഷത്തെ അങ്ങ് വിവാഹം കഴിച്ചത് ഞാൻ ഈ പറയണ്ടല്ലോ. ജനമേജയനെ അങ്ങ് വിവാഹം കഴിച്ചു രാവതിയെ. അതിൽ ജനമേജയനുണ്ടായി.
പിന്നെ ജനമേജയൻ്റെ കഥ പറയാൻ പുറപ്പെട്ടപ്പോൾ പറഞ്ഞു എനിക്കതൊന്നും കേൾക്കണമെന്നില്ല, എനിക്ക് ആ ചന്ദ്രവംശം വിസ്തരിച്ച് കേൾക്കണം. അതിലാണല്ലോ കൃഷ്ണൻ്റെ കഥ. അതിൽ അങ്ങ് പറഞ്ഞല്ലോ യയാതിയുടെ മൂത്ത മകൻ യദു, ആ യദുവംശം വർണ്ണിക്കൂ. അങ്ങിപ്പോൾ വർണ്ണിക്കുന്നതൊക്കെ പൂരുവംശമാണ്. യദു, അനു, ദ്രുഹു, തുർവസു, പൂരു മക്കൾ. അതിലെ പൂരുവിൻ്റെ വംശം എന്ന് പറഞ്ഞാൽ പൂരുവംശം വർണ്ണിച്ചു എന്ന് പറഞ്ഞാൽ പരീക്ഷത്തെ പറ്റി കേൾക്കുന്നത് അത് ഇഷ്ടം. നമുക്ക് ആ ചങ്ങയല്ല നമ്മളെ പറ്റി ഇങ്ങനെ കേൾക്കുന്നത്. പറയും അതല്ല ഇഷ്ടം. ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ വലിയ ഇഷ്ടമല്ല. അതാണ് എന്നാൽ പരീക്ഷത്തിന് അങ്ങനെയല്ല. തന്നെ പറ്റിയോ തൻ്റെ പൂർവികരെ പറ്റിയൊന്നും കേൾക്കണം എന്ന് ആഗ്രഹമില്ല. അങ്ങ് ആ യദുവിൻ്റെ കഥ എന്താ പറയാത്തു? യദുവിൻ്റെ മകൻ അത് വർണ്ണിക്കൂ, യദുവിൻ്റെ വംശം വർണ്ണിക്കൂ. അതിലല്ലേ ഭഗവാൻ അവതരിച്ചത്. ആ കൃഷ്ണകഥ കേൾക്കണം എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴാണ് പിന്നെ അത് പറയാം എന്ന് പറഞ്ഞ് വിസ്തരിച്ച് കൃഷ്ണകഥ ആരംഭിക്കുകയാണ്. അതാണ് ദശമസ്കന്ധം. നമുക്ക് അടുത്ത സത്സംഗത്തിൽ ആ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. ശ്രീമന്നാരായണ ശ്രീമന്നാരായണ ശ്രീമന്നാരായണനെ ശ്രീപാദമേ ശരണം. ശ്രീമന്നാരായണ ശ്രീമന്നാരായണ ശ്രീമന്നാരായണനെ ശ്രീപാദമേ ശരണം. കമലാസദീമുഖ കമല കമലഹിതാ കമലപ്രിയാ കമലേക്ഷണ. കമലാസദീമുഖ കമല കമലഹിതാ കമലപ്രിയാ കമലേക്ഷണ. കമലസനാഹിത ഗരുഡഗമന ശ്രീ കമലനാഭനെ പദകമലമേ ശരണം. കമലാസനാഹിത ഗരുഡഗമന ശ്രീ കമലനാഭനെ പദകമലമേ ശരണം. ശ്രീമന്നാരായണ ശ്രീമന്നാരായണ ശ്രീമന്നാരായണനെ ശ്രീപാദമേ ശരണം. പരമയോഗിജന ഭാഗധേയ ശ്രീ പരമപുരുഷ പരാത്പരാ. പരമയോഗിജന ഭാഗധേയ ശ്രീ പരമപുരുഷ പരാത്പരാ. പരമാത്മാ പരമാണുരൂപ ശ്രീ തിരുവെങ്കട ശ്രീദേവാ ശരണം. ശ്രീമന്നാരായണ ശ്രീമന്നാരായണ ശ്രീമന്നാരായണനെ ശ്രീപാദമേ ശരണം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടപ്രാങ്കണരിംഗണലോലമനായാസം പരമായാസം. മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം ക്ഷ്മാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. മൃത്സ്നാമത്സിഹേതി യശോദ താടന ശൈശവസന്ത്രാസം വ്യാതിതവക്ത്രാലോകിതലോകാ ലോകചതുർദശലോകാലിം. ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം. ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം.
त्रैविष्टपरिपुवीरघ्नं क्षितिभारघ्नं भवरोगघ्नं कैवल्यं नवनीताहारमनाहारं भुवनाहारं वैमल्यस्फुटचेतो वृत्तिविशेषाभासमनाभासं शैवं केवलशान्तं प्रणमत गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोपालं भूलीलाविग्रहगोपालं कुलगोपालं गोपीखेलन गोवर्धन धृतिलीलालितगोपालं गोपीर्निगदित गोविन्द स्फुटनामानं बहुनामानं गोपीगोचरदूरं प्रणमत गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोपीमण्डलगोष्ठीभेदं भेदावस्तमभेदाभं शश्वद्गोखुरनिर्धूतोद्धत धूलीधूसरसौभाग्यं श्रद्धाभक्तिहृतानन्दम् अतिचिन्त्यं चिन्तत सद्भावं चिन्तामणिमहिमानं प्रणमत गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं स्नानव्याकुलयोषिद्वस्त्रमुपादायाकमुपारूढं व्यादित्सन्धिरथदिग्वस्त्राख्युपदातुमुपाकर्षन्दं निर्धूतद्वयशोकविमोहं बुद्धं बुद्धेरन्धस्थं सत्तामात्रशरीरं प्रणमत गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं कान्तं कारणकारणमादिमनादिं कालमनाभासं कालिन्दीगतकालीयशिरसि नृत्यन्तं मुहुरत्यन्तं कालं कालकलातीतं कलिताशेषं कलिदोषघ्नं कालत्रयगतिहेतुं प्रणमत गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं वृन्दावन भुवि वृन्दारकगण वृन्दाराध्यं वन्देऽहं कुन्ताभामलमन्तस्मेरसुधानन्दं सुहृदानन्दं वन्द्याशेषमहामुनिमानस वन्द्यानन्दं वन्देऽहं वन्द्याशेषगुणाब्धिं प्रणमत गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं प्रणमानन्दं भज गोविन्दं परमानन्दं गोविन्दाष्टकमेतद्धीते गोविन्दार्पितचेतायो गोविन्दाच्युत माधव विष्णु गोकुलनायक कृष्णेति गोविन्दाङ्घ्रि सरोज ध्यानसुधा जलधौत समस्ताखो गोविन्दं परमानन्द मृतमन्थस्तं सतमभ्येति गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं भज गोविन्दं
നിത്യം പരമാനന്ദം ആനന്ദം നാമസങ്കീർത്തനം പാർവതീപതയേ ജാനകീകാന്തസ്മരണം ഗോപികാ ജീവനസ്മരണം കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ